First one. Board first. Hello. Welcome back once again, children. Today we have got the discussion of thermal physics, thermodynamics, kinetic theory, and thermal properties of matter. For JEE crash. ഒന്നാമത്തെ ചോദ്യം സ്റ്റാർട്ട് ചെയ്യാം. Graph between two temperature scales P and Q shown in figure. Between upper fixed point and lower fixed point, there are 150 divisions on scale P and 100 divisions on scale Q. Relationship for conversion between the two scales will be given by രണ്ട് thermometric scales തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനുള്ള ഒരു ഫോർമുല നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. റീഡിംഗ് ഇൻ എനി വൺ ഓഫ് ദിസ് മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ് ഡിവൈഡഡ് ബൈ അപ്പർ ഫിക്സഡ് പോയിന്റ് മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ് ഈസ് എ കോൺസ്റ്റന്റ് that can be employed here. So you choose any reading in the thermometric scale P, and that like that only it's mentioned in options. ആ പിയിലത്തെ ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിനെ നമുക്ക് ടി പി എന്ന് വിളിക്കാം. ടി പി പി സ്കെയിൽ വൈ ആക്സിസിലാണ് പി സ്കെയിൽ കാണിച്ചിരിക്കുന്നത്. അതിലെ ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിനെ ടി പി എന്ന് വിളിക്കാം. മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ് ആയി അവിടെ കാണിച്ചിരിക്കുന്നത് 30 ആയിരിക്കും. കാരണം ടോട്ടൽ ഡിവിഷൻസ് 180 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 150 കാണിച്ചിട്ടുണ്ട്. സോ ദിസ് ഷുഡ് ബി ദ 30. So TP minus 30 divided by upper fixed point minus lower fixed point. That is 180 on upper fixed point. 180 minus 30. 180 minus 30. That is equal to. ഇനി രണ്ടാമത്തെ സ്കെയിൽ ക്യൂ എടുക്കാം. സ്കെയിൽ ക്യൂവിലെ റീഡിംഗ് ടി ക്യൂ മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ് അതിൻ്റേത് 0 ആണ്. അപ്പർ ഫിക്സഡ് പോയിന്റ് 100 ആണ്. സോ 100 മൈനസ് 0. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ആയിട്ട് വരിക? ടി പി മൈനസ് 30 ബൈ 150 ഈക്വൽ ടു ടി ക്യൂ ബൈ 100. ടി പി മൈനസ് 30 ബൈ 150 ഈക്വൽ ടു ടി ക്യൂ ബൈ 100. സോ ഓപ്ഷൻ ടി പി മൈനസ് 30 ബൈ 150 ടി ക്യൂ ബൈ 100. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇത് സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ, റൂമർ സ്കെയിൽ, ഏത് സ്കെയിലുകളും പുതിയതായി നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്കെയിലും എല്ലാം ഈ മെത്തേഡിലാണ് തെർമോമെട്രിക് സ്കെയിൽ കൺവെർഷൻ നടത്തുക. അപ്പോൾ റീഡിംഗ് ഇൻ എനി സ്കെയിൽ മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ് ഇൻ ഇറ്റ് ഡിവൈഡഡ് ബൈ അപ്പർ ഫിക്സഡ് പോയിന്റ് മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ് ഈസ് എ കോൺസ്റ്റന്റ്. എന്താണ് ഈ അപ്പർ ഫിക്സഡ് പോയിന്റ് ആയി സാധാരണ തെർമോമെട്രിക് കാൽക്കുലേഷൻസിൽ ഉപയോഗിക്കാറുള്ളത്? ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ അറ്റ് സീ ലെവൽ. ലോവർ ഫിക്സഡ് പോയിന്റ് ആയി സ്വീകരിക്കാറുള്ളത് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് അറ്റ് സീ ലെവലാണ്. തെർമോമീറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതിൻ്റെ തിയറി പാർട്ട് NCERT-യിൽ തന്നിരിക്കുന്ന ഭാഗം നന്നായി വായിക്കാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഹീറ്റ് എനർജി ഓഫ് 184 കിലോ ജൂൾ ഈസ് ഗിവൺ ടു ഐസ് ഓഫ് മാസ് 600 gram അറ്റ് -12 ഡിഗ്രി സെൽഷ്യസ്. -12 ഡിഗ്രി സെൽഷ്യസിൽ ആണ് ഐസ് ഉള്ളത്. അതിൻ്റെ മാസ് 600 gram ആണ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഐസ് തന്നിട്ടുണ്ട്. ആ ഐസിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് ആവട്ടെ 184 കിലോ ജൂൾ ഹീറ്റാണ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഐസ് SI വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ലേറ്റൻ ഹീറ്റ് ഓഫ് ഐസ് മീൻസ് ലേറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് 336 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. ഓപ്ഷൻസിലൊക്കെ ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം, അതേപോലെ ഫൈനൽ സിസ്റ്റം വിൽ ഹാവ് വാട്ടർ ഓൺലി, ഫൈനൽ സിസ്റ്റം വിൽ ഹാവ് മിക്സർ ഓഫ് ഐസ് ആൻഡ് വാട്ടർ, അങ്ങനെ ഓപ്ഷൻസ് ആണ്. റേഷ്യോ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിൻസിപ്പിൾ ഓഫ് കാലറിമെട്രി ആണ്, മെത്തേഡ് ഓഫ് മിക്സ്ചേഴ്സ്. വെനെവർ എ ഹോട്ട് ബോഡി ആൻഡ് കോൾഡ് ബോഡി ആർ മിക്സഡ് ടുഗദർ, ഹീറ്റ് ലോസ് ബൈ ഹോട്ട് ബോഡി ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ കോൾഡ് ബോഡി പ്രൊവൈഡഡ് നോ ഹീറ്റ് ലോസ് ഓർ ഗെയിൻ വിത്ത് സറൗണ്ടിങ്സ്. ഇവിടെ ഹോട്ട് ബോഡി എന്താണ് എന്നോ അതിൻ്റെ ഫീച്ചേഴ്സോ തന്നിട്ടില്ല. പകരം ഹോട്ട് ബോഡി കൊടുക്കുന്ന ഹീറ്റാണ് തന്നിരിക്കുന്നത്. ഹീറ്റ് എനർജി ഓഫ് 184 കിലോ ജൂൾ ആണ് സപ്ലൈ ചെയ്യുന്നത്. 184 കിലോ ജൂൾ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഐസ് മുഴുവൻ ഉരുകുമോ അതോ
കുറച്ച് ഐസ് ബാക്കി വരുമോ, കുറച്ച് ഭാഗം വെള്ളം ഉണ്ടാകുമോ, എത്ര വെള്ളമുണ്ട്, എത്ര ഐസ് ഉണ്ട്, ഇങ്ങനത്തെ കൺസെപ്റ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ നമുക്കിവിടെ ഇത്രയും ഐസ് മുഴുവൻ ഉരുകണമെങ്കിൽ എത്ര ഹീറ്റ് വേണം എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ 600 ഗ്രാമാണ് ഐസിൻ്റെ മാസ്. അത് ഓൾറെഡി -12 ഡിഗ്രി സെൽഷ്യസിലാണ്. 600 ഗ്രാം, 600 ഗ്രാം അറ്റ് -12 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അത് -12 നിന്ന് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ കൂടി 0 ഡിഗ്രി ആയാൽ മാത്രമേ സീ ലെവലിലാണ് എന്ന് അസ്യൂം ചെയ്യുക, മെൽറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. മെൽറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, ടു സ്റ്റാർട്ട് മെൽറ്റിംഗ് ദാറ്റ് 600 ഗ്രാം ഐസ് ഈസ് ടു കം ഡൗൺ ടു ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ്. അതിന് എത്ര ഹീറ്റ് വേണ്ടി വരും? അപ്പോൾ ഹീറ്റ് നീഡഡ് ഫോർ ഐസ് അറ്റ് -12 ഡിഗ്രി സെൽഷ്യസ് ടു 0 ഡിഗ്രി സെൽഷ്യസ്. ആ ഹീറ്റ് ടെമ്പറേച്ചർ മാറ്റുന്ന ഹീറ്റാണ്. അതിനെ നമുക്ക് സെൻസിബിൾ ഹീറ്റ് എന്ന് വിളിക്കാം. സെൻസിബിൾ ഹീറ്റ്. അപ്പോൾ എന്താണ് സെൻസിബിൾ ഹീറ്റ്? H is equal to H1 എന്ന് വിളിക്കാം. H1 is equal to mass of ice, specific heat of ice into temperature difference. That implies mass of ice 600 gram. SI ൽ കാൽക്കുലേറ്റ് ചെയ്യാം. 0.6 600 ഗ്രാം ആണ്, 0.6 കിലോഗ്രാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എത്രയാണ്? ഐസിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 2222.3 ജൂൾ പെർ കിലോഗ്രാം എന്ന് പറയുന്നുണ്ട്. ഇനി എത്രയാണ് ഈ ടെമ്പറേച്ചർ ഡിഫറൻസ്? ടെമ്പറേച്ചർ ഡിഫറൻസ് -12 0 ആവണം. സോ 0 - -12 12. ഓക്കെ, അപ്പോൾ ഇത് എത്രയാണെന്നൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് എത്രയാണ് ഹീറ്റ് കിട്ടുക നോക്കുക. എത്ര ഹീറ്റാണ് വരുന്നത് നോക്കുക. ദാറ്റ് ഈസ് 2222.3 multiplied by 12 multiplied by 0.6. That is 16,000. That implies 16,000 ആണ്. 16,000.56 ആണ്. ഏകദേശം 16,000 എന്ന് എടുത്താൽ മതി. അത്രയും ജൂളാണ്. 16,000 ജൂള് ഹീറ്റ് വേണം. എത്ര ഹീറ്റാണ് കൊടുക്കുന്നത് മുഴുവൻ മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട്? ഹീറ്റ് എനർജി കൊടുക്കുന്നത് 18,400 ആണ് അല്ലേ? 18,400 കിലോ ജൂളാണ് ഹീറ്റ് കൊടുക്കുക. അപ്പോൾ ഐസ് 0 ഡിഗ്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എത്ര ഹീറ്റ് വേണം? 16,000. മെൽറ്റ് ചെയ്യാനല്ല, ഐസ് -12 നിന്ന് 0യിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഹീറ്റാണ് 16,000 ജൂള്. പക്ഷെ ഹീറ്റ് എത്ര സപ്ലൈ ചെയ്യുന്നുണ്ട്? ഹീറ്റ് സപ്ലൈഡ് ബൈ ദി എക്സ്റ്റേണൽ ഏജൻസി, ഹീറ്റ് സപ്ലൈ എത്രയാണ്? 184 കിലോ ജൂളാണ്. അപ്പോൾ 184 × 1000 ജൂളാണ്. അതായത് 18,400 ജൂളാണ് സപ്ലൈ ചെയ്യുന്നത്, ഹീറ്റ് സപ്ലൈഡ്. അതിനെ ഞാൻ H2 എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ ഏജൻസി സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എത്രയാണ്? എക്സ്റ്റേണൽ ഏജൻസി സപ്ലൈ ചെയ്യുന്ന ഹീറ്റാണ് 18,400 അല്ല, 1,84,000. 1,84,000 ആണ് അല്ലേ? മറ്റേത് എത്ര മതി? 16,000 മതി. വലിയൊരു എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഐസ് മുഴുവൻ -12 നിന്ന് ഇപ്പോൾ എത്രയിലേക്ക് എത്തിയിട്ടുണ്ട്? 0യിലേക്ക് എത്തി. ഓക്കെ, ഇനി 0യിലെത്തിയ ഐസ് മെൽറ്റ് ചെയ്യണം. അത് പൂർണ്ണമായും മെൽറ്റ് ചെയ്യണമെങ്കിൽ, പൂർണ്ണമായും മെൽറ്റ് ചെയ്താൽ മാത്രമേ വെള്ളം മാത്രമായിട്ട് അവശേഷിക്കുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൂടി കണ്ടുപിടിക്കും. അപ്പോൾ ഈ ഐസ് മുഴുവനായി മെൽറ്റ് ചെയ്യണമെങ്കിൽ, 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഈ ഐസ് മുഴുവനായി മെൽറ്റ് ചെയ്യണമെങ്കിൽ എത്ര ഹീറ്റ് വേണം? അടുത്ത ഞാൻ H3 എന്ന് വിളിക്കാം. H3 ഹീറ്റ് നീഡഡ് ഫോർ മെൽറ്റിംഗ് ഐസ് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്യണമെങ്കിൽ, ഐസ് കംപ്ലീറ്റ് ആയി മെൽറ്റ് ചെയ്യണമെങ്കിൽ എത്ര ഹീറ്റ് വേണം? അതിന് വേണ്ട ഹീറ്റാണ് ഈക്വൽ ടു മാസ് ഇൻറ്റു സ്പെസിഫിക് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ്. മാസ് ഓഫ് ഐസ് 600 ഗ്രാം ആണല്ലേ പറഞ്ഞത്? 0.6 കിലോഗ്രാം ആണ്. സ്പെസിഫിക് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് 336 കിലോ ജൂളാണ്. 336 × 10⁻³ അതെത്രയാണ് വരുന്ന വാല്യൂ എന്ന് നോക്കാം. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. 336 × 1000 മൾട്ടിപ്ലൈഡ് ബൈ 0.6. അപ്പോൾ 20,000 201,600. അപ്പോൾ അതിൽ വേണ്ടത് 2,106,000 ആണ് അല്ലേ? 2 ലക്ഷവും പിന്നെ 1,600 കൂടെ വേണം.
2,01,600 ജൂളാണ്. അപ്പോൾ അത്രയും ഹീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആയി മെൽറ്റ് ആവുള്ളൂ. മെൽറ്റ് ആവണമെങ്കിൽ മാത്രം. അപ്പോൾ ടോട്ടൽ എത്ര ഹീറ്റ് വേണം? 2,01,600 അതുപോലെ 16,000 16,000 കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത് എത്ര? അത് വേണം. അത്രയും ഹീറ്റ് വേണം ഇത് കംപ്ലീറ്റ് ആയി മെൽറ്റ് ചെയ്യണമെങ്കിൽ. അത് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എത്രയാണ് വരിക നോക്കാം. 201,600 പ്ലസ് 16,000 217,600. സോ 217,600 വേണം. എത്രയായത്? 2,17,600 ജൂള് വേണം ടോട്ടൽ ഹീറ്റ്. അത്രയും ടോട്ടൽ ഹീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഐസ് കംപ്ലീറ്റ് ആയും മെൽറ്റ് ആവുള്ളൂ. പക്ഷെ എത്ര ഹീറ്റേ ഉള്ളൂ? 1,84,000 ജൂൾ ഹീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഐസ് മുഴുവനായി മെൽറ്റ് ആവില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആൻസർ ഇ വരില്ല. ഫൈനൽ സിസ്റ്റം വിൽ ഹാവ് വാട്ടർ ഓൺലി വരില്ല. ആ ഒരു ഓപ്ഷൻ വരില്ല. ഇനി ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ. ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് സിസ്റ്റം വിൽ ബി 0 ഡിഗ്രി. അത് വരും. കാരണം ഐസ് പൂർണ്ണമായി മെൽറ്റ് ആയിട്ടില്ല. ഐസ് മെൽറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും, അത് 0 ഡിഗ്രിയാണ്. അപ്പോൾ ഐസ് മെൽറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ടെമ്പറേച്ചർ എത്ര തന്നെ? 0 ഡിഗ്രി. അപ്പോൾ ഓപ്ഷൻസിൽ എ വരുന്ന ആൻസർ ആണ് വരിക. അപ്പോൾ എ ആൻഡ് ഡി ഉണ്ട്, എ ആൻഡ് ഇ ഉണ്ട്, എ ആൻഡ് സി ഉണ്ട്, അല്ലേ? ഇനി സിയും ഡിയും ഇയും ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഇ അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഓപ്ഷൻ ബി അല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആൻസർ ആവില്ല. ബി കനോട്ട് ബി. ഇനി എ ആൻഡ് ഡി, എ ആൻഡ് സി, എ ആൻസർ ആണ്, അതുകൊണ്ട് ഡി അല്ല. അപ്പോൾ എ ആണോ സി ആണോ ആൻസർ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അതിൽ ഡി ഓൺലി, സി ഓൺലി ചെക്ക് ചെയ്യണം. സി ഓൺലി ആൻഡ് ഡി ഓൺലി. അതിൽ ഫൈനൽ സിസ്റ്റം വിൽ ഹാവ് മിക്സർ ഓഫ് ഐസ് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 5:1 ഉണ്ട്, 1:5 ഉണ്ട്, അല്ലേ? മിക്സർ ഓഫ് ഐസ് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ. നോക്കൂ, എത്ര ഹീറ്റാണ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടത്? മെൽറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ട ഹീറ്റ് സപ്ലൈഡ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വേണ്ടത് വളരെ കൂടുതൽ ഹീറ്റാണ്, അല്ലേ? കൂടുതൽ ഹീറ്റാണ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളത്. അതിൽ വളരെ കുറച്ച് ഹീറ്റ് മാത്രമേ ടെമ്പറേച്ചർ മാറ്റാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ എമൗണ്ട് ഓഫ് ഹീറ്റും ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മെൽറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പൂർണ്ണമായി മെൽറ്റ് ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഫൈനൽ സിസ്റ്റത്തിലെ വെള്ളത്തിൻ്റെ അളവ് ഐസിൻ്റെതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ 5:1 ആയിരിക്കില്ല, 1:5 ആണ് എന്ന് നമുക്ക് അത് കൺക്ലൂഡ് ചെയ്യാൻ കഴിയും. ഇനി എങ്ങനെയാണ് അതിലെ ഐസിൻ്റെ അളവ്, എത്ര ഐസ് ഇനി ഉരുകാൻ ബാക്കിയുണ്ട്, എത്ര ഐസാണ് ഉരുകിയത് എന്ന് കണ്ടെത്തുക. എത്ര ഹീറ്റാണ് സപ്ലൈ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കുക. അതിൽ 16,000 ജൂളാണ് 0 ഡിഗ്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ 1,84,000 നിന്ന് 1,84,000 നിന്ന് ഈ 16,000 എന്ന ഫിഗർ കുറയ്ക്കുക. 0.56 ഞാൻ നെഗ്ലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എത്രയാണ് വരിക? 0, 0, 0. ഇവിടെ വരിക 8 ആണ്. 8 6 14, 2 വരും. ഇപ്പോൾ ഇവിടെ വരിക 6 ആണ്. ഇങ്ങനെ 1,60,000 1,60,80,000 1,60,80,000 ആണ്. അപ്പോൾ 1,60,80,000 ജൂൾ ഹീറ്റ് കൊണ്ട് എത്ര ഐസ് മെൽറ്റ് ആവും എന്നെങ്ങനെ കണ്ടുപിടിക്കും? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ml. സോ മാസ് ഓഫ് ഐസ് മെൽറ്റഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ എൽ. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് 1,60,80,000 ആണ്, ഡിവൈഡഡ് ബൈ ലേറ്റന്റ് ഹീറ്റ്. ലേറ്റന്റ് ഹീറ്റ് 336 ഇൻറ്റു 10⁻³ ആണ്. അപ്പോൾ ഇത്രയും മാസ് ഓഫ് ഐസ് ആയിരിക്കും മെൽറ്റ് ആവുക. ഇങ്ങനെ എത്ര ഐസ് മെൽറ്റായി എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇങ്ങനെ ഐസിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ കണ്ടുപിടിക്കാം. ഇതിൽ ആൻസർ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിഞ്ഞു. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രിൻസിപ്പിൾ ഓഫ് മിക്സ്ചേഴ്സ് ആണ്, മെത്തേഡ് ഓഫ് മിക്സ്ചേഴ്സ്. കാലറിമെട്രിയുടെ ബേസിക് പ്രിൻസിപ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് വാട്ട് ടെമ്പറേച്ചർ എ ഗോൾഡ് റിംഗ് ഓഫ് ഡയമീറ്റർ 6.230 centimeter be heated so that it can be fitted on a wooden bangle of diameter 6.241 centimeter. അപ്പോൾ 6.230 centimeter ഡയാമീറ്റർ ഉള്ള ഒരു ഗോൾഡ് റിങ്ങിനെ ചൂടാക്കി അതിൻ്റെ വലുപ്പം കൂട്ടി അത് വുഡൻ ബാങ്കിളിനോട് ജസ്റ്റ് മാച്ച് ആവുന്ന തരത്തിൽ ചൂടാക്കണം. അങ്ങനെ എത്ര ഡയമീറ്ററിൽ കൂടുതൽ ഉണ്ടാവണം? ഡയമീറ്റർ എത്ര മാറണം? ഡെൽറ്റ ഡി. ഡയമീറ്ററിൽ ഉണ്ടാവുന്ന ചേഞ്ച് എത്രയാണ്? 6.241.
241 centimeter minus 6.230 centimeter. 6.230 centimeter. ഈ ഡിഫറൻസ് നോക്കുക. 1 1 0 0. അപ്പോൾ 0.011 സെന്റിമീറ്റർ ആണ് ചേഞ്ച് ഇൻ ഡയാമീറ്റർ റിക്വയർഡ്. അപ്പോൾ ഗോൾഡ് റിങ്ങിനെ ചൂടാക്കി 0.011 സെന്റിമീറ്റർ ഡയമീറ്ററിൽ ഇൻക്രിമെന്റ് വരുത്തിയെങ്കിൽ മാത്രമേ ഗോൾഡ് റിങ്ങിന് വുഡൻ ബാങ്കിളിൽ കറക്റ്റായി ഒരു എൻവലപ്പ് ഫോം ചെയ്യാൻ കഴിയും. രണ്ട് ഡയമീറ്ററുകൾ അളന്നിരിക്കുന്ന ഒരേ ടെമ്പറേച്ചറിലാണ്. അപ്പോൾ അതുകൊണ്ട് കറക്ഷൻ ഒന്നും ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ലീനിയർ എക്സ്പാൻഷൻ കോയഫിഷ്യന്റ് ഓഫ് ലീനിയർ തെർമൽ എക്സ്പാൻഷൻ ഓഫ് ഗോൾഡ് തന്നിട്ടുണ്ട്. ഗോൾഡിന്റെ ലീനിയർ എക്സ്പാൻഷൻ കോയഫിഷ്യന്റ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ എന്താണ് ചോദിച്ചത്? എത്ര ടെമ്പറേച്ചറിലാണ്? വാട്ട് ടെമ്പറേച്ചർ? 27 ഡിഗ്രിയിലാണ് രണ്ടും. ആദ്യം റൂം ടെമ്പറേച്ചറിലാണ് ഡയമീറ്റർ അളന്നിരിക്കുന്നത്. ഇനി എത്ര ടെമ്പറേച്ചറിലേക്ക്, അറ്റ് വാട്ട് ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യണം? അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അത് ഏത് ഫോർമുല യൂസ് ചെയ്യാം? ഡെൽറ്റ ഡി ഈസ് ഈക്വൽ ടു ഡി ആൽഫ ഡെൽറ്റ തീറ്റ. ഓക്കെ, അതിൽ ഡെൽറ്റ തീറ്റ കണ്ടുപിടിക്കുക. ഡെൽറ്റ തീറ്റ ഈക്വൽ ടു ഡെൽറ്റ ഡി ഡിവൈഡഡ് ബൈ ഡി ആൽഫ. ഈ ഡെൽറ്റ ഡി എത്രയാണ്? 0.11 സെന്റിമീറ്റർ ആണ് ഡെൽറ്റ ഡി. ആൽഫയുടെ യൂണിറ്റ് തന്നിരിക്കുന്നത് പെർ കെൽവിൻ. അപ്പോൾ ഇതിനെ സെന്റിമീറ്റർ ആണ്. ക്യാപിറ്റൽ ഡി സെന്റിമീറ്ററിൽ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ അത് ക്യാൻസൽ ആയി പോയിക്കോളൂ. ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ എത്ര വേണം? ഒറിജിനൽ ഡയമീറ്റർ ഓഫ് ഗോൾഡ് ആണ് വേണ്ടത്, അല്ലാതെ വുഡിന്റെ അല്ല. ഓക്കെ, ഗോൾഡ് ആണ് ഇതിന്റെ ഒറിജിനൽ, അതിനെയാണ് ചൂടാക്കുന്നത്. ഓക്കെ, അതാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. മരമല്ല എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ 6.230 എഴുതാം അടിയിൽ. ഇൻറ്റു 1 ആൽഫയുടെ വാല്യൂ എത്രയാണ്? 1.4 ഇൻറ്റു 10⁻⁻5. അത് SI-യിലാണ്. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അല്ലേ, അത് കെൽവിൻ ആയാലും സെൽഷ്യസ് ആയാലും ചേഞ്ച് സെയിം ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിറ്റ് ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് സ്കെയിലും യൂണിറ്റ് ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിലും സെയിം ആണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. കാൽക്കുലേഷൻ പാർട്ട് നിങ്ങൾ നോക്കുക. ഇതിൻ്റെ കാൽക്കുലേറ്റഡ് വാല്യൂ പറയാം. 0.11 divided by 6.230 divided by 1.4. 0.0126 മതിയാവും. ഇൻറ്റു 10⁻⁻5 മേലെ വരുമ്പോൾ +5 ആവും. അപ്പോൾ ഒരു ഫിഗർ കൂടെ കൊടുക്കാം. 1. അപ്പോൾ എത്ര വരിക? 1 2 3 4 5 126 അല്ലേ? ഇൻറ്റു 10⁻5 കെൽവിൻ അല്ലേ? 1 2 3 4 5. അപ്പോൾ എത്രയാണ്? എത്ര കെൽവിൻ? 0.01261 ഇൻറ്റു 10⁻5 കെൽവിൻ. അത്രയും വ്യത്യാസം വരും. അപ്പോൾ 27 ഡിഗ്രിയിൽ നിന്ന് എത്ര വരണത്? 126 അല്ലേ? 126 ആണ്. 126 ആണ് അല്ലേ? 0.11 ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. 0.11 divided by 6.230 divided by 1.4. 0 1 1 2 3 4 into 10⁻⁻5 എന്നാണ് തന്നിരിക്കുന്നത്. +5 വരുന്നുണ്ട്. 126 ആയിരിക്കും വരെ ടെമ്പറേച്ചർ ചേഞ്ച്. ഏകദേശം 126 ആണ്. അപ്പോൾ 27 ആണ് റൂം ടെമ്പറേച്ചർ. ഡെൽറ്റ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ ഡാഷ് മൈനസ് തീറ്റയാണ് അല്ലേ? അപ്പോൾ എത്ര ആയിരുന്നിരിക്കണം ഇനീഷ്യൽ ടെമ്പറേച്ചർ? 126ഉം 27ഉം. 26 7 33 53. അപ്പോൾ ഏകദേശം 153 ഡിഗ്രിയുടെ അടുത്ത് വരും. 152.7 ആണ്. അപ്പോൾ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ആൻസർ. വേറെ ഒന്നും പോസിബിൾ അല്ല. ചേഞ്ചാണ് 126. ഓക്കെ, 27 ആയിരുന്നു ആദ്യം. അപ്പോൾ 27നോട് 126 ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ചൂടാക്കേണ്ട ടെമ്പറേച്ചർ. അപ്പോൾ 27-ലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. 152 ഡിഗ്രിയിലേക്ക്
ചൂടാക്കണം. എത്ര ഡിഗ്രി ചേഞ്ച് ചെയ്യണം? 126 ഡിഗ്രി ഏകദേശം ചേഞ്ച് ചെയ്യണം. അപ്പോഴാണ് ഇത് കിട്ടുക, അതേ സൈസിലേക്ക് ഫിറ്റ് ആവുക. ഇതേപോലത്തെ ചോദ്യങ്ങൾ ഗ്യാസ്കറ്റ് ഫിറ്റ് ചെയ്യുക, അതേപോലെ ഈ കാളവണ്ടിയുടെയൊക്കെ ബുള്ളറ്റ് കാർട്ടിൻ്റെ ഒക്കെ വീലിന് ഗ്യാസ്കറ്റ് അടിക്കുന്ന ചോദ്യമൊക്കെ വന്നിട്ടുണ്ട് മുമ്പ്. ഓക്കെ, സെയിം കൺസെപ്റ്റാണ്, ലീനിയർ എക്സ്പാൻസിവിറ്റിയുടെ കൺസെപ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബൈമെറ്റാലിക് സ്ട്രിപ്പ് എ ആൻഡ് ബി. ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്ന് വെച്ചാൽ 2 ഡിസിമിലർ മെറ്റലുകൾ ജോയിൻ ചെയ്തിരിക്കുകയാണ്, സൈഡ് ബൈ സൈഡായി ജോയിൻ ചെയ്തു, ടൈറ്റായിട്ട് റിവറ്റ് ചെയ്തിരിക്കുകയാണ്. റിവറ്റ് ചെയ്ത് ടൈറ്റായിട്ടുള്ള ജോയിനിങ് ഫോം ചെയ്യും. അതിൽ 2 മെറ്റലുകളാണ്, ഡിസിമിലർ ആയിരിക്കും, രണ്ടിനും എക്സ്പാൻസിവിറ്റികൾ ഡിഫറൻ്റ് ആയിരിക്കും. എക്സ്പാൻസിവിറ്റീസ് ആർ ഡിഫറെൻറ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മെറ്റൽ എക്ക് ഹയർ കോയഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ ഉണ്ടെന്നാണ്. എയുടെ എക്സ്പാൻസിവിറ്റി കൂടുതലും ബിയുടെ എക്സ്പാൻസിവിറ്റി കുറവുമാണ്. ബൈമെറ്റാലിക് സ്ട്രിപ്പ് പ്ലേസ്ഡ് ഇൻ കോൾഡ് ബാത്ത്, തണുപ്പിക്കുകയാണ് ചെയ്തത്. ടെമ്പറേച്ചർ കുറയുമ്പോൾ നമുക്കറിയാം എക്സ്പാൻസിവിറ്റി കൂടുതലുള്ളതാണ് പെട്ടെന്ന് ചേഞ്ചിന് വിധേയമാകുക. ഇപ്പോൾ എയുടെ എക്സ്പാൻസിവിറ്റി വളരെ കൂടുതലായതുകൊണ്ട് എ ആണ് വളരെ പെട്ടെന്ന് കോൺട്രാക്ട് ചെയ്യുക. കോൾഡ് ബാത്തിൽ വെക്കുമ്പോൾ എക്സ്പാൻഡ് അല്ല ചെയ്യുക, കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ എ വളരെ പെട്ടെന്ന് കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ എ നന്നായി ചുരുങ്ങുകയും ബി അത്ര തന്നെ വേഗത്തിൽ ചുരുങ്ങാതിരിക്കുകയും ചെയ്യും. അപ്പോൾ എ ഉള്ള ഭാഗം ഏതാണോ ആ ഭാഗത്തെ നീളം വളരെയധികം കുറയുകയും ബി ഉള്ള ഭാഗത്തെ നീളം അത്ര തന്നെ കുറയാതിരിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? തീർച്ചയായും ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പ് ബെൻഡാവാൻ തുടങ്ങും. അതെങ്ങനെ ബെൻഡാവും? എ ഉള്ളിലും ബി പുറമേയും വരുന്ന രീതിയിൽ ബെൻഡാവും. അപ്പോൾ എ ആണ് ഷോർട്ടൻ ആവുക, ബി ഏതാണ്ട് ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ നിൽക്കും. അപ്പോൾ എയുടെ വലിപ്പം നന്നായി കുറയുന്നത് കൊണ്ട് അത് ലെഫ്റ്റിലേക്ക് ബെൻഡാവും. എ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൂടുതൽ മാറ്റത്തിന് വിധേയമാകുന്നത് ഏതാണോ ആ ഭാഗത്തേക്കാണ് ബെൻഡാവുക. മനസ്സിലാവുന്നുണ്ടോ? കൂടുതൽ മാറ്റത്തിന് വിധേയമാകുന്നത് ഏതാ? എ ആണ് കൂടുതൽ ഷോർട്ടൻ ആവുക. എന്നാൽ ഇതിനെ ചൂടാക്കിയിരുന്നെങ്കിൽ എ ആണ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ എങ്ങോട്ട് ബെൻഡാവും? അപ്പോൾ റൈറ്റിലേക്ക് ബെൻഡായിരുന്നേനെ. ഇത് ചൂടാക്കിയിരുന്നെങ്കിൽ റൈറ്റിലേക്കും, തണുപ്പിച്ചത് കൊണ്ട് ലെഫ്റ്റിലേക്കുമാണ് ബെൻഡാവുക. ബെൻസ് ടുവേർഡ്സ് ലെഫ്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇതിന്റെ പ്രിൻസിപ്പിൾ തെർമൽ എക്സ്പാൻഷനാണ്. ലീനിയർ എക്സ്പാൻഷൻ കോയഫിഷ്യന്റ് ഡിഫറൻ്റ് ആയതുകൊണ്ട്, ലാർജ്ലി ഡിഫറൻ്റ് ആയതുകൊണ്ട് നന്നായി ബെൻഡ് ചെയ്യും. ഇത് പണ്ട് ബർഗ്രൽ അലാംസ് അതുപോലെ ഫയർ അലാംസിലൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നതാണ്. എന്നാൽ ഇപ്പോഴൊക്കെ അതിനേക്കാളും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചിപ്പുകളൊക്കെ സ്മോക്ക് ഡിറ്റക്ട് ചെയ്യാനൊക്കെ അവൈലബിൾ ആണ്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നോളജിയാണിത്. ഇപ്പോൾ വളരെ റെയറായി മാത്രമേ ഉപയോഗിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഈച്ച് സൈഡ് ഓഫ് എ ബോക്സ് മെയ്ഡ് ഓഫ് മെറ്റൽ ഷീറ്റ് ഇൻ എ ക്യൂബിക് ഷേപ്പ്. ഓക്കെ, ഒരു ബോക്സ് ഉണ്ട്, മെറ്റൽ ഷീറ്റ് കൊണ്ടാണ് ആ ക്യൂബിക്കൽ ബോക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ക്യൂബിക്കൽ ബോക്സിന്റെ സൈഡ് ആവട്ടെ എ ആണ്. റൂം ടെമ്പറേച്ചർ ടിയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. കോയഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് മെറ്റൽ ആൽഫയാണ്. മെറ്റൽ ഷീറ്റിനെ യൂണിഫോം ആയി ഹീറ്റ് ചെയ്യുന്നു. ടെമ്പറേച്ചർ ഡിഫറൻസ് ഡെൽറ്റ ടി ആണ്. സോ ദാറ്റ് ഇറ്റ്സ് ന്യൂ ടെമ്പറേച്ചർ ഈസ് ടി പ്ലസ് ഡെൽറ്റ ടി. ആദ്യമുള്ള ടെമ്പറേച്ചർ ടി ആണ്, ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ടി പ്ലസ് ഡെൽറ്റ ടി ആണ്. കാൽക്കുലേറ്റ് ദി ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് ദി മെറ്റൽ ബോക്സ്. എത്ര വോളിയമാണ് മെറ്റൽ ബോക്സിന് കൂടുക? ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് മെറ്റൽ ബോക്സ്, അതാണ് വേണ്ടത്. അപ്പോൾ ഇവിടെയും എക്സ്പാൻസിവിറ്റി, തെർമൽ എക്സ്പാൻഷൻ കോയഫിഷ്യന്റിന്റെ കൺസെപ്റ്റ് ആണ്. ഇൻക്രീസ് ഇൻ വോളിയം ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു വി ഗാമ ഡെൽറ്റ ടി ആണ്. വേർ ഗാമ സ്റ്റാൻഡ്സ് ഫോർ വോളിയം എക്സ്പാൻഷൻ കോയഫിഷ്യന്റ്. വോളിയം എക്സ്പാൻഷൻ കോയഫിഷ്യന്റ്. പക്ഷേ ഇവിടെ ലീനിയർ എക്സ്പാൻഷൻ കോയഫിഷ്യന്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഐസോട്രോപിക് സോളിഡ്സിന്റെ പൊതുവായ സ്വഭാവമാണ് വോളിയം എക്സ്പാൻസിവിറ്റി ഈക്വൽ ടു ത്രൈസ് ലീനിയർ എക്സ്പാൻസിവിറ്റി. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ വി എന്ന് പറയുന്നത് വോളിയം ആണ്. വോളിയം ഓഫ് ദ ക്യൂബ് സൈഡ് ക്യൂബാണ്. എ ക്യൂബ് ഇൻറ്റു 3 ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ വളരെ റെഡി ആയിട്ട് ഇവിടെ ആൻസർ ഉണ്ട്. ഇത്ര എളുപ്പമുള്ള ചോദ്യമാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. ആ ഡയറക്റ്റ് ഫോമുല തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതൊരു സ്ഫിയർ ആയിരുന്നുവെങ്കിൽ സ്ഫിയറിന്റെ വോളിയം 4/3 പൈ എ ക്യൂബ് ആയിരുന്നേനെ. അപ്പോൾ 4/3 പൈ ഇൻറ്റു റേഡിയസ് ക്യൂബ് വി ഗാമ ഡെൽറ്റ ടി ഇൻറ്റു ഗാമ ഡെൽറ്റ ടി ആയിരുന്നേനെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6th one. Pendulum clock loses 12 seconds a day if the temperature is 40 degree. പെൻഡുലം ക്ലോക്ക് 12 സെക്കൻഡ് നഷ്ടപ്പെടുത്തുന്നുണ്ട് ആ ഒരു ദിവസത്തിലെ ടെമ്പറേച്ചർ 40 ഡിഗ്രി ആണെങ്കിൽ. നമുക്കറിയാം ടൈം പീരിയഡ് ഓഫ് എ പെൻഡുലം ക്ലോക്ക്
പ്രപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ലെങ്ത് ആണ്. ചൂട് കാലത്ത് ആണ് നീളം കൂടുക. മെറ്റാലിക് പെൻഡുലത്തിൻ്റെ നീളം കൂടുന്നത് കൊണ്ട് ടൈം പീരീഡ് കൂടും. ടൈം പീരീഡ് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും, ഓസിലേഷൻ സ്ലോ ആവും. ഓസിലേഷൻ സ്ലോ ആവുമ്പോൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ സമയം നഷ്ടപ്പെടുക ചൂടുകാലത്ത്. ഓക്കെ, അപ്പോൾ ഇഫ് ദി ടെമ്പറേച്ചർ ഈസ് 40 ഡിഗ്രി ആണെങ്കിൽ ലൂസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഗെയിൻസ് 4 സെക്കൻഡ് ഇഫ് ടെമ്പറേച്ചർ ഈസ് 20 ഡിഗ്രി. ടെമ്പറേച്ചർ 40 ഡിഗ്രി ആണെങ്കിൽ ലൂസ് ചെയ്യും, 20 ഡിഗ്രി ആണെങ്കിൽ ഗെയിൻ ചെയ്യും. എന്ന് പറഞ്ഞാൽ ആ ടെമ്പറേച്ചർ എത്രയായിരിക്കും? ടെമ്പറേച്ചർ 40-നും 20-നും ഇടയിൽ വരണം. അങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്, 25-ഉം 30-ഉം 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എയോ സിയോ ആണ് ആൻസർ. അതിൽ രണ്ടിലും എക്സ്പാൻസിവിറ്റീസ് ഡിഫറൻ്റ് ആണ്, പവർ ഡിഫറൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ എളുപ്പത്തിൽ ആൻസർ ചെയ്യാം. അപ്പോൾ ഇവിടെ കൺസെപ്റ്റ് ഇതാണ്, ടി പ്രപ്പോർഷണൽ ടു റൂട്ട് എൽ. ദാറ്റ്സ് വൈ ഡെൽറ്റ ടി ബൈ ടി ഈക്വൽ ടു 1/2 ടൈംസ് ഡെൽറ്റ എൽ ബൈ എൽ. ഈ ഡെൽറ്റ എൽ ബൈ എൽ ആണ് തെർമൽ സ്ട്രെയിൻ. ബട്ട് വി ഹാവ് സ്റ്റഡീഡ് തെർമൽ സ്ട്രെയിൻ ഡെൽറ്റ എൽ ബൈ എൽ ഇസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ തീറ്റ. That is delta t by t equal to half alpha delta theta. ഇതിൽ തന്നെ ഡെൽറ്റ ടി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ തീറ്റ മാത്രം യൂസ് ചെയ്താൽ മതിയാവും. കാരണം ഇൻ എ ഡേ ടി ഈസ് ഫിക്സഡ്, ലൂസസ് ഇൻ എ ഡേ, ഗെയിൻസ് ഇൻ എ ഡേ. അപ്പോൾ ടി ഈസ് എ കോൺസ്റ്റന്റ്, ആൽഫ ഹാഫ് ഒക്കെ കോൺസ്റ്റൻസ് ആണ്. ഡെൽറ്റ ടി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ തീറ്റയാണ് അല്ലേ. അപ്പോൾ പെൻഡുലം ക്ലോക്ക് ലൂസസ് 12 സെക്കൻഡ്സ് എ ഡേ ഇഫ് ടെമ്പറേച്ചർ ഈസ് 40 ഡിഗ്രി. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് ലൂസ് ചെയ്യുക. അപ്പോൾ ആദ്യം ടെമ്പറേച്ചർ ഇതിനേക്കാൾ കുറവായിരുന്നു. ഓക്കെ, ആദ്യത്തെ ടെമ്പറേച്ചർ അപ്പോൾ ഇതിനേക്കാൾ കുറവായിരുന്നു. അപ്പോൾ ആദ്യത്തെ ടെമ്പറേച്ചർ തീറ്റയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഫൈനൽ ടെമ്പറേച്ചർ 40 ആണ്, ഇനീഷ്യൽ ടെമ്പറേച്ചർ തീറ്റയാണ്. 40 മൈനസ് തീറ്റ പ്രൊപ്പോർഷണൽ ടു 12 ആണ്. അടുത്തത് ഗെയിൻസ് 4 സെക്കൻഡ്, 4 സെക്കൻഡ് ഗെയിൻ ചെയ്തു ഇഫ് ടെമ്പറേച്ചർ ഇസ് 20 ഡിഗ്രി. അപ്പോൾ ആദ്യത്തെ ടെമ്പറേച്ചർ എത്രയാണ്? 20 ആയിരുന്നു. പിന്നെ ടെമ്പറേച്ചർ കൂടി തീറ്റ ആയതാണ്. അപ്പോൾ ഫൈനൽ ടെമ്പറേച്ചർ തീറ്റയാണ്. തീറ്റ മൈനസ് 20 പ്രൊപ്പോർഷണൽ, ദാറ്റ് ഈസ് 40 മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് 20 ഈക്വൽ ടു റേഷ്യോ എടുക്കുമ്പോൾ 3 എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് 3 തീറ്റ മൈനസ് 60 ഈക്വൽ ടു 40 മൈനസ് തീറ്റ. ദാറ്റ് ഈസ് 3 തീറ്റ മൈനസ് തീറ്റ കംസ് ടു ദ ലെഫ്റ്റ്, 4 തീറ്റ ഈക്വൽ ടു 100 and theta equal to 25. അപ്പോൾ ആൻസർ സി അല്ല, എ ആണ്, 25. ഇനി അതിൽ നിന്ന് ഈ ആൽഫയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഡെൽറ്റ ടി ബൈ ടി ഈക്വൽ ടു ഹാഫ് ആൽഫ ഡെൽറ്റ ടി അല്ലേ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഏതെങ്കിലും ഒരെണ്ണത്തിൽ. ഇപ്പോൾ 12 ആണെങ്കിൽ 12 divided by t in one day. How many seconds are there? 86,400 seconds. That is equal to 1/2 into alpha into delta theta. 12 എന്ന് പറയുന്നതിന് ഡെൽറ്റ തീറ്റ എത്രയാണ്? 40-ഉം 40-ൽ നിന്ന് 25 കുറയ്ക്കുക, 15 ഡിഗ്രി. അപ്പോൾ ഇൻറ്റു 15 ആൻഡ് ഫൈൻഡ് ആൽഫ ആൻഡ് യു വിൽ ഗെറ്റ് ദാറ്റ് ആൻസർ ആസ് എ. അങ്ങനെ 25-ൽ ഒരു ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെയാണ് ആൽഫ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റോഡ് CD of thermal resistance 10 kilowatt raised to -1. Thermal resistance എന്താണ് thermal resistance? Thermal resistance എന്നോട് പറയാം. Thermal resistance, concept of thermal resistance is proportional to electrical resistance. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് റോ എൽ ബൈ എ ആണ്. അതേപോലെ തന്നെയാണ് തെർമൽ റെസിസ്റ്റൻസ്. തെർമൽ റെസിസ്റ്റൻസ് ആർ തെർമൽ ഇസ് ഈക്വൽ ടു റെസിസ്റ്റൻസിന്റെ ഫോർമുല റോ റെസിസ്റ്റിവിറ്റി ആണ്, റോ എൽ ബൈ എ. റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ. അത് തന്നെയാണ് ഇവിടെ റോ എൽ ബൈ എ. റോ എൽ ബൈ എ, ആ റോ ആണ് 1/σ. സോ എൽ ബൈ സിഗ്മ, സിഗ്മയാണ് ഇവിടെ കെ എന്ന് വിളിക്കുക, എൽ ബൈ കെ എ. സിഗ്മയാണ് കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റിക്ക് നോർമലി NCERT-ലൊക്കെ തന്നിരിക്കുന്ന ലെറ്റർ കെ ആണ്. എൽ ബൈ കെ എ ആണ് തെർമൽ റെസിസ്റ്റൻസ്. തെർമൽ റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ടാണ് എല്ലാ മെറ്റൽസും നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടറും അതേപോലെ തന്നെ നല്ല തെർമൽ കണ്ടക്ടറും ആകുന്നത്. അപ്പോൾ തെർമൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു എൽ ബൈ കെ എ.
Okay, so a rod of thermal resistance 10 0.0 kilowatt raised to -1 is joined at the middle of an identical rod AB as shown in figure. അപ്പോൾ A, B, D are maintained at given temperatures. Heat current in CD is P watt. CD-യിലുള്ള ഹീറ്റ് കറണ്ട് എത്ര എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ജംഗ്ഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ജംഗ്ഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കൂ, ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഹീറ്റ് കറണ്ട് ഇൻ സി ഡി ആണ് ഒരു പാർട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത്. റോഡ് സി ഡി, ഇതിന് 10 ആണ് തെർമൽ റെസിസ്റ്റൻസ്. 10 യൂണിറ്റ്സ് ആണ് തെർമൽ റെസിസ്റ്റൻസ്. ഇനി ജോയിൻഡ് അറ്റ് മിഡിൽ ഓഫ് ഐഡന്റിക്കൽ റോഡ് എ ബി ഫുള്ള് 10 ആണ്. അപ്പോൾ ഈ പാർട്ട് 5 ആയിരിക്കും. അപ്പോൾ ഇത് 5, എ തൊട്ട് ഈ ടി വരെ 5ഉം ടി തൊട്ട് ബി വരെ 5ഉം ആയിരിക്കും. ഓക്കെ, തെർമൽ റെസിസ്റ്റൻസ്. കറണ്ട് ഇലക്ട്രിസിറ്റിയിലൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ ആ ജംഗ്ഷൻ ടെമ്പറേച്ചർ, ഒരു നോഡിലത്തെ ടെമ്പറേച്ചർ കാണാൻ വേണ്ടി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഉപയോഗിക്കുന്നത് എങ്ങനെ? ടി മൈനസ് 200 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് പ്ലസ് ടി മൈനസ് 125 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് പ്ലസ് ടി മൈനസ് 100 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് ത്രൂ ഔട്ട് ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2t മൈനസ് 400 ഫസ്റ്റ് ടേമിൽ കിട്ടി. പ്ലസ് അടുത്തത് അങ്ങനെ തന്നെ എഴുതാം, അടുത്തതിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഈക്വൽ ടു 0 എന്ന് എഴുതാം. കാരണം ഡിനോമിനേറ്റർ ഒക്കെ 10 ആക്കി മാറ്റി. ഞാനിപ്പോൾ ഡിനോമിനേറ്റർ എല്ലാം കോമൺ ആക്കി 10 ആക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി ഇവിടെ 2 കൊണ്ടും ഇവിടെ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ത്രൂ ഔട്ട് ഇതിലും കൂടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ. ഓക്കെ, ഡിനോമിനേറ്റർ കോമൺ ആക്കുന്നതിന് വേണ്ടി. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഇത് കൊണ്ടുപോയപ്പോൾ 0 ആയി, റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയിരുന്നു. അപ്പോൾ 2t പ്ലസ് ടി 3t പ്ലസ് 2t 5t. അപ്പോൾ 2 4 1 5 5t. ഇത് എത്രയാണ് വരിക? 200ഉം 400ഉം 600. 400 200 600 125, 600ഉം 100 725, 725. അപ്പോൾ t ഈക്വൽ ടു 725 ഡിവൈഡഡ് ബൈ 5. 14 5 70 145. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 145 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടി. ജംഗ്ഷൻ ടെമ്പറേച്ചർ 145 ആണ്. അതൊന്നുമല്ല നമ്മളോട് ചോദിച്ചത്, വാട്ട് ഈസ് ദ ഹീറ്റ് കറണ്ട് ഇൻ സി ഡി? ഹീറ്റ് കറണ്ടിന്റെ ഫോർമുല എന്താണ്? ഹീറ്റ് കറണ്ട്, ഹീറ്റ് പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു കെ എ ഡെൽറ്റ ടി ബൈ എൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ എൽ ബൈ കെ എ ആണ്. ദാറ്റ് ഈസ് ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ എൽ ബൈ കെ എ ആണ് ആർ. സോ ഹീറ്റ് കറണ്ട് എച്ച് ബൈ ടി ഈക്വൽസ് ഡെൽറ്റ ടി. സി ഡിയിലത്തെ ഡെൽറ്റ ടി എത്രയാണ്? ഡെൽറ്റ ടി നോക്കൂ, 145 മൈനസ് 125 ഡിവൈഡഡ് ബൈ, ആ റെസിസ്റ്റൻസ് 5 അല്ല 10 ആണ്. അപ്പം 145 മൈനസ് 125 എത്ര? 125ഉം 20ഉമാണ്. 20 ബൈ 10 2 ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ 2 ആയിരിക്കും. ഇൻറ്റിജർ ടൈപ്പ് ആണ്, കറക്റ്റ് ആൻസർ 2. മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ടോ? ഓക്കെ ആണോ? തെർമൽ റെസിസ്റ്റൻസിന്റെ കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്തത്. Thermal resistance and heat current. Concept of thermal resistance as well as heat current. ഇതാണ് thermal resistance in the formula L divided by Ka, where L is the length, K thermal conductivity, A area of cross section. Heat current in the formula എന്താണ്? Heat per second is equal to Ka delta T by L. എന്താണ് ഈ delta T by L? അതാണ് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്. ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് dt by dx. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതാം, dq by dt, heat current is equal to Ka into dt by dx, where dt by dx is the temperature gradient, dq by dt is the heat current, K thermal conductivity, A area of cross section. അപ്പോൾ ഇത് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ സെക്കൻഡ് ഇയറിലത്തെ ടോപ്പിക്കിലെ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഇതുപോലത്തെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ യൂസ് ചെയ്തിരുന്നു, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ് അത് യൂസ് ചെയ്തത് പോലെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 metallic blocks M1 and M2 of same cross section are connected to each other as shown in figure. If the thermal conductivity of M2 is K, then thermal conductivity of M1 will be. M2-ൻ്റെത് K ആണെങ്കിൽ M1-ൻ്റെത് എത്രയാണ്? അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റിൽ ഹീറ്റ് ഒരെൻഡിൽ ഹോട്ടും ഒരെൻഡ് കോൾഡുമാക്കി വെക്കുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ തുടങ്ങും. അങ്ങനെ സ്റ്റഡി സ്റ്റേറ്റ് എത്തുമ്പോൾ
ഹീറ്റ് ഫ്ലോയിങ് പെർ സെക്കൻഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോഴത്തെ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്താണ് ഈ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്? അതിലൊരു ഭാഗത്ത് ഇവിടെ മിസ്സിംഗ് ആണ്, അത് 80 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 80 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് ഉള്ളത്. ഓക്കെ, ഒരു ഭാഗത്ത് 100 ഡിഗ്രി ഉണ്ട്, ഒരു ഭാഗത്ത് 0 ഡിഗ്രി ഉണ്ട്. ജംഗ്ഷനില്ല, നോഡിലത്തെ ടെമ്പറേച്ചർ 80 ഡിഗ്രിയാണ്. ഇത്രയും കൂടി അതിലുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റഡി സ്റ്റേറ്റിൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഡിഫറൻസ് എത്രയാണ്? 20/16 ആണ്. ഇവിടെ ഡിഫറൻസോ 80/8 ആയിരിക്കണം. ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ 20/16 എന്ന് പറയുന്നത് തന്നെ ആയിരിക്കണം 80/8 ടെക്നിക്കലി. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തെർമൽ കണ്ടക്ടിവിറ്റിയാണ്. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റിൽ റേറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ ഈ ഒന്നാമത്തെ ബ്ലോക്കിൽ കൂടി 1 സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ഹീറ്റും രണ്ടാമത്തെ ബ്ലോക്കിൽ കൂടി 1 സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ഹീറ്റും സെയിം ആയിരിക്കണം. ഒന്നാമത്തെ ബ്ലോക്കിൽ ഹീറ്റിൻ്റെ ഫോമിൽ ആദ്യം ഒന്ന് എഴുതട്ടെ. ഹീറ്റ് പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു KA ഡെൽറ്റ T ഡിവൈഡഡ് ബൈ ഡെൽറ്റ X. ഈ ഹീറ്റ് പെർ സെക്കൻഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം അല്ലേ? ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഓൾറെഡി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ K1 A1 സെയിം ആണല്ലോ, ഏരിയ സെയിം ആണ്, ഇൻറ്റു ഡെൽറ്റ T1 ബൈ ഡെൽറ്റ X1 that is equal to K2 into delta T2 by delta X2. K1 ആണ് കണ്ടുപിടിക്കേണ്ടത്. K1 into delta T1 20 divided by 16 equal to K2 if thermal conductivity of M2 is K. K2 ന് K എന്ന് എഴുതിയാൽ മതി. into delta T2 80 and 0 80 divided by 8. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാം. ദെൻ K1 is equal to എത്ര കിട്ടുക? K into 80/8 10 into 16 divided by 20. Here 2 comes, that is 8K. So correct answer is option B, 8K. ഇതാണ് മെത്തേഡ്. Okay, അപ്പോൾ K delta T by delta X is a constant, is the concept used. Heat current, heat per second equal to Ka delta T by delta X. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 9. To thin metallic spherical shells of radii R1 and R2, R1 less than R2, are placed with their centers coinciding. A material of thermal conductivity K is filled in the space between the shells. The inner shell is maintained at temperature θ1 and outer shell at temperature θ2, θ1 less than θ2. Inner shell maintained at θ1. അപ്പോൾ രണ്ട് ഷെല്ലുകളെ ആദ്യം വരച്ചു വയ്ക്കാം. 2 shells like this. That's the outer shell and this is the inner shell. R1 less than R2. Inner one R1, outer one R2. R1, outer one R2. Maintained centers coinciding. Dielectric, material thermal conductivity K filled in between. Inner shell maintained at θ1. So inner shell θ1, outer shell θ2. θ2 greater. So heat current flows from outer shell to inner shell. Radially. Then what is the rate of heat flow? ഇപ്പോൾ ഇവിടെ ഏരിയ ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. കാരണം ഹീറ്റ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഏരിയ പെർപെൻഡിക്കുലർ ടു ദി ഫ്ലോ ഓഫ് ദി ഹീറ്റ് കറണ്ട് വിൽ ഡിക്രീസ് അല്ലേ, ഏരിയ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്കൊരു കാൽക്കുലസ് മെത്തേഡ് യൂസ് ചെയ്യണം. അതിനുവേണ്ടി ഒരു ചെറിയ സ്ട്രിപ്പ് എടുക്കുക, ഒരു ഷെൽ എടുക്കുക, ഒരു തിക്ക് സ്ഫെറിക്കൽ ഷെല്ലിനെ എടുക്കുക. അതിൻ്റെ തിക്നെസ്സിന് dx എന്ന് കൊടുക്കാം, അതിൻ്റെ റേഡിയസിന് x എന്ന് കൊടുക്കാം. x റേഡിയസ് ഉള്ള, dx തിക്നെസ് ഉള്ള, റേഡിയൽ ഡിസ്റ്റൻസ് ഉള്ള, dx തിക്നെസ് ഉള്ള ഒരു ചെറിയ പാർട്ട് എടുക്കുക. അതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് dt ആണ്. അപ്പോൾ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഓവർ ദാറ്റ് ഫിലമെൻറ്റ് എലമെൻറ്റ് ഈസ് dt/dx. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും അതിലെ ഹീറ്റ് കറണ്ട്, അതിൽ കൂടിയുള്ള ഹീറ്റ് കറണ്ട്
dq ഡിവൈഡഡ് ബൈ dt ഈക്വൽ ടു തെർമൽ കണ്ടക്ടിവിറ്റി k ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, k ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറയുന്നത് ഹീറ്റ് കറണ്ടിന് പെർപെൻഡിക്കുലർ ആയ ഏരിയ ആണ്. ഇവിടെ അത് സ്ഫിയർ ആയതുകൊണ്ട് സർഫസ് ഏരിയ ഫോർ സ്ഫിയർ 4πx². ആ ഷെല്ലിൻ്റെ റേഡിയസ് x ആണ്. ഓക്കെ, കെ എ. ഇനി ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് dt ഡിവൈഡഡ് ബൈ dx. ഇതാണ് ഫോർമുല. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? dq ബൈ dt ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം? dq ബൈ dt. dq ബൈ dt ആണ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ്. ഈ dq ബൈ dt ആണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? അപ്പോൾ അതിനെ അവിടെ നിർത്താം. 4πk അവിടെ നിൽക്കട്ടെ, dt ലെഫ്റ്റ് സൈഡിൽ dq ബൈ dt അവിടെ നിന്നോട്ടെ. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. dq ബൈ dt ഈസ് എ കോൺസ്റ്റന്റ് സ്റ്റഡി സ്റ്റേറ്റിൽ. അപ്പോൾ അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി dx ഇവിടെ വരാം, 1/x² വരാം, അല്ലേ? dx 1/x² dx കറക്റ്റ് അല്ലേ? ഇനി രണ്ട് ഭാഗത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇവിടെ നമുക്ക് കിട്ടുക 4πk ഇൻറ്റു ഇൻ്റഗ്രൽ dt ഡെൽറ്റ ടി ആണ്. എവിടെ മുതൽ എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? തീറ്റ 1 ടു തീറ്റ 2, തീറ്റ 2 ടു തീറ്റ 1, അല്ലേ? തീറ്റ 2 ടു തീറ്റ 1 ആണ്. തീറ്റ 2വിൽ നിന്ന് തീറ്റ 1ലേക്കാണ്. സോ തീറ്റ 2 മൈനസ് തീറ്റ 1, തീറ്റ 2 മൈനസ് തീറ്റ 1, അല്ലേ? 4πk തീറ്റ 2 മൈനസ് തീറ്റ 1. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ dq ബൈ dt അവിടെ തന്നെ കിടക്കട്ടെ. ഇൻ്റഗ്രൽ 1/x² dx എന്താണ്? ഇൻ്റഗ്രൽ x റൈസ് ടു -2 dx എന്താണ്? x റൈസ് ടു -2 പ്ലസ് 1 ബൈ -2 പ്ലസ് 1, ദാറ്റ് ഈസ് -1 ബൈ -1 -1/x. അപ്പോൾ ഇവിടെ ഒരു -1/x വരും. എവിടെ മുതൽ എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? R2 മുതൽ R1 വരെ. അത് തിരിച്ചെഴുതിയാൽ മതി. R1 ടു R2 എന്ന് എഴുതാം. R1 ടു R2 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 1/R1 മൈനസ് 1/R2. 1/R1 മൈനസ് 1/R2 ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുക, അല്ലേ? അപ്പോൾ dq ബൈ dt ഈക്വൽ ടു 4πk തീറ്റ 2 മൈനസ് തീറ്റ 1 ഇൻറ്റു ഇവിടെ LCM എടുക്കാം. R1 R2 ന്യൂമറേറ്ററിൽ R2 മൈനസ് R1 dq ബൈ dt. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. 4πk തീറ്റ 2 മൈനസ് തീറ്റ 1. That is dq by dt is equal to what? 4πk theta 2 minus theta 1 divided by R2 minus R1. Numerator ഒരു R1 R2 വരും. ഇത് റെസിപ്രോക്കൽ എഴുതുന്നു. അപ്പോൾ കറക്റ്റ് ആൻസർ 4πk theta 2 minus theta 1 R1 R2 by R2 minus R1. കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ഉണ്ട്. സോ സി ഇസ് ദി റൈറ്റ് ചോയ്സ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് എന്താണ്? ഒരു കാൽക്കുലസ് ഉപയോഗിക്കാനുള്ള കാരണം എന്താ? ഏരിയ ഡിഫേഴ്സ് ഫ്രം സർഫസ് ഓഫ് ഇന്നർ ഷെൽ ടു സർഫസ് ഓഫ് ഔട്ടർ ഷെൽ. സ്റ്റഡി സ്റ്റേറ്റിൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് പക്ഷേ കോൺസ്റ്റൻ്റ് ആണ്. അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുല ഹീറ്റ് കറണ്ടിൻ്റെ ഫോർമുല. അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 10. Two identical metal wires of thermal conductivities K1 and K2 respectively connected in series. Effective thermal conductivity of the series combination. രണ്ട് മെറ്റൽ വയേഴ്സിനെ സീരീസിൽ കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈക്വൽ ടു R1 പ്ലസ് R2. ഇലക്ട്രിക്കൽ ആയാലും തെർമൽ ആയാലും എല്ലാം ഒരേപോലെ തന്നെ സോൾവ് ചെയ്യാം. ഇക്വിവാലന്റ് റെസിസ്റ്റൻസ് R1 പ്ലസ് R2 ആണ്. ഓക്കെ, R1 തെർമൽ റെസിസ്റ്റൻസ് ആണ്. L/Ka, L1 divided by K1 A1. Two identical metal wires, they have same length and same area. അതുകൊണ്ട് ഓപ്ഷൻസിൽ ലെങ്തോ ഏരിയയോ ഒന്നും കാണുന്നില്ലാത്തത് കൊണ്ട് സെയിം ലെങ്ത് സെയിം ഏരിയ എന്ന് എടുക്കാം. പ്ലസ് R2 എന്താണ്? L ഡിവൈഡഡ് ബൈ K2A. R ഇക്വിവാലന്റ് എന്തായിരിക്കും? രണ്ടും സീരീസിൽ വരുമ്പോൾ ടോട്ടൽ ലെങ്ത് എഫക്റ്റീവ് ലെങ്ത് 2L ആവണമല്ലോ. ഡിവൈഡഡ് ബൈ K ഇക്വിവാലന്റ് ഇൻറ്റു ഏരിയയ്ക്ക് മാറ്റം ഉണ്ടാവില്ല. സീരീസിൽ ഐഡന്റിക്കൽ വയേഴ്സിനെ ചേർത്ത് ഒരു കോമ്പോസിറ്റ് റോഡ് പോലെ ആക്കിയാൽ അതിൻ്റെ എഫക്റ്റീവ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം ആയിരിക്കും, മാറുന്നില്ല. പക്ഷെ ലെങ്ത് ഡബിൾ ആയിട്ടുണ്ട്. അതിൽ തന്നെ എല്ലും എയും ത്രൂ ഔട്ട് ക്യാൻസൽ ചെയ്യാം. സോ നിങ്ങൾക്ക് കിട്ടുക 1/K
K equivalent equal to 1 by 2 into 1 by K1 plus 1 by K2 എന്നാണ്. That is 1 by 2 into LCM എടുത്താൽ K1 K2 അടിയിലുണ്ട്, മേലെ K1 plus K2 ഉണ്ട്, അതാണ് 1 by K equivalent. So K equivalent equal to 2 K1 K2 by K1 plus K2. ഇതാണ് ഹാർമോണിക് മീൻ. ഹാർമോണിക് മീൻ എന്ന് വിളിക്കുക. ഹാർമോണിക് മീൻ ഓഫ് K1 and K2 ആണ് 2 K1 K2 by K1 plus K2. ഓക്കെ, ഇതിനൊരു ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. ഇനി 3 ഉണ്ടെങ്കിലോ 4 ഉണ്ടെങ്കിലോ ഒക്കെ ഉപയോഗിക്കാം. N divided by K equivalent equal to 1 by K1 plus 1 by K2 plus etc. n times അപ്ലൈ ചെയ്യാം. ഇത് സീരീസ് ആണെങ്കിലാണ്. പാരലൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ പ്രൊസീഡ് ചെയ്താൽ കിട്ടുക അരിത്തമെറ്റിക് മീനാണ്. പാരലൽ ആയിരിക്കുമ്പോൾ ഇത് രണ്ടും സീരീസ് ആണ്. ഒപ്പം പാരലൽ കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. പാരലൽ ആയിരുന്നെങ്കിൽ ഏരിയ ആണ് ഡബിൾ ആവുക, ലെങ്ത് സെയിം ആയിരിക്കും. കാരണം ഒരു വയറിന്റെ മുകളിൽ സൈഡ് ബൈ സൈഡ് ആയിട്ടാണ് അടുത്ത വയറിനെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ ഏരിയ 2A. അങ്ങനെ വരുമ്പോൾ യു വിൽ ഗെറ്റ് അരിത്തമെറ്റിക് മീൻ. K equivalent equal to K1 plus K2 by 2. So parallel K1 plus K2 by 2, series 2 K1 K2 by K1 plus K2. രണ്ടാണെങ്കിൽ, ഇനി കൂടുതലെണ്ണം ഉണ്ടെങ്കിലും അരിത്തമെറ്റിക് മീൻ ഉപയോഗിക്കാം. പാരലൽ ആണെങ്കിൽ, സീരീസ് ആണെങ്കിൽ ഹാർമോണിക് മീൻ. അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തതാണ്. പാരലൽ റേസ് ഓഫ് ലൈറ്റ് ഓഫ് intensity watt per meter square, power per area ആണ് intensity 912. Incident on spherical black body kept in surroundings of temperature 300 Kelvin. Stefan's constant given. Assume that energy exchange with the surroundings is only through radiation. Final steady state temperature of the black body will be close to. അപ്പോൾ പാരലൽ റേസ് ഓഫ് ലൈറ്റ് ആണ്. പാരലൽ റേസ് ഓഫ് ലൈറ്റ് വരുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു എഫക്റ്റീവ് ക്രോസ് സെക്ഷൻ ഇൻഫിനിറ്റിയിൽ നിന്ന് വരുമ്പോൾ അതൊരു ഗിവൺ ഏരിയയിൽ ഉണ്ടാക്കുന്ന എഫക്റ്റീവ് ക്രോസ് സെക്ഷൻ സർക്കുലർ ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ ഇന്റൻസിറ്റി? 912. ഇന്റൻസിറ്റി 912. അപ്പോൾ എത്ര ഇന്റൻസിറ്റിയാണ് റിസീവ് ചെയ്യുക? എത്ര പവറാണ് റിസീവ് ചെയ്യുക? Intensity is equal to power per unit area. So power received is equal to intensity into area. So power received equal to intensity into area. Received area pi r square ആണ്. ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ലൈറ്റ് പാരലൽ ആണ്. And that is equal to received power is equal to absorbed power. Falling power is equal to absorbed power. അപ്പോൾ എന്തായിരിക്കും? absorbed power ആണ് സ്റ്റീഫാൻസ് ലോ വഴി നമുക്ക് എഴുതാൻ പറ്റുക. absorbed പവറിന്റെ ഫോർമുല എന്താണ്? Sigma into T raised to 4 minus T0 raised to 4 into സർഫസിന്റെ ഷേപ്പ് ഇൻസിഡന്റ് ഓൺ സ്ഫെറിക്കൽ ബ്ലാക്ക് ബോഡി ആയതുകൊണ്ട് അത് 4 pi r square. ഓക്കെ, അപ്പോൾ സിഗ്മ ഇൻറ്റു T raised to 4 minus T0 raised to 4 into 4 pi r square. Yes, pi gets cancelled. We have to find out T. T0 is given surrounding temperature 300 Kelvin. So intensity 912 into r square also gets cancelled. So 912 is equal to sigma 5.7 into 10 to the power minus 8 into T raised to 4 minus 300 raised to 4 into 4. Okay, ഇത് വർക്കൗട്ട് ചെയ്താൽ ഇങ്ങനെ എഴുതാം. T raised to 4 minus 300 raised to 4 equal to 912 divided by 5.7 into 10 to the power minus 8 into 4. Okay, this can be written as T raised to 4 is equal to 300 raised to 4 plus 912 divided by 5.7 into 10 to the power of minus 8 into 4. This one can be written as 300 raised to 4 912 divided by 7 4 28 2 5 4 20 22. അപ്പോൾ 22.8 T raised to 4. ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് T can be found out to be 330 Kelvin. Is the correct answer? You can check it out on calculations. Next one, 12.
Two spheres of same material have radii 1 meter, 4 meter, temperature 4000 Kelvin, 2000 Kelvin respectively. Ratio of energy radiated per second by first sphere to that of the second one. Energy radiated per second. Stefan's law can be used. Energy per area per time is equal to sigma T raised to 4 for a black body whose emissivity is 1. So energy proportional to energy per second proportional to A T raised to 4 because sigma Stefan's constant is a constant. ഇതിനെ ഞാൻ rate R എന്ന് വിളിക്കാം. That is R rate ആണ് energy per second, rate power proportional to AT raised to 4. A 4 pi R square ആണ് spheres ആയതുകൊണ്ട്. അപ്പോൾ R square T raised to 4 ആണ്. So R1 by R2 equals R1 by R2, radius ratio 1 by 4. Don't forget to square. Temperature 4 divided by 2. അത് raised to 4 ആണ്. 4000 by 2000 ആണ്. 4 by 2 എന്ന് ഞാൻ എഴുതിയിട്ടുള്ളൂ. That is 1 by 16 into 4 into 4 16. 16 into 16 വേണം. 256 വേണം. 2 into 2 4. 4 into 4 വേണം. അതിലൊരു 16 cancel ആയി. 16 cancel ആയി. You will get 1:1. So correct answer is option A, 1:1. Okay, that's very good question and important one. Okay, Stefan's law. Energy per unit area per time is equal to sigma T raised to 4 for a black body whose emissivity is 1. For white bodies emissivity is 0 and for grey bodies emissivity lie between 0 and 1. അടുത്ത question നോക്കാം. Temperature of sun were to increase from T to 2T, radius R to 2R, ratio of radiant energy received. ഇതും ഇപ്പോൾ ചെയ്തിരുന്നത് പോലെ തന്നെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. Temperature T to 2T, temperature doubled and radius also doubled. When temperature doubled, T raised to 4, 2 raised to 4 comes. 2 raised to 4 is 16. Now when radius doubled, R square comes. 2 raised to 2, 4. So 16 into 4, 64. So correct answer is option D. Once again, energy proportional to or intensity proportional to R square T raised to 4. Okay, that is E dash by E equals R dash by R into T dash by T, R dash by R square, T dash by T raised to 4. So here 2 raised to 2. There also 2 but raised to 4. That is 2 raised to 6. That is 64. Correct answer is 64. Stefan's law again. Assuming sun to be a spherical body, radius R, temperature T Kelvin, value of total radiant power incident on earth at distance R from sun. Spherical body, sun is a spherical body, its radius is R, and sun is source, temperature T Kelvin. Evaluate total radiant power incident on earth at a distance R from sun. സണ്ണിൽ നിന്ന് R ഡിസ്റ്റൻസിൽ പിന്നെ എന്താണ് R0 is the radius of earth എന്ന് പറഞ്ഞിട്ടുണ്ട്. R0 ആണ് radius of earth and sigma Stefan's constant. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടോട്ടൽ റേഡിയൻറ്റ് പവറാണ്. പവർ പെർ യൂണിറ്റ് ഏരിയ ഇൻറ്റു ഏരിയ ഓഫ് സർഫസ് വെയർ ഇറ്റ് ഫോൾസ്. എഫക്റ്റീവ് ഏരിയ എർത്തിൻ്റെ ടോട്ടൽ ഏരിയ 4 pi R square ആണെങ്കിലും അതിൽ ഒരേ സമയം ഈ ലൈറ്റ് വന്ന് വീഴുന്ന ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സർക്കുലറാണ്. അപ്പോൾ എഫക്റ്റീവ് ക്രോസ് സെക്ഷൻ ഈ ഒരു ഹെമിസ്ഫിയറിലാണ് വന്ന് വീഴുക. അപ്പോൾ ലൈറ്റ് നോർമലായി വന്ന് വീഴുന്നതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്ന ഏരിയ, ഇതിൻ്റെ ഏരിയ പൈ R0 സ്ക്വയർ ആണ്. പവർ പെർ യൂണിറ്റ് ഏരിയ ഇൻറ്റു ഏരിയ, പവർ പെർ യൂണിറ്റ് ഏരിയ ഫാളിങ് ഇൻറ്റു ഏരിയ അബ്സോർബ് ചെയ്യുന്ന എഫക്റ്റീവ് ഏരിയ പൈ R0 സ്ക്വയർ ആണ്. അപ്പോൾ എന്താണ് ഈ പവർ പെർ യൂണിറ്റ് ഏരിയ?
റേഡിയൻ പവർ പെർ യൂണിറ്റ് ഏരിയ. അതിന് ഉപയോഗിക്കേണ്ടത് സിഗ്മ സ്റ്റെഫാൻസ് ലോ ആണ്. സ്റ്റെഫാൻസ് ലോ എന്താ പറയുന്നത്? എനർജി ഏരിയ 4π, സണ്ണിന്റെ സർഫസ് ഏരിയ 4πr² ആണ്. 4πr² സിഗ്മ ടി റൈസ് ടു 4, 4πr² സിഗ്മ ടി റൈസ് ടു 4 ആണ് എമിറ്റ് ചെയ്യുന്ന ഹീറ്റ്. പവർ പെർ യൂണിറ്റ് ഏരിയ വേണം നമുക്ക്. ഇതാണ് പവർ. പവർ മീൻസ് വാട്ട്? എനർജി പെർ ടൈം. എനർജി പെർ ടൈം ഈക്വൽ ടു സിഗ്മ ഏരിയ ടി റൈസ് ടു 4 ആണ്. അപ്പൊ ഇത് എനർജി പെർ ടൈം ആണ്, പവർ പെർ യൂണിറ്റ് ഏരിയ. അപ്പൊ നമുക്ക് വേണ്ടത് ഇത് പവർ ആണ്. ബട്ട് വാട്ട് ഈസ് പവർ പെർ യൂണിറ്റ് ഏരിയ? ദാറ്റ് ഈസ് സിഗ്മ എ ടി റൈസ് ടു 4 ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഏരിയ എത്ര ഡിസ്റ്റൻസിലാണ്? ഡിസ്റ്റൻസ് r ആണ്. ഡിസ്റ്റൻസ് r ഫ്രം സൺ. അപ്പോൾ അത് 4πr² ആയിരിക്കണം. അപ്പോൾ ഇത് ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് 4π ക്യാപിറ്റൽ R² ആണ്. സണ്ണിന്റെ റേഡിയസ് ആണ് r. പവർ പെർ യൂണിറ്റ് ഏരിയ 4π സ്മോൾ r² ആയിരിക്കണം. പവർ പെർ യൂണിറ്റ് ഏരിയ സിഗ്മ r² ടി റൈസ് ടു 4/r² ഡിവൈഡഡ് ബൈ 4πr². ക്യാൻസൽ. ഇതാണ് പവർ പെർ യൂണിറ്റ് ഏരിയ ഇൻ ടു ഏരിയ ഓഫ് എർത്ത്, effective area over which it absorbs. So r² sigma t raised to 4, r² sigma t raised to 4 pi r0² divided by small r². Option C is the right answer. Power per unit area into area. നല്ല ഒരു കൺസെപ്റ്റ് ആണ്. ഏറെക്കുറെ ഇതേ കൺസെപ്റ്റിലുള്ള ഒരു ചോദ്യം കഴിഞ്ഞ വർഷം JEE അഡ്വാൻസിന് വന്നിരുന്നു. അപ്പൊ സണ്ണിന്റെ റേഡിയസ് ആണ് 6 എങ്കിൽ സൺ എമിറ്റ് ചെയ്യുന്ന എനർജിയാണ് പെർ ടൈം ആണ് സിഗ്മ എ ടി റൈസ് ടു 4. ഓക്കെ, അത് 6 ഡിസ്റ്റൻസിൽ എത്ര പവർ ഉണ്ടാക്കുന്നുണ്ട്? പവർ പെർ യൂണിറ്റ് ഏരിയ ആ ടോട്ടൽ ഏരിയ കൊണ്ട് 6 റേഡിയസ് ഉണ്ടാക്കുന്ന ഒരു ഇമാജിനറി സ്ഫിയർ എടുത്താൽ അതിന് ടോട്ടൽ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതുകൊണ്ടാണ് 4π ക്യാൻസൽ ആയത്. അപ്പോൾ r² ടി റൈസ് ടു 4/r² ഇൻറ്റു സിഗ്മയാണ് അത്. അതിനെ അബ്സോർബ് ചെയ്ത ഏരിയ, എർത്തിന്റെ സർഫസിൽ അബ്സോർബ് ചെയ്യുന്ന എഫക്റ്റീവ് ഏരിയ, ഈ ഹെമിസ്ഫിയർ 2πr² അല്ല എടുക്കേണ്ടത്, നോർമലായി ലൈറ്റ് വന്ന് വീഴുമ്പോൾ എഫക്റ്റീവ്. ഇതിലൊന്നും നോർമലായിട്ടല്ല, ഈ ടോട്ടൽ സർഫസ് ഏരിയ 2πr² ആണ്. അതിനെ നോർമലായി വരുന്ന ഫ്ലക്സിന് വേണ്ടി ഇന്റഗ്രേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഓൺലി πr0². അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വേരിയേഷൻ ഓഫ് റേഡിയന്റ് എനർജി എമിറ്റഡ് ബൈ സൺ. ഫിലമെന്റ് ഓഫ് ടങ്സ്റ്റൺ ലാമ്പ് ആൻഡ് വെൽഡിംഗ് ആർക്ക് ആസ് ഫങ്ഷൻസ് ഓഫ് ഇറ്റ് വേവ് ലെങ്ത് ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ y ആക്സിസിൽ എനർജിയാണ്, x ആക്സിസിൽ വേവ് ലെങ്ത് ആണ്. ഒരു ബ്ലാക്ക് ബോഡി ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ റേഡിയേറ്റ് ചെയ്യാൻ അനുവദിച്ചാൽ ആ ബ്ലാക്ക് ബോഡിയുടെ സർഫസിൽ നിന്നും അത് അബ്സോർബ് ചെയ്തിട്ടുള്ള, ഐഡിയൽ ആണെങ്കിൽ എല്ലാ റേഡിയേഷൻസിനെയും അത് എമിറ്റ് ചെയ്യുന്നതാണ്. ഏതൊക്കെ വേവ് ലെങ്തുകളെ അബ്സോർബ് ചെയ്തിരുന്നോ അതിനെ മുഴുവൻ എമിറ്റ് ചെയ്യും. പല വേവ് ലെങ്തുകൾക്ക് പല എനർജി ആയിരിക്കും. അതിൽ ഏറ്റവും എനർജി കൂടിയ വേവ് ലെങ്ത് ഒരു ഇന്റർമീഡിയറ്റ് വേവ് ലെങ്ത് നിങ്ങൾക്ക് ആ പിക്ചറിൽ ഗ്രാഫിൽ നിന്ന് കാണാം. ആദ്യം വേവ് ലെങ്ത് കൂടുമ്പോൾ എനർജി കൂടി, അങ്ങനെ എനർജി മാക്സിമത്തിലായി, പിന്നെയും വേവ് ലെങ്ത് തുടർന്നും കൂടുന്നു, പക്ഷേ എനർജി കുറയുന്നു. അപ്പോൾ എനർജി ആദ്യം ഇൻക്രീസ് ചെയ്യുന്നു, കൂടി മാക്സിമം ആവുന്നു, പിന്നെ കുറയുന്നു. ഓക്കെ, അങ്ങനെ 3 ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിൽ അതേ സോളിഡിനെ തന്നെ എക്സ്പെരിമെന്റ് ചെയ്താൽ സ്റ്റെഫാൻസ് ലോ പറയുന്നത് എനർജി പ്രൊപ്പോർഷണൽ ടു ടി റൈസ് ടു 4 എന്നാണ്. അതുകൊണ്ട് എനർജി ടെമ്പറേച്ചറിന്റെ 4th പവർ ആയതുകൊണ്ട് y ആക്സിസിൽ വളരെ വലിയ ഒരു ഷിഫ്റ്റ് ഒബ്സർവ് ചെയ്യാൻ കഴിയും. ഈ ഗ്രാഫ് ഒന്നും ഒരിക്കലും വെറുതെ ഒരു ഗ്രാഫാണ്, ഒരിക്കലും അത് സ്കെയിൽഡ് ഗ്രാഫ് അല്ല, സ്കിമാറ്റിക് ഗ്രാഫ് മാത്രമായിരിക്കും. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാൻ കഴിയില്ല. ചെറിയ ടെമ്പറേച്ചർ ചേഞ്ചിന് പോലും എനർജിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ വളരെ വലുതാണ്. അപ്പോൾ y ആക്സിസിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകും, അതാണ് സ്റ്റെഫാൻസ് ഷിഫ്റ്റ്. അതോടൊപ്പം വീൻസ് ലോ പറയുന്നത് ഈ എനർജിസ്റ്റ് റേഡിയേഷൻ്റെ വേവ് ലെങ്ത് ആ ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വീൻസ് ഷിഫ്റ്റ് കൂടി നോട്ട് ചെയ്യാൻ കഴിയും. ഈ ഗ്രാഫിൻ്റെ പീക്ക് നെഗറ്റീവ് x ആക്സിസിൽ, അതായത് വേവ് ലെങ്ത് കുറഞ്ഞ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായി കാണാം. അപ്പോൾ ഈ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഗ്രാഫിന് y ആക്സിസിൽ ഒരു വലിയ ഷിഫ്റ്റും നെഗറ്റീവ് x ആക്സിസിൽ ഒരു വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഷിഫ്റ്റും ഒരേ സമയം നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. ഇതാണ് സ്റ്റെഫാൻസ് ഷിഫ്റ്റും വീൻസ് ഷിഫ്റ്റും. ഇതിൽ y ആക്സിസിൽ ഉണ്ടാകുന്ന വലിയ സിഗ്നിഫിക്കൻറ്റ് ഷിഫ്റ്റാണ് സ്റ്റെഫാൻസ് ഷിഫ്റ്റ്. എന്നാൽ
എക്സ് ഡിറക്ഷനിൽ നെഗറ്റീവ് എക്സ് ഡിറക്ഷനിൽ ഉണ്ടാകുന്ന നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ട്. ആ ഷിഫ്റ്റാണ് വീൻ ഷിഫ്റ്റ്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് ഈ രണ്ട് ഷിഫ്റ്റുകളും നോട്ടീസ് ചെയ്യാം. സ്റ്റെഫാൻ ഷിഫ്റ്റ് ടെമ്പറേച്ചർ കൂടുമ്പോൾ വൈ ആക്സിസിലും പോസിറ്റീവ് വൈയിലും, വീൻ ഷിഫ്റ്റ് നെഗറ്റീവ് എക്സിലുമാണ് നോട്ടീസ് ചെയ്യേണ്ടത്. അത് പറയുമ്പോൾ തന്നെ അതതിൻ്റെ ബേസിക് തിയറി മാത്രമാണ്. അത് മനസ്സിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ആൻസർ വ്യക്തമായി കിട്ടും. T3 ആയിരിക്കും ഏറ്റവും വലിയ ടെമ്പറേച്ചർ. ഏറ്റവും വലിയ ടെമ്പറേച്ചർ T3 ആയിരിക്കും. അപ്പോൾ ഏതാണ് T3? ടെമ്പറേച്ചർ എമിറ്റഡ് ബൈ സൺ, അത് തന്നെയായിരിക്കും. അപ്പോൾ സൺ ടെമ്പറേച്ചർ ആണ് വലുത്, T3 ആണ് ഏറ്റവും വലുത്. പിന്നെ തൊട്ടടുത്ത വലിയ ടെമ്പറേച്ചർ ആണ് T2. തൊട്ടടുത്ത വലിയ ടെമ്പറേച്ചർ ആണ് T2. അതേതായിരിക്കും? തൊട്ടടുത്ത വലിയ ടെമ്പറേച്ചർ T2 ആണ് ഇതിൽ, ഈ ചിത്രത്തിൽ. അപ്പം T2 എന്തിൻ്റെതായിരിക്കും? ഇനി ഇത് വെൽഡിംഗ് ആർക്കും കമ്പയർ ചെയ്യേണ്ടത് ടങ്സ്റ്റൺ ഫിലമെൻറ്റുമാണ്. ടങ്സ്റ്റൺ ഫിലമെൻറ്റിനായിരിക്കണം വെൽഡിംഗ് ആർക്കിനേക്കാൾ ടെമ്പറേച്ചർ കുറവുണ്ടായിരിക്കും. ടങ്സ്റ്റൺ ഫിലമെൻറ്റ് മൂന്നാമത് വരണം. പക്ഷേ ടങ്സ്റ്റൺ ഫിലമെൻറ്റ് മൂന്നാമത് വരുന്നില്ല. അപ്പോൾ വെൽഡിംഗ് ആർക്കിനായിരുന്നിരിക്കണം ടെമ്പറേച്ചർ. ഇത് കമ്പയർ ചെയ്യണം നമുക്ക് ഈ മൂന്നിൻ്റെയും ടെമ്പറേച്ചറുകൾ. അപ്പോൾ ഇതിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നത് വെൽഡിംഗ് ആർക്കിനാണ് മൂന്നാമത് വരിക. അപ്പോൾ ഓപ്ഷൻ T3 ആണ് ഏറ്റവും വലിയ ടെമ്പറേച്ചർ. ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ T1 ആവണം. അങ്ങനെ വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി. T3, T2, T1. അപ്പോൾ T2 ആയിരിക്കും ടങ്സ്റ്റൺ ഫിലമെൻറ്റ്. ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ അപ്പോൾ ടങ്സ്റ്റൺ ഫിലമെൻറ്റിനേക്കാൾ കുറവാണ് വെൽഡിംഗ് ആർക്കിന്. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കണം അതിൽ കറക്റ്റ് ആൻസർ. ഓക്കെ, T3, T2, T1 ആ മുറയ്ക്ക് ആണ് വരിക. ഏറ്റവും ഉയരം കൂടുതലുള്ളത് T3, ഉയരം കൂടുതലുള്ള ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് കൂടുതലുണ്ട്. ഏറ്റവും ഉയരം കുറവുള്ളത് ലെഫ്റ്റിലേക്കുള്ള ഷിഫ്റ്റ് കുറവായിരിക്കും. അത് തന്നെയാണ് കമ്പയർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ സ്റ്റെഫാൻസ് ലോ ആൻഡ് വീൻസ് ലോ. വീൻസ് ലോ എന്ന് എഴുതാം, വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ഓർ വീൻസ് ലോ. Lambda m equal to a constant divided by t, where b stands for Wien's constant, 2.9 into 10 raised to minus 3 unit meter Kelvin. Lambda m proportional 1 by t. എന്താണ് ഈ ലാംഡ m stands for? ലാംഡ m എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എനർജസ്റ്റ് റേഡിയേഷൻ്റെ വേവ് ലെങ്താണ്. ഒരു ബ്ലാക്ക് ബോഡി ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ എമിറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന പല റേഡിയേഷൻസിന് പല എനർജി ആയിരിക്കും. എന്നാൽ അതിൽ ഏറ്റവും ഇൻറ്റൻസീവ് ആയ റേഡിയേഷൻ ഏതാണോ അതിൻ്റെ വേവ് ലെങ്ത് ആണ് ലാംഡ m. അത് ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി ആണ്. അതേ ബോഡിയുടെ ടെമ്പറേച്ചർ കൂട്ടിയാൽ ആ വേവ് ലെങ്ത് കുറയും. വീൻസ് ലോ പറയും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ 16ാമത്തേതാണ്. ബോഡി കൂൾസ് ഇൻ 7 minutes ഫ്രം 60 to 40. Temperature of surroundings is 10 degree. Temperature of body after next 7 minutes. ഒരു ബോഡി 60-ൽ നിന്ന് 40-ലേക്ക് 7 മിനിറ്റ് കൊണ്ടാണ് തണുക്കുന്നത്. ബോഡി കൂൾസ് ഇൻ 7 minutes ഫ്രം 60 degree to 40 degree. ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ്സ് 10 degree ആണെന്ന് മാറുന്നില്ല. ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി ആഫ്റ്റർ നെക്സ്റ്റ് 7 minutes. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുക ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. സറൗണ്ടിങ് ടെമ്പറേച്ചറും ഹോട്ട് ബോഡി ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസം കമ്പാരിറ്റീവ്ലി ചെറുതാണ്. ചെറിയ ചേഞ്ചുകൾക്ക് ഉപയോഗിക്കാൻ എപ്പോഴും സേഫ് ആയിട്ടുള്ളത് ന്യൂട്ടൺസ് ലോ ആണ്. പല ക്വസ്റ്റ്യൻസിലും അത് പറയാറുണ്ട്, യൂസ് ന്യൂട്ടൺസ് ലോ എന്ന്. ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ന്യൂട്ടൺസ് ലോ എന്താണ്? ജനറൽ ഫോം ഇതാണ്, ms dt2/dt. ന്യൂട്ടൺസ് ലോ വരുന്നിടത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാപ്സൂൾ ഫോമിലാണ്. ms dt2/dt is equal to k into t2 minus t1, where k is a proportionality constant, m is the mass of the hot body, s its specific heats, and dt2/dt is the rate of cooling. dt2/dt ആണ് rate of cooling. അതിൽ dt2 refers to what? dt2 എന്ന് പറയുന്നത് dt2 എന്ന് പറയുന്നത് fall in temperature of hot body. fall in temperature of hot body. പിന്നെ എന്താണ് ഈ T1? അത് സറൗണ്ടിങ് ടെമ്പറേച്ചർ, ഫിക്സഡ് ആണ്. T2 ഹോട്ട് ബോഡി ടെമ്പറേച്ചർ ആവറേജ് ഹോട്ട് ബോഡി ടെമ്പറേച്ചർ ആയിരിക്കണം T2. സറൗണ്ടിങ് ടെമ്പറേച്ചർ ആണ് T1. K is a proportionality constant. m into s തെർമൽ കപ്പാസിറ്റി എന്ന് വിളിക്കാം. ms നെ നമുക്ക് പൊതുവെ തെർമൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കാം. ഓക്കെ,
എം ഇൻറ്റു എസ് ഇസ് ഹീറ്റ് കപ്പാസിറ്റി ഓർ തെർമൽ കപ്പാസിറ്റി. ഇതിൽ എ ബോഡി കൂൾസ് എന്നാണ്. അപ്പോൾ തെർമൽ കപ്പാസിറ്റിക്ക് മാറ്റമില്ല, കോൺസ്റ്റന്റ് ആണ്. കെ ഈസ് ഓൾസോ അനദർ കോൺസ്റ്റന്റ്. പ്രൊപ്പോർഷണാലിറ്റി യൂസ് ചെയ്താൽ മതി. 7 മിനിറ്റ് ആണ് രണ്ട് കേസിൽ. ടിപ്പിക്കൽ കമ്പാരിസൺ ക്വസ്റ്റ്യൻ ആണ്. 7 മിനിറ്റ് ആയതുകൊണ്ട് ഡി ടി സെയിം ആണ്. ദാറ്റ് ഈസ് ഡി ടി ടു പ്രൊപ്പോർഷണൽ T2 മൈനസ് T1 മാത്രം എംപ്ലോയ് ചെയ്താൽ മതിയാവും. ആദ്യത്തെ ഡി ടി ടു 60-40 കുറഞ്ഞു, അത് 20 ആണ് ഫോളിംഗ് ടെമ്പറേച്ചർ. പ്രൊപ്പോർഷണൽ T2 60-40 ആവറേജ് 50 ആണ്, മൈനസ് സറൗണ്ടിങ് ടെമ്പറേച്ചർ 10 ആണ്. ഇക്വേഷൻ നമ്പർ 1. ഇത് തന്നെ രണ്ടാമത് അപ്ലൈ ചെയ്യും. ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി ആഫ്റ്റർ നെക്സ്റ്റ് 7 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഓൾറെഡി അത് 60-ൽ നിന്ന് 40-ലേക്ക് കുറഞ്ഞു. 40-ൽ നിന്ന് ഇനി എത്രയിലേക്കാണ് കുറയുക എന്നാണ് ചോദിച്ചത്, അല്ലേ? അപ്പോൾ എത്രയായിരിക്കും? ഇത് 60 മൈനസ് 40 ആണ് 20. അപ്പോൾ 40 മൈനസ് ടി ആണ്. 40 മൈനസ് തീറ്റ. 40 മൈനസ് തീറ്റ. പ്രൊപ്പോർഷണൽ എത്രയാണ്? ആവറേജ് 40 പ്ലസ് തീറ്റ ബൈ 2 മൈനസ് 10. അതിന് മാറ്റമില്ല. രണ്ടും കൂടി റേഷ്യോ എടുക്കാം. റേഷ്യോ എടുക്കുന്നതിന് മുമ്പ് ഇതിനെ ഒന്ന് 40 മൈനസ് തീറ്റ പ്രൊപ്പോർഷണൽ പിന്നെ എങ്ങനെ എഴുതാം? 40 പ്ലസ് തീറ്റ മൈനസ് 20 ബൈ 2 എന്ന് എഴുതാം, അല്ലേ? ഇനി രണ്ടും കൂടി റേഷ്യോ എടുക്കാം. ദാറ്റ് ഈസ് 20 ഡിവൈഡഡ് ബൈ 40 മൈനസ് തീറ്റ ഈക്വൽ ടു 50 മൈനസ് 10. 40 ഡിവൈഡഡ് ബൈ 40 പ്ലസ് തീറ്റ മൈനസ് 20. മുകളിൽ ഒരു 2 എഴുതാം, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എഴുതാം? ഈ 20യും 40യും കൂടി ഇവിടെ 2 ആവും. 40 പ്ലസ് തീറ്റ മൈനസ് 20 ഈക്വൽ ടു 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 40 160 മൈനസ് 4 തീറ്റ, അല്ലേ? ദാറ്റ് ഈസ് ഈ മൈനസ് 4 തീറ്റ എവിടെ വരാം? 5 തീറ്റ ഈക്വൽ ടു 160 എവിടെ എഴുതും? 40 മൈനസ് 20 20 റൈറ്റ് സൈഡിൽ വരുമ്പോൾ മൈനസ് 20 ആയി. അങ്ങനെ 5 തീറ്റ ഈക്വൽ ടു 140 ഡിവൈഡഡ് ബൈ 5. 3 വരില്ല, 2 28. So 28. So correct answer is option C. Correct answer is option C. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. ഇതേപോലെയുള്ള ചോദ്യം മിക്കവാറും പേപ്പറുകളിൽ ഒരെണ്ണം കാണാറുണ്ട്. അപ്പോൾ ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഏപ്രിലത്തെ പേപ്പറിൽ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു 3-4 ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. NCERT-യുടെ ബാക്ക് സൈഡിൽ 2-3 ഉണ്ട്, അതുകൂടി ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു. നെക്സ്റ്റ് വൺ 17. തെർമോഡൈനാമിക് സിസ്റ്റം ഈസ് ടേക്കൺ ത്രൂ സൈക്ലിക് പ്രോസസ്. PV ഗ്രാഫ് സൈക്ലിക് ആണ്. ഇനീഷ്യൽ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം അതേ വാല്യൂസിലേക്ക് കുറേ സീരീസ് ഓഫ് പ്രോസസ്സുകൾക്ക് ശേഷം തിരിച്ച് ഗ്യാസ് എത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ സൈക്ലിക്. ടോട്ടൽ വർക്ക് ഡൺ ഇൻ സൈക്ലിക് പ്രോസസ്. സൈക്ലിക് പ്രോസസ്സിൽ ടോട്ടൽ വർക്ക് എളുപ്പമാണ്. PV ഗ്രാഫിൽ ഗ്രാഫിൻ്റെ അകത്തെ ക്ലോസ്ഡ് ലൂപ്പിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ വളരെ എളുപ്പം ചെയ്യാം. ക്ലോസ്ഡ് ലൂപ്പിൻ്റെ ഏരിയ. സോ വർക്ക് ഡൺ എഴുതാം. വർക്ക് ഡൺ ഡ്യൂറിങ് സൈക്ലിക് പ്രോസസ് ഫോർ PV ഗ്രാഫ്. PV ഗ്രാഫാണ്, അതിൽ സൈക്ലിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു ഏരിയ എൻക്ലോസ്ഡ് ആണ്. ഇവിടെ ഏരിയ എൻക്ലോസ്ഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. ഓഫ് ട്രയാങ്കിൾ ദാറ്റ് ഇംപ്ലൈസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എത്ര? 4 മൈനസ് 2. SI-ലാണോ എന്ന് നോക്കണം, മീറ്റർ ക്യൂബിലാണ്, മാറ്റണ്ട. ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് 400 മൈനസ് 100 പാസ്കലാണ്, അതും മാറ്റണ്ട. 400 മൈനസ് 100 300. 2 ക്യാൻസൽ. സോ 300 ജൂൾ. 300 ജൂൾ ഇസ് ദ വർക്ക് ഡൺ. ടോട്ടൽ വർക്ക് ഡൺ ഇൻ ദിസ് പ്രോസസ് ഈസ് 300 ജൂൾ ആണ് കേട്ടോ. ഇവിടെ എക്സ്പാൻഷൻ കർവ് നോക്കൂ. D തൊട്ട് E വരെ എക്സ്പാൻഷൻ ആണ്. അത് എക്സ്പാൻഷൻ കർവാണ് മുകളിലുള്ളത്. എക്സ്പാൻഷൻ കർവ് മുകളിൽ, വോളിയം ആക്സിസിന് മുകളിൽ എക്സ്പാൻഷൻ കർവ് വന്നാൽ വർക്ക് പോസിറ്റീവ് ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാലും മതി. PV ഗ്രാഫ് സൈക്ലിക് ആണ്. വോളിയം ആക്സിസ് ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. വോളിയം ആക്സിസ് ഹൊറിസോണ്ടൽ ആക്സിസ് ആണെങ്കിൽ, ക്ലോക്ക് വൈസ് ആണെങ്കിൽ വർക്ക് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് പ്ലസ് 300. പ്ലസ് 300 മൈനസ് 300 ആണെങ്കിലും ശ്രദ്ധിക്കുക. ഈ സൈക്ലിക് പ്രോസസ്സിൽ മറ്റ് ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. സൈക്ലിക് പ്രോസസ്സിൽ ഡെൽറ്റ U 0 ആയിരിക്കും. അതുകൊണ്ട് ഡെൽറ്റ Q തന്നെ ആയിരിക്കും ഡെൽറ്റ W. അതുകൊണ്ട് ഹീറ്റ് ഈസ് ആഡഡ് ടു ദി ഗ്യാസ് ആണ്. ഈ പ്രോസസ്സിൽ ഹീറ്റ് ഗ്യാസിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു.
ഈ പ്രോസസ്സിൽ വർക്ക് ചെയ്തു, ഗ്യാസ് വർക്ക് ചെയ്തു, പോസിറ്റീവാണ്. വർക്ക് ഡൺ ബൈ ദി ഗ്യാസ്, വർക്ക് ഈസ് ഡൺ ബൈ ദി ഗ്യാസ് ആണ്, ഗ്യാസ് ആണ് വർക്ക് ചെയ്തത് കേട്ടോ. വർക്ക് ഈസ് ഡൺ ബൈ ദി ഗ്യാസ്. ഹീറ്റ് ഈസ് ആഡഡ് ടു ദി ഗ്യാസ്, ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദി ഗ്യാസ്, ഒക്കെ സെയിം ആണ്. 300 ജൂളാണ്. ഓക്കെ, ഇനി ഇതിലെ ഓരോ പ്രോസസ്സുകൾ നോക്കിയാൽ ഈ പ്രോസസ് സി ടു ഡി പ്രോസസ് ഐസോകോറിക് ആണ്. സി ടു ഡി പ്രോസസ് ഐസോകോറിക് ആണ്. ഐസോകോറിക് പ്രോസസ്സിൽ വർക്ക് ഡൺ 0 ആണ്. അപ്പോൾ ആ പ്രോസസ്സിൽ വർക്കില്ല. ഇനി ഇ ടു സി പ്രോസസ് എന്താണ്? ഡി ഇ സി അല്ലേ? ഇ ടു സി, ഇ അല്ലാതെ ബി ടു സി അല്ലേ? ഓക്കെ, എന്തായാലും ഈ പ്രോസസ്സ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ പ്രോസസ്സ്, ആ പ്രോസസ്സ് ഒരു ഐസോബാറിക് പ്രോസസ്സാണ്. ആ പ്രോസസ്സിലെ വർക്ക് ഐസോബാറിക്, അത് നോൺ സൈക്ലിക് ആണല്ലോ. അതിന് അടിയിലത്തെ ഏരിയ എടുത്താൽ മതി. അപ്പോൾ അതിന് തൊട്ടടിയിലുള്ള ഏരിയ ആണ് ആ വർക്ക്. ഈ വർക്ക് അപ്പോൾ എത്രയായിരിക്കും? ലെങ്ത് ഇൻ ടു ബ്രെഡ്ത്ത് ആണ്, റെക്ടാങ്കിൾ. ലെങ്ത് 2, ബ്രെഡ്ത്ത് 100. അപ്പോൾ 100 × 2 200. 200 ജൂൾ ഐസോബാറിക് കംപ്രഷൻ ആണ്. 200 ജൂൾ ഐസോബാറിക് കംപ്രഷൻ. ഓക്കെ, ഇനി ഡി തൊട്ട് ഇ വരെയുള്ള വർക്ക് എന്ന് പറയുന്നത് ആ ഗ്രാഫിന്റെ അടിയിലുള്ള ആ ഒരു ട്രപ്പീസിയത്തിന്റെ ഏരിയ ആണ്. ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ബട്ട് സെപ്പറേറ്റ് ആയിട്ട് വർക്ക് കണ്ടുപിടിക്കാം. 3 പ്രോസസ്സുകളിൽ സെപ്പറേറ്റ് ആയി വർക്ക് കാണാം. ഇനി ഇത് എളുപ്പമുണ്ട്. ഇത് മൈനസ് വർക്കാണ്, ഇത് ഡി ടു ഇ പ്ലസ് വർക്കാണ്. ഈ ഇ ടു സി എന്ന് പറയുന്നത് മൈനസ് വർക്കാണ്. ടോട്ടൽ വർക്ക് പക്ഷേ പ്ലസ് ആണ്. അത്രയും വ്യത്യാസമുണ്ട്. ഡി ടു ഇ വർക്ക് കൂടുതൽ പോസിറ്റീവ് ആയതുകൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 18ാമത്തെ ചോദ്യം. 1 gram of liquid is converted into vapor. 1 gram of liquid is converted into vapor at 3 × 10⁵ pressure. 10% of heat supplied used for increasing the volume by 1600 cm3. അപ്പോൾ if 10% of heat supplied is used for, അപ്പോൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റിൻ്റെ അറ്റ് 3 × 10⁵ ഐസോബാറിക്കലി ആണ്, പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ടാണ് 1 gram ലിക്വിഡിലേക്ക് ലിക്വിഡ് വേപ്പറാക്കി മാറ്റുന്നത്. 1 gram ലിക്വിഡ് വേപ്പറാക്കി മാറ്റിയപ്പോൾ വോളിയത്തിൽ ഉണ്ടായ ഹൈക്ക് 1600 cm3 ആണ്. അപ്പോൾ എത്ര വർക്കാണ് ഈ പ്രോസസ്സിൽ ചെയ്തത് എന്ന് ആദ്യം കണ്ടുപിടിക്കാം. ΔW = P ΔV. ഐസോബാറിക് പ്രോസസ്സിന്റെ വർക്കിന്റെ ഫോർമുല P ΔV ആണ്. P 3 × 10⁵ ΔV 1600 ആണ്. പക്ഷേ അത് cm3 ആണ്. പ്രഷർ SI-ലാണ്. അപ്പോൾ cm3നെ SI-ലേക്ക് കൺവേർട്ട് ചെയ്യണം. 1 സെന്റിമീറ്ററിനെ SI-ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ -2 ആണ്. cm3 ആയതുകൊണ്ട് -6 വേണം. ദാറ്റ് ഈസ് 16 3 48, പിന്നെ ഒരു 2 0 ഇവിടെ ഉണ്ട്, 5 2 7 7 -6 1. അപ്പോൾ 480 ജൂളാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഈ എക്സ്പാൻഷൻ പ്രോസസ്സിൽ ഐസോബാറിക്കലി ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തപ്പോൾ എത്ര വർക്കാണ് ചെയ്യപ്പെട്ടത്? ആ വർക്ക് 480 ജൂളാണ്. എന്നാൽ 10% of heat supplied is used for increasing volume. അപ്പോൾ 100 ജൂളാണ് സപ്ലൈ ചെയ്തിരുന്നതെങ്കിൽ അതിൽ 10 ജൂൾ മാത്രമാണ് ഇത്. അപ്പോൾ എത്ര ഹീറ്റാണ് സപ്ലൈ ചെയ്തിട്ടുണ്ടാവുക? 4800 ആണ് അല്ലേ? 4800 ആണ് സപ്ലൈ ചെയ്തത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് കൺസെപ്റ്റ്. ΔQ = ΔU + ΔW. ഈ ΔW മാത്രമാണ് 480 ജൂൾ. അപ്പോൾ ഇതെത്ര ആയിരുന്നിരിക്കണം? 4800 ജൂൾ ആയിരുന്നിരിക്കണം അല്ലേ? അപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്താണ്? ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദി പ്രോസസ് ഈസ് ഇൻക്രീസിങ് ഇന്റേണൽ എനർജി ഓഫ് ദി പ്രോസസ്. ΔU. അപ്പോൾ ΔU = 4800 - 480. 2 8 10 1 4 5 3 4320 ജൂളാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് അപ്പോൾ കൺസെപ്റ്റ് കേട്ടോ. അപ്പോൾ 2 കാര്യങ്ങളേ ഉള്ളൂ ആകെ. നമ്മൾ കൊടുത്ത ഹീറ്റ് 4800 ജൂളാണ്. ഗ്യാസിലേക്ക് സപ്ലൈ ചെയ്ത് 4800 ജൂളാണ്. അതിൽ ഏത് ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഇനി ഏത് ഗ്യാസ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗാമ തന്നിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇൻ കേസ് ഈ സെലക്ഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാനത് അഡീഷണൽ ആയിട്ട് പറയാം സമയമുണ്ടെങ്കിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 19ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡിയൽ ഗ്യാസ് അണ്ടർഗോസ് 4-step cycle as shown in PV diagram. Ideal gas undergoes a 4-step cycle as shown in PV diagram.
അതിലൊരു ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ഗ്യാസ് ഇൻ. അപ്പോൾ അതിൽ ഒരു ചിത്രം മിസ്സിങ് ആയിട്ടുണ്ട്, ഞാനത് വരയ്ക്കാം. അപ്പോൾ ഒരു പി വി ഗ്രാഫാണ്. പി വൈ ആക്സിസിലും വി എക്സ് ആക്സിസിലുമാണ്. 2021 അഡ്വാൻസ് ക്വസ്റ്റ്യൻ ആണ്. ഐഡിയൽ ഗ്യാസ് ചിത്രം ഞാൻ ഈ കൺസെപ്റ്റ് ക്ലിയർ ആവുന്ന രീതിയിൽ ചിത്രം വരയ്ക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ആൻസ് ചോയ്സ് നോക്കിയിട്ടല്ല. ഐഡിയൽ ഗ്യാസ് അണ്ടർഗോസ് 4 സ്റ്റെപ്പ് പ്രോസസ് ആർ ഷോൺ ഇൻ ഫിഗർ. ഇത് ഐസോബാറിക്, ഐസോകോറിക്, ഐസോബാറിക്, ഐസോകോറിക്. 1 2 3 4 എന്ന പ്രോസസ്സുകൾ ഞാൻ പേര് കൊടുത്തു. അപ്പോൾ ഇതിന് തക്കതായ രീതിയിലാണ് ഓപ്ഷൻസ് വരുന്നതെന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ ചെയ്ത് നോക്കാം. പടം ഇതിനകത്ത് മിസ്സിംഗ് ആണ്. അപ്പോൾ 1 to 2 ഐസോബാറിക് പ്രോസസ്. പി വി ഡയഗ്രാം ഡ്യൂറിംഗ് ദി സൈക്കിൾ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ഗ്യാസ് ഇൻ സ്റ്റെപ്പ് 1 and 2. ഇല്ല, ഞാൻ ഒരു ചിത്രം മാറി കിടപ്പുണ്ടെന്ന് വിചാരിച്ചു. ഈ പ്രോസസ്സ് നോക്കൂ. ഈ പ്രോസസ്സിൽ കോൺസ്റ്റന്റ് പ്രഷറിൽ വോളിയം കൂടുകയാണ്. കോൺസ്റ്റന്റ് പ്രഷറിൽ വോളിയം കൂടിയ ടെമ്പറേച്ചർ കൂടും. കോൺസ്റ്റന്റ് പ്രഷറിൽ വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചർ ഐസോബാറിക് പ്രോസസ്സാണ്. വി പ്രൊപ്പോർഷണൽ ടു ടി ആണ്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കൂടി, വോളിയം കൂടി, ഇന്റേണൽ എനർജി കൂടി, അതുപോലെ വോളിയം കൂടി. അതുകൊണ്ട് ഹീറ്റ് അബ്സോർബ്ഡ് ആണ്. കാരണം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നാണ്. ഡെൽറ്റ ഡബ്ല്യു പോസിറ്റീവ് ആണ്, എക്സ്പാൻഷൻ ആയതുകൊണ്ട്. ഡെൽറ്റ യു പോസിറ്റീവ് ആണ്, കോൺസ്റ്റന്റ് പ്രഷറിൽ വോളിയം കൂടിയപ്പോൾ ടെമ്പറേച്ചർ കൂടിയതുകൊണ്ട്. ഇത് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ക്യൂ പോസിറ്റീവ് ആയിരുന്നേ പറ്റൂ. സോ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ഗ്യാസ് ഇൻ 1 to 2 അബ്സോർബ്ഡ് ആണ്. അപ്പൊ ഇങ്ങനെ സ്റ്റെപ്സ് കൊടുക്കാം. 1 2 3 4 എന്ന് കൊടുത്താൽ ആൻസർ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഈ ചിത്രത്തെ റെഫർ ചെയ്തുകൊണ്ടാണ് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 1 ഹീറ്റ് അബ്സോർബ്ഡ് ആണ്. ഇനി സ്റ്റെപ്പ് 2 നോക്കൂ. സ്റ്റെപ്പ് 2 ഐസോകോറിക് ആണ്. ആ പ്രോസസ്സിൽ വർക്ക് ഡൺ 0 ആണ്. ഇത് സ്റ്റെപ്പ് 1 ആണ്. ഇനി സ്റ്റെപ്പ് 2 അനലൈസ് ചെയ്യുമ്പോൾ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു 0, വർക്ക് ഡൺ ഇല്ല. അതായത് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു ആയിരിക്കും. ആ 2 to 3 പ്രോസസ്സിൽ കോൺസ്റ്റന്റ് വോളിയത്തിൽ പ്രഷർ കുറയുകയാണ് ചെയ്യുക. കോൺസ്റ്റന്റ് വോളിയത്തിൽ പ്രഷർ കുറഞ്ഞാൽ ടെമ്പറേച്ചർ കുറയും. ഗേ-ലുസാക്സ് ലോ, പി പ്രൊപ്പോർഷണൽ ടു ടി. കോൺസ്റ്റന്റ് വോളിയം ടെമ്പറേച്ചർ ഡിക്രീസസ് വെൻ പ്രഷർ ഡിക്രീസസ്. ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇന്റേണൽ എനർജി കുറയും. ഡെൽറ്റ യു നെഗറ്റീവ് ആണ്. ഡെൽറ്റ യു നെഗറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ക്യൂ നെഗറ്റീവ് ആണ്, ഹീറ്റ് റിജക്റ്റഡ് ആണ്. അപ്പോൾ സ്റ്റെപ്പ് 1 ഹീറ്റ് ആഡഡ് ആണ്, സ്റ്റെപ്പ് 2 ഹീറ്റ് റിജക്റ്റഡ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ സ്റ്റെപ്പ് 2 ആൻസർ ആയിരിക്കില്ല. അപ്പോൾ സ്റ്റെപ്പ് 1 കഴിഞ്ഞ് അടുത്തത് 3 to 4 പ്രോസസ് ഐസോബാറിക് കംപ്രഷൻ ആണ്. ആ പ്രോസസ്സിൽ പ്രഷർ കോൺസ്റ്റന്റ് ആണ്, വോളിയം കുറഞ്ഞു. കോൺസ്റ്റന്റ് പ്രഷറിൽ വോളിയം കുറഞ്ഞാൽ ടെമ്പറേച്ചർ കുറയും. കോൺസ്റ്റന്റ് പ്രഷറിൽ വോളിയം കുറഞ്ഞാൽ ടെമ്പറേച്ചർ കുറയും. ഇപ്പോൾ സ്റ്റെപ്പ് 3 നോക്കിയാൽ, സ്റ്റെപ്പ് 3 ഫസ്റ്റ് ലോ എഴുതിയാൽ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ ഡബ്ല്യു നെഗറ്റീവ് ആണ്, കാരണം കംപ്രഷൻ. ടെമ്പറേച്ചർ കുറഞ്ഞത് കൊണ്ട് ഇന്റേണൽ എനർജി കുറഞ്ഞു, നെഗറ്റീവ്. സോ ഡെൽറ്റ ക്യൂ നെഗറ്റീവ്, ഹീറ്റ് റിജക്റ്റഡ്. അപ്പോൾ 1 അബ്സോർബ്ഡ്, 2 റിജക്റ്റഡ്, 3 റിജക്റ്റഡ്. വാട്ട് അബൌട്ട് 4? സ്റ്റെപ്പ് 4 to 1 ഐസോകോറിക് പ്രോസസ് ആണ്. ഐസോകോറിക് പ്രോസസ്സിൽ വർക്ക് ഡൺ 0. ഫസ്റ്റ് ലോ വീണ്ടും എഴുതുന്നു, ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു. വാട്ട് അബൌട്ട് ഡെൽറ്റ യു? കോൺസ്റ്റന്റ് വോളിയത്തിൽ പ്രഷർ കൂടി. വീണ്ടും പറയുന്നു, വോളിയം കോൺസ്റ്റന്റ് ആണ്, പ്രഷർ കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും. ഗേ-ലുസാക്സ് ലോ അല്ലെ? കോൺസ്റ്റന്റ് വോളിയം, പി പ്രൊപ്പോർഷണൽ ടു ടി. സോ പ്രഷർ കൂടി, അപ്പോൾ ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്തത്. ഓക്കെ, ടെമ്പറേച്ചർ കൂടി ആ പ്രോസസ്സിൽ. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇന്റേണൽ എനർജി കൂടി, പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഡെൽറ്റ യു ക്യൂ പോസിറ്റീവ് ആണ്, ഹീറ്റ് ആഡഡ്. അപ്പോൾ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 4 ഹീറ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. Heat is absorbed by the gas in step 1 and 4. Step 1 and 4, option C will be the right answer. Option C ആണ് right answer. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതിലെ എല്ലാ സ്റ്റെപ്പുകളിൽ വരുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതലായി ചോദിക്കാൻ സാധ്യത വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം മുമ്പ് ചെയ്തത് വർക്ക് ഡൺ. ടോട്ടൽ വർക്ക് എന്താണ്? ടോട്ടൽ വർക്ക് സൈക്ലിക് പ്രോസസ് ആയതുകൊണ്ട് ഏരിയ എൻക്ലോസ്ഡ് ആണ്. ഓക്കെ, ഏരിയ ഓഫ് ദി റെക്ടാംഗിൾ. ഇത് ക്ലോക്ക് വൈസ് സൈക്കിൾ ആയതുകൊണ്ട് വോളിയം ആക്സിസ് ഹൊറിസോണ്ടൽ ആയതുകൊണ്ടും വർക്ക് ഡൺ, ടോട്ടൽ വർക്ക് ഡൺ പോസിറ്റീവ് ആണ്. നെറ്റ് വർക്ക് ഡൺ പോസിറ്റീവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
Three different processes that can occur in an ideal monatomic gas are shown in figure PV diagram. Paths are labeled as A to B, A to C, A to D, A to B, A to C, A to D. Change in internal energy during these processes are taken as EAB, A to B, EAB, EAC, EAD respectively, and worked WAB, WAC, WAD, correct relationship. ഇതിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുക എ ടു സി ആണ്. എ ടു സിയിൽ എ ടു സി ഐസോകോറിക് ആണ്. അപ്പോൾ ആ പ്രോസസ്സിൽ വർക്കില്ല. അപ്പോൾ WAC 0 ആയിരിക്കണം. WAC 0 വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ സി അല്ല ഡി അല്ല, WAC 0 വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി WAB പോസിറ്റീവ് ആണ്, WAB പോസിറ്റീവ് ആണ് അല്ലേ, WAB ഗ്രേറ്റർ ദാൻ 0 ആണ്. അത് രണ്ട് ഓപ്ഷനും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി വാട്ട് അബൌട്ട് internal energy of AB and AC? EAB means internal energy change during the process AB ആണ്. AB and AC, A to B process, A to B പ്രോസസ്സിലും A to C പ്രോസസ്സിലും internal energy ചേഞ്ചുകൾ സെയിം ആയിരിക്കും. T1 is greater than T2. So change in internal energies are same, changes are same. Then that also we cannot recognize. കാരണം രണ്ട് ഓപ്ഷൻസിലും അത് സെയിം ആണ്. ഇനി ഐഡന്റിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്? WAD നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്നാണ്. WAD എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ആണോ കംപ്രഷൻ ആണോ നോക്കൂ. അത് കംപ്രഷനാണ്. അപ്പോൾ ആ പ്രോസസ്സിൽ WAD കംപ്രഷനിൽ വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയാൽ മതി. അപ്പോൾ WADയിൽ വർക്ക് നെഗറ്റീവ് ആണ്. WAD ഈ പ്രോസസ്സ് ഒരു കംപ്രഷൻ ആണല്ലോ. എയിൽ നിന്ന് ഡിയിലേക്ക് T1 ഗ്രേറ്റർ T2 എന്ന് തന്നിട്ടുണ്ട്, നെഗറ്റീവ് ആണ്. സോ വാട്ട് ഷുഡ് ബി ദി കറക്റ്റ് ആൻസർ? WAD ഷുഡ് ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ്. AB ഈക്വൽ ടു AC ഈക്വൽ ടു AD ആണ് ചേഞ്ച് ഇൻ എനർജി. അത് ഐഡന്റിഫൈ ചെയ്താലും മതി. അപ്പോൾ WADയുടേത് നമ്മൾ സ്റ്റാൻഡ് ബൈ വെക്കുക. ഇന്റേണൽ എനർജി ചേഞ്ച് AB AC AD ഇന്റേണൽ എനർജി ചേഞ്ചുകൾ സെയിം ആയിരിക്കും. കാരണം T1 മൈനസ് T2 സെയിം ആണ്. രണ്ട് ഐസോതേംസ് ആണ് T1 T2. അപ്പോൾ T1 മൈനസ് T2 ഫിക്സഡ് ആയതുകൊണ്ട് ഇന്റേണൽ എനർജി ചേഞ്ചുകൾ ഓരോന്നിനും സെയിം. അതാണ് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പം. അപ്പോൾ A അല്ല, B ആണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ഇസ് B. EAB, EAC, EAD ഇന്റേണൽ എനർജി ചേഞ്ച് തീരുമാനിക്കുന്ന ടെമ്പറേച്ചർ ഡിഫറൻസാണ്. മൂന്ന് പ്രോസസ്സുകളിലും ടെമ്പറേച്ചർ ഡിഫറൻസ് T1 മൈനസ് T2 തന്നെയാണ്. സോ കറക്റ്റ് ആൻസർ ഷുഡ് ബി B. അപ്പോൾ WAD പോസിറ്റീവ് ആണ്. WAD പോസിറ്റീവ് ആണ്. അതിന് കാരണം ആ പ്രോസസ്സിലെ ഫൈനൽ ടെമ്പറേച്ചർ T1 ആണ് വലുത്, അതുകൊണ്ട് T2 ചെറുതാണ് എന്ന് ക്വസ്റ്റനിൽ പറഞ്ഞു. സോ ദാറ്റ് ഇസ് കറക്റ്റ്. Undoubtedly correct answer is box. Initial pressure and volume of ideal gas P0 and V0. Final pressure of gas will be when the gas is suddenly compressed to volume V0/4 will be. സഡൻ കംപ്രഷൻ ആയിട്ട് വരുമ്പോൾ അത് അഡയബാറ്റിക് പ്രോസസ് ആണ്. അഡയബാറ്റിക്കലി ഗ്യാസിനെ സഡനായി 1/4 വോളിയത്തിലേക്ക് കംപ്രസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫൈനൽ പ്രഷർ എന്തായിരിക്കും? അപ്പോൾ ഏതാ കൺസെപ്റ്റ്? പ്രഷർ വോളിയം ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് PV raised to gamma is a constant. So P final by P initial equal to V initial by V final raised to gamma. So P final equal to P initial into V initial P0, V initial V0, V final V0 by 4. So P final equal to P0 into 4 raised to gamma. P0 into 4 raised to gamma. So correct answer is option
B, box. Correct answer is box. Adiabatic process will have few more equations of states that we know. TV raised to gamma minus 1 equal to a constant. T raised to gamma. P raised to 1 minus gamma is equal to a constant. അപ്പോൾ നമ്മൾ എഴുതിയ വീണ്ടും PV raised to gamma equal to constant. Adiabatic processൽ change heat or heat transfer 0 ആണ്. Adiabatic processൽ delta Q 0 ആണ്. Quick process ആണ്. Adiabatic expansion causes cooling. Adiabatic compression causes heating. അതെല്ലാം ഓർമ്മിച്ചിരിക്കേണ്ട പോയിന്റ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 22ാമത്തെ ചോദ്യം 22. N moles of a perfect gas undergoes cyclic process ABCA consisting of following processes. A to B isothermal expansion at temperature T so that volume gets doubled. ഗ്രാഫ് നോക്കിയാൽ അറിയാം V1 എന്നുള്ളത് 2V1 ആയി മാറിയിട്ടുണ്ട്. And pressure changes from P1 to P2. ഐസോതെർമലി പ്രഷർ ഡബിൾ ആകുമ്പോൾ വോളിയം ഡബിൾ ആകുമ്പോൾ പ്രഷർ ഹാഫ്ഡ് ആണ് ആവുക കേട്ടോ. അപ്പോൾ P2 ഈക്വൽ ടു P1/2 എന്ന് നമുക്ക് മനസ്സിലാക്കാം. P2 ഈക്വൽ ടു P1/2 കാരണം വോളിയം ഡബിൾ ആയി പ്രഷർ ഹാഫ് ആയി. ഇനി B2C ഐസോബാരിക് കംപ്രഷൻ ആണ്. B2C വോളിയം പകുതിയായി, പ്രഷർ മാറുന്നില്ല. C2A ഐസോകോറിക് ചേഞ്ച് ആണ്. പ്രഷർ P1/2 ആയിരുന്നല്ലോ, P2 അത് P1 ആയി, ഡബിൾ ആയി, പ്രഷർ ഡബിൾ ആയി, വോളിയം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ടെമ്പറേച്ചർ ഡബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എയിലത്തെ ടെമ്പറേച്ചർ T ആണ്, ബിയിലത്തെ ടെമ്പറേച്ചറും T തന്നെയാണ്. എയിലത്തെ ടെമ്പറേച്ചർ T, ബിയിലത്തെ ടെമ്പറേച്ചർ T. ഇവിടെ കോൺസ്റ്റന്റ് പ്രഷറിൽ വോളിയം പകുതിയായി. കോൺസ്റ്റന്റ് പ്രഷറിൽ വോളിയം പകുതിയായാൽ V പ്രൊപ്പോർഷണൽ T ചാൾസ് ലോ ടെമ്പറേച്ചർ പകുതിയാകും. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ T/2. ഇവിടെ നിന്ന് ഇവിടെ വരെ കോൺസ്റ്റന്റ് വോളിയത്തിൽ പ്രഷർ ഡബിൾ ആയി, കോൺസ്റ്റന്റ് വോളിയത്തിൽ പ്രഷർ ഡബിൾ ആയ ടെമ്പറേച്ചർ ഡബിൾ ആവും, അങ്ങനെ T ആവും. അപ്പോൾ ഇവിടുത്തെ പ്രഷർ P1 വോളിയം V1, ഇവിടുത്തെ പ്രഷർ P1/2 വോളിയം 2V1, ഇവിടുത്തെ പ്രഷർ P1/2 വോളിയം V1 അല്ലേ. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ. ഇനി ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടോട്ടൽ വർക്ക് ഡൺ ഇൻ ദിസ് എൻറ്റയർ പ്രോസസ് ABCA. ABCAയിലെ ടോട്ടൽ വർക്കാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓരോ പ്രോസസ്സിലെ വർക്ക് ആദ്യം കണ്ടുപിടിച്ച് ആഡ് ചെയ്യണം. W ഈക്വൽ ടു WAB. AB എക്സ്പാൻഷൻ ആണ്, പോസിറ്റീവ് ആണ്, മൈനസ് WBC. BC കംപ്രഷൻ ആണ്, സബ്ട്രാക്ട് ചെയ്യണം, പ്ലസ് WCA 0 ആയതുകൊണ്ട് എളുപ്പമാണ്. അപ്പോൾ ഈ രണ്ട് വർക്ക് മതി. WAB ഐസോതെർമൽ പ്രോസസ്, വർക്ക് ഡൺ ഐസോതെർമൽ, μRT ലോഗ് ഓഫ് എക്സ്പാൻഷൻ റേഷ്യോ, ദാറ്റ് ഈസ് WAB എന്താണ്? WAB ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് എത്ര? N, R ടെമ്പറേച്ചർ T ലോഗ് V2/V1, V2 2V1, V1 V1. So log 2V1/V1, so log 2. nRT log 2 ആണ് WAB. WAB is nRT log 2. നമുക്ക് വേണ്ടത് ടോട്ടൽ വർക്കാണ്. ഇനി ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. nRT log 2 മൈനസ്, ഇനി WBC ചെയ്ത് നോക്കാം. WBC എന്താണ്? അത് ഐസോബാറിക്ക, P∆V ആണ്. P∆V എന്ന് വെച്ചാൽ μR ∆T മതി. μR ∆T ആണ്. μNR ∆T എത്ര ടെമ്പറേച്ചർ ചേഞ്ച്? ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനിഷ്യൽ ടെമ്പറേച്ചർ, T/2 മൈനസ് T, മൈനസ് T/2 ആണ്. അപ്പോൾ അതിൻ്റെ മോഡുലസ് മതി നമുക്ക് T/2. nR T/2 ആണ്. nR T/2. WBC nR T/2 ആണ്. അപ്പോൾ nR log 2 മൈനസ് T/2 അല്ലേ? കറക്റ്റ് ആൻസർ nR T/2. ആ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവരുത്, സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടത്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അത് മൈനസ് വരും. പക്ഷെ ഞാൻ ഓൾറെഡി ഇവിടെ മൈനസ് ഇട്ട് കഴിഞ്ഞു, കംപ്രഷൻ ആണെന്ന് അറിയാവുന്നതുകൊണ്ട്. ദാറ്റ് ഈസ് nRT ഇൻറ്റു log 2 മൈനസ് 1/2. nRT log 2 മൈനസ് 1/2
ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രാഫ്സ് കറക്റ്റ്ലി റെപ്രസെൻറ്റ് വേരിയേഷൻ ഓഫ് ബീറ്റ ഈക്വൽ ടു മൈനസ് ഡി വി ബൈ dp by v for with p ideal gas at constant temperature. Beta equal to in the idea noku, beta equal to minus dv divided by dp v. This can be written as, what is 1 by beta? 1 by beta equal to v dp divided by dv. That is 1 by beta equal to minus of dp by dv by v. This dp is hydraulic pressure stress, dv by v is hydraulic strain. Hydraulic stress by hydraulic strain is bulk modulus. This is nothing but bulk modulus. So beta is compressibility reciprocal of bulk modulus. Here beta compressibility. Beta stands for compressibility of ideal gas. Compressibility of ideal gas is the reciprocal of bulk modulus. Compressibility of ideal gas is the reciprocal of bulk modulus. Okay. So compressibility pressure graph should be then rectangular hyperbola. Compressibility pressure graph dp beta graph is a rectangular hyperbola because they are inversely proportional. Adutha question nokam. The pressure and volume of ideal gas related as PV raised to 3 by 2 equal to constant. Work done when the gas is taken from state P1, V1, T1 to state P2, V2, T2 is PV raised to 3 by 2 constant ആണ് pressure and volume of ideal gas. ഈ പ്രോസസ്സിൽ വർക്ക് എന്താണ്? PV raised to 3 by 2 equal to constant എന്ന് പറയുമ്പോൾ we can use the work done for adiabatic process. As it is a polytropic process, we can use that for adiabatic process. What is the formula for that? ഇൻഡെക്സ് 3 by 2 ആണ്, അത്രേ ഉള്ളൂ. അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ വർക്ക് എന്താണ്? P1 V1 മൈനസ് P2 V2 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1 അല്ലേ? mu r T1 minus T2 by gamma minus 1 or P1 V1 minus P2 V2. P1 V1 minus P2 V2 no change. P2 V2 divided by gamma 3 by 2 minus 1. That is 3 by 2 minus 1 is 1 by 2. So 2 times P1 V1 minus P2 V2. 2 times P1 V1 minus P2 V2. So option B should be the right answer. Option B. See option C, 2 P2 V2 minus P1 V1. That's not option B is the correct answer. So here PV raised to 3 by 2 is a constant. Adiabatic index is 3 by 2. Substituting the index here, getting that answer. Next one, 24. Question number 24. 2 moles of monatomic gas is mixed with 6 moles of diatomic gas. Molar specific heat of mixture at constant volume. CV is asked. So whenever this sort of mixing type of questions asked, we use conservation of energy, internal energy conservation. So total internal energy equal to U equal to U1 plus U2. 2 moles of monatomic gas. Internal energy formula. Internal energy U is equal to mu CV delta T. Mu CV delta T. What is the number of moles? 2. Monatomic CV 3 by 2 R. So internal energy 3 by 2 RT plus U2. How many moles? 6 moles. 6 moles of diatomic internal number of moles. 6 moles. Diatomic CV. Diatomic CV 3 plus 2 5. 5 by 2 RT. So 5 by 2 RT. Then U is equal to total internal energy. Total internal energy. Mu1 plus mu2. Mu1 plus mu2. How much? 2 plus 6. 8 into CV into mu CV delta T. T is constant. T cancelled.
So CV you will get in terms of R, that is 8 CV equal to this cancelled 2 into 3 by 2 R plus 6 into 5 by 2 R, right? That is 2 into 3, 6. 6 by 2, 3 R plus 6 by 2, 3. 3 into 5, 15. 15 R. So how much? 18 by 8. CV equals 18 by 8. That is 9 divided by 4. 9 by 4 R. Option 2. Okay, otherwise you can use this shortcut like this. CV equal to N1 CV1 plus N2 CV2 by N1 plus N2. N1 2 CV1 3 by 2 R. N2 6 CV2 5 by 2 R divided by N1 plus N2 8. That is 2 cancels 3 R, 3 plus 15 18, 18 R by 8. That is 9 by 4. So correct answer is 2. Here mixer CP if asked. CP mixer equal to N1 CP1 plus N2 CP2 by N1 plus N2 you can use mixer CP. Questions are also asked. Then mixer gamma. Gamma mixer is equal to formula. Gamma mixer is equal to N1 CP1 plus N2 CP2 by N1 CV1 plus N2 CV2. This can be used as gamma mixer. So gamma mixer is also important. Another one. Average kinetic energy of monatomic molecule is 0.414 electron volt at temperature. At what temperature average kinetic energy of monatomic molecule is 0.414 electron volt. Here we can use the formula for kinetic energy. Average energy of monatomic gas. Average energy of monatomic gas equal to 3 by 2 kVT. That is T equal to 2U divided by 3 kB. 2 into internal energy given 0.414 electron volt. Answer needed in Kelvin SI. So electron volt you convert into joule. 1.6 into 10 to the power minus 90 divided by 3 into Boltzmann constant value SI value given 10 power minus 23. This on calculation. You try this. Let me do that calculation. 2 into 0.414 into 1.6 divided by 3 divided by 1.3. 0.339. 0.339 into 10 to the power minus 19 minus 23. Here minus 4, so plus 4. 3,390. 3,390. So approximate answer is option B. 3,200 is the closest choice. Okay, next one. Diatomic gas does 200 joule of work when it expands isobarically. Heat given to the gas in this process. Diatomic gas, work as well as heat. For isobaric processes, similar questions are frequently asked in many examinations. First law, delta Q equal to delta U plus delta W. Also we know gamma is equal to Cp by Cv, ratio specific heats. Okay, gamma. And 1 by gamma is Cv divided by Cp. Its gas is diatomic. Gamma is equal to 1.4, that is 7 by 5. So here it comes 5 by 7. 1 by gamma 5 by 7. What do you mean by this? This, if 7 is the heat added, then
5 is the internal energy and 2 is the work done. 200 joule of work. Then what is the heat given? That is W is equal to 2 by 7 delta Q. So work done is equal to 2/7 of delta Q. So heat given, delta Q is equal to 7 by 2 times delta W. That is 7 by 2 times delta W, 200. That is answer 700. This cancels and 700 joule. How much is the internal energy change? 700 is supplied. Then how much work done? 200 work done. That is 500 is the change in internal energy. 500 is the change in internal energy. 200 is work. 700 is the supplied heat. Okay. Also, you can remember that 1 by gamma is delta U divided by delta W. Sorry, delta U, delta Q. Delta U by delta Q is 1 by gamma. Then 1 minus 1 by gamma is delta W by delta Q. That relation is needed here. You can solve like this only using this one. So delta W by delta Q equal to 1 minus 1 by gamma 7 by 5. That is 2 by 7. That is delta Q equal to 7 by 2 times delta W. That is 7 by 2 into delta W 200. Cancelling, you get 700. So 700 is the right answer. Similar questions you can answer like this. Also, if the gas is monatomic, you will get gamma as 5 by 3. If gas is diatomic, 7 by 5 and monatomic, 5 by 3. Okay, and you can practice. If the gas is monatomic, gamma is equal to 5 by 3. That is 1 by gamma equal to 3 by 5. That is delta U by delta Q. So delta U is equal to 3 by 5 times delta Q. That is 60% of delta Q. If you supply 100 joule heat, 60 joule is used for increasing internal energy and only 40 joule is used for performing work. Like that you can practice. Another one. If root mean square velocity of hydrogen molecule at a given temperature and pressure 2 km per second, then root mean square velocity of oxygen molecule at same condition. Formula for RMS velocity. VRMS is equal to square root of 3RT by M0. At a given temperature, RMS velocity found to be proportional to 1 by square root of M0. Then RMS speed of oxygen. V oxygen divided by V hydrogen equal to square root of inverse M hydrogen divided by M oxygen. So V oxygen equal to V hydrogen 2 km per second into square root of mass of hydrogen 2, mass of oxygen 32, 2 by 32, 1 by 16. That is V0 equal to 2 by 4. That is 0.5 km per second. So correct answer is 0.5 km per second. Only comparison of RMS velocities. RMS velocity depends on mass. Possibly the question may be mean square speed, not root mean square speed. Then the answer would have been with no square root. With no square root, it would be 2 by 16. That is 1 by 8. This would be 2 by 32 would be 1 by 16 and no square root. That's why 2 by 16, 1 by 8. Next one. N moles of polyatomic gas. Degrees of freedom 6. Mixed with the 2 moles of monatomic gas. Monatomic gas, we know degrees of freedom how much? 3 degrees of freedom. Monatomic. 3 translations only. So that mixture behaves as a diatomic gas. Diatomic gas has how many degrees of freedom? 5 degrees of freedom. Okay. Then value of N is. Then
degrees of freedom in mixture of gas is equal to N1 F1 plus N2 F2 by N1 plus N2. So F mixture is equal to N1 F1 plus N2 F2 divided by N1 plus N2. Okay, that is mixed degree. Mixer behave as diatomic gas. Diatomic gas has 5 degrees of freedom, 3 translation and 2 rotation. Neglecting vibration, it's not mentioned, but mentioned only then, if mentioned only, you use vibrations. Okay, equal to N1, N moles of polyatomic gas. So let that be N into number of degrees of freedom, polyatomic 6 given, N2. How many moles? 2 moles. 2 moles. How many degrees of freedom? Monatomic, so 3, divided by N1 plus N2. N1 is N, N2 is 2. So only N is the variable. That is 5N plus 10 equal to 6N plus 6. That is N is equal to 10 minus 6. That is equal to 4. So correct answer is option 2. So which formula we have used? Mixer degrees of freedom equal to N1 F1 plus N2 F2 by N1 plus N2. This is also directly written from internal energy mixing. U is equal to U1 plus U2. General formula for internal energy is equal to number of moles into number of degrees of freedom into half RT. So U1, mu1 F1, U2, mu2 F2, U mu1 plus mu2 into degrees of freedom. So mu1 plus mu2 into F into RT equals mu1 half RT, 1 by 2 RT. Mu1 F1 half RT plus mu2 F2 half RT. This half RT throughout gets cancelled. And you get what? F is equal to mu1 F1 plus mu2 F2 by mu1 plus mu2. And that formula you can use as a shortcut. Number of moles you can either use N1, N2 or mu1, mu2. Okay, both I have used here. Next, 29th one. RMS speed of oxygen molecules in a vessel at a particular temperature is 1 by 5 by x raised to 1 by 2 V, where V is the average speed of the molecule. Then value of x is, we have to find the value of x. RMS speed of oxygen molecule. Formula for RMS speed, root of 3 RT by M0 equal to RMS speed of oxygen molecule in a vessel at a particular temperature is 1 plus 5 by x all raised to 1 by 2 times V, where V is the average speed of the oxygen molecule. Same average speed formula, root of 8 RT divided by pi M0. Then pi you can take 22 by 7. Squaring throughout, you will get 3 RT by M0 cancelled, RT by M0 cancelled, equal to 1 plus 5 by x into 8 divided by pi. Throughout we have squared. Okay, that is 1 plus 5 by x is equal to 3 by 8 into pi, 22 by 7. Okay, that we can use here 4, here we can use 11. So 1 plus 5 by x is equal to 33 divided by 28. 33, 28. That is 5 by x is equal to 33 by 28 minus 1. So 5 by x is equal to 33 minus 28, 5 by 28. So x is equal to 28. Correct answer is option A. Okay. Next one. 3 vessels of equal volumes contain gases at the same temperature and pressure.
First vessel contains neon, monatomic. Second contains chlorine, diatomic. Third contains uranium hexafluoride, polyatomic. Arrange these on the basis of their RMS velocities. Same container, at same temperature and pressure it's given. So root of 3 RT by M0. Only the difference is in the molecular mass. So the one which is lighter will have greater RMS velocity. That's the only concept used. That was asked in 2023. Question is very easy. VRMS formula once again writing. VRMS equal to root of 3 RT by M0. At given temperature, VRMS only varies with 1 by square root of M0. That's why the one which is lighter will have larger RMS. So largest RMS value will be for monatomic, least will be for polyatomic. So the correct answer should be option B. Okay. Now we have completed. Then let us revise as we have 5 more minutes left. Let us have a quick revision for all these questions. Question number 1. Graph between temperatures, thermometric scales, thermometric scale comparison. Reading minus lower fixed point divided by upper fixed point minus lower fixed point is a constant. Next, calorimetry principle. Heat lost by hot body equals heat gained by cold body until thermal equilibrium is established. Here, the heat supplied is not capable of melting the ice completely. That's why some ice is left in the mixture. So the temperature of the mixture is 0 degrees Celsius. And more amount of heat is used for melting process. That's why amount of ice is less and melted water is more. So 1:5. Here thermal expansion, delta D diameter increase is equal to d alpha delta theta, where d is the original diameter of the gold ring and the temperature to which the gold ring is to be heated for getting it exactly suitable to form an envelope over the wooden bangle. Next one, bimetallic strip. Thermal expansion is the principle. Dissimilar metals having different values of expansivities joined by means of riveting tightly. And when cooled, it bends such that A comes at the inner part of the arc and B comes at the outer part, because one which contracts more is A, because A has more expansivity. If it is heated, then also A expands more. That's why A will define the outer arc and B defines the inner arc. Here answer is dot. Each side of box, side A, cubical box, side A made of metallic sheet. What is the increase in volume? Delta V equal to V gamma delta T, where gamma equal to 3 alpha. V is the initial volume, that is side cube, as it is a cube. Next one, pendulum clock, delta T proportional delta theta. And we found the temperature at which it was initially. When temperature increased to 40 from 25, lost 12 seconds. When temperature decreased from 25 to 20, cooled. So it was at 25 before. When cooled, it gained. When heated, it lost. Okay. The next one, thermal conductivity. In steady state, temperature gradient is a constant, rate is a constant. Thermal resistance R is equal to L by Ka. Found out the temperature of the junction. And finally found out heat current in any arms. Here also same, heat current. Next one again same, but little calculus we could use. Next one,
identical metal wires, thermal conductivity joined in series, equivalent thermal conductivity in series combination of two identical wires, 2 K1 K2 by K1 plus K2, harmonic mean is used, but in parallel you use arithmetic mean. Another one, parallel rays of intensity that forms circular cross section. So I is the intensity into area of cross section will be giving you, I into pi r square will be giving you the light falling on and light absorbed from Stefan's law sigma into t raised to 4 minus t0 raised to 4 into 4 pi r square, because that is the total surface area over which it absorbs. And finally we could find the temperature as 330 Kelvin. Next one, Stefan's law, r square t raised to 4 is the proportionality for rate. Next one also repeatedly asked. Next one, again Stefan's law. Next one, Wien's law. The one which has more temperature is T3 because it is giving highest energy and mostly shifts towards left. When temperature is more, it shifts to the left and top. Next one, Newton's law of cooling. Formula, general formula. M into S is heat capacity. dT2 by dt rate of cooling. dT2 fall in temperature of hot body. K proportionality constant, and T2 minus T1 is the difference of temperature of hot body and surroundings. Next one, PV graph, cyclic process, work done, area of closed loop. Next, isobaric process, work done, P delta V. Again using first law of thermodynamics. PV graph, in each of these processes we could identify heat absorbed as well as heat lost. You can repeatedly see that part once again. This one also very clear. Again PV graph, two isotherms, adiabatic process, equation of state PV raised to gamma constant. Mixed perfect gas, cyclic process, total work done. Next one, compressibility. Next one, work done in adiabatic process, mixing of internal energy. Then monatomic molecule internal energy. Again, diatomic gas, isobaric expansion. Another one, comparison of RMS velocities of oxygen and hydrogen, very easy. Mixing of internal energy, again, mixing of degrees of freedoms. Oxygen molecule speed and average speed and RMS speed comparison. Very simple question. And the last one, RMS speed proportional to 1 by square root of m0. With that, we wind up this session. Hand over to mathematics. Thank you. Okay. Yes. Hello, my dear students. Welcome to JEE crash discussion. Today we discuss some questions from the topic
ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ, ഏരിയ ബിറ്റ്വീൻ കർവ്സ്, ഏരിയ അണ്ടർ എ കർവ്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ സ്ലോട്ടിലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ചില സ്ലോട്ടിൽ ബൈ ചാൻസിൽ വേറെ ഏതെങ്കിലും ടോപ്പിക്കൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് 2 ക്വസ്റ്റ്യൻ കയറി വരാം. പക്ഷെ എങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അതിപ്പോൾ എല്ലാ വർഷങ്ങളിലും അതിപ്പോൾ ഈ വർഷമൊക്കെ കൂടുതൽ കാണുന്നത് പരാബോളയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പരാബോള ഡിഫറെൻറ്റ് ഫോംസിലൊക്കെ വന്നിട്ട് പരാബോള ലൈൻ ആവാം, ചിലപ്പോൾ 2 പരാബോള ആവാം, അതല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ സൈൻ കോസ് ഇതിനൊക്കെ ഇടയിലുള്ള ഏരിയ ആവാം. അങ്ങനെ ഏതെങ്കിലും കൺസെപ്റ്റൊക്കെയാണ് സാധാരണ ചോദിക്കുന്നത്. നിങ്ങളെല്ലാ ക്വസ്റ്റ്യനും പോലെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഫിഗർ വരയ്ക്കണം. എന്നിട്ടത് ബിറ്റ്വീൻ 2 കർവ്സ് ആണെങ്കിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. ദെൻ ഏത് റീജിയൻ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഏരിയ ഏത് റീജിയൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കണം. എന്നിട്ട് ആ ഏരിയ കണ്ടുപിടിക്കും. ഇൻ്റഗ്രേഷനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, ഫിഗറും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അത്യാവശ്യം നമ്മൾ കാണുന്ന മോഡൽ ഇക്വേഷൻസ് ഒക്കെ ആയിരിക്കും. കോമൺ റീജിയൻ ഷെയ്ഡ് ചെയ്യാൻ നമുക്ക് ആ ഇക്വേഷനൊക്കെ വായിച്ചാൽ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വായിച്ചാൽ അതും ഐഡിയ കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എവിടെ ഒരു പ്രശ്നം വരുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആ ഏരിയ ഇവാലുവേറ്റ് ചെയ്യുന്നില്ല, സിംപ്ലിഫിക്കേഷനൊക്കെ വരുമ്പോഴേ ചിലപ്പോൾ ഫ്രാക്ഷണൽ പവേഴ്സൊക്കെ വരും. അതൊക്കെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ തെറ്റാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതിലൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഏരിയ ഓഫ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദ കർവ് y is equal to sin x and cos x. There are 2 curves, one is sin x and another is cos x. ഈ 2 കർവിനും മാക്സിമം എടുക്കുക. sin x-ലും cos x-ലും മാക്സിമം. There are 2 curves, y is equal to sin x, y is equal to cos x. From minus pi to pi, മൈനസ് പൈ മുതൽ പൈ വരെ ഏത് കർവാണോ മാക്സിമം വരുന്നത് ആ കർവും എക്സ് ആക്സിസും തമ്മിലുള്ള ഏരിയ കണ്ടുപിടിക്കും. ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് ഗ്രാഫ് വരയ്ക്കേണ്ട കാര്യമുണ്ട്. റഫ് ഫിഗർ ഒന്ന് വരയ്ക്കാം. സീറോ അവർ പറഞ്ഞിരിക്കുന്നത് മൈനസ് പൈ മുതൽ പ്ലസ് പൈ വരെയാണ്. അപ്പോൾ പൈ ബൈ 2 പൈ മൈനസ് പൈ ബൈ 2 മൈനസ് പൈ. പിന്നെ നിങ്ങൾക്കറിയാം സൈൻ്റെയും കോസിൻ്റെയും മിനിമം വാല്യൂ -1ഉം മാക്സിമം വാല്യൂ 1ഉമാണ്. അപ്പം അതിനിടയിൽ വരുന്ന പോയിന്റോടെ നമുക്കൊന്ന് മാർക്ക് ചെയ്തേക്കാം. പൈ ബൈ 4 പൈ മൈനസ് പൈ ബൈ 4 3 പൈ ബൈ 4 മൈനസ് പൈ ബൈ 4 മൈനസ് 3 പൈ ബൈ 4. കാരണം സൈനും കോസും മീറ്റ് ചെയ്യുന്നത് 45-ലല്ലേ ഇന്റർസെക്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് റഫായിട്ട് ഗ്രാഫ് ഒന്ന് നോക്കാം. വരെയാണ് മാക്സിമം വരുള്ളൂ, ഏകദേശ പടം വരെയാണ് മിനിമം വാല്യൂ വരുള്ളൂ അല്ലേ. ആദ്യം നമുക്ക് സൈൻ എക്സിന്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. സൈൻ 0 0 സൈൻ പൈ ബൈ 2 വരുമ്പോൾ 1 വരും. സൈൻ പൈ വരുമ്പോൾ 0 വരും. സൈൻ മൈനസ് പൈ ബൈ 2 -1 മൈനസ് പൈ 0. ഏകദേശം ഇതേ രീതിയിൽ സൈൻ എക്സിന്റെ ഗ്രാഫ് വന്നു. കോസ് എക്സിലേക്ക് വന്നാൽ കോസ് 0
1 വരും. കോസ് പൈ ബൈ 2 0 വരും. കോസ് പൈ -1 വരും. കോസ് മൈനസ് പൈ ബൈ 2 0 വരും. കോസ് മൈനസ് പൈ -1 വരും. ഏകദേശം ഇതേ രീതിയിൽ കോസ് എക്സിന്റെ ഗ്രാഫും വരുന്നു. ഈ രണ്ട് കർവിനിടയിലുള്ള ഏരിയ അല്ല അവർ ചോദിച്ചിരിക്കുന്നത്. ഏരിയ ബിറ്റ്വീൻ ദീസ് ടു കർവ്സ് അല്ല ക്വസ്റ്റ്യൻ. ഈ ബ്ലൂ ഗ്രാഫിലും വൈറ്റ് ഗ്രാഫിലും മാക്സിമം ഏതാണോ ആ പോർഷൻ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യൂ. ആ പോർഷനും എക്സ് ആക്സിസിനും ഇടയിലുള്ള ഏരിയ. അപ്പോൾ നമ്മൾ മാക്സിമം ചൂസ് ചെയ്യാന്ന് വിചാരിച്ചാൽ നോക്കൂ, ഇപ്പോൾ -π മുതൽ -3π/4 വരെ ആരാണ് അപ്പറിൽ വരുന്നത്? ലോവറിൽ വൈറ്റ് ആണ്, ഈ ഗ്രാഫാണ് വരുന്നത്. അപ് ടു -3π/4. -3π/4 ഇവർ രണ്ടുപേരും ഇന്റർസെക്റ്റ് ചെയ്യും. എന്നിട്ട് -3π/4 കഴിഞ്ഞ് -3π/4 മുതൽ വന്ന് π/4 വരെ, അപ് ടു π/4 വരെ ഈ വൈറ്റ് ഗ്രാഫാണ് വരുന്നത്. അതായത് കോസ് എക്സിന്റെ ഗ്രാഫ്. ഇങ്ങനെ 45 എത്തിക്കഴിയുമ്പോൾ വീണ്ടും സൈൻ ലീഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇതാണ് ഗ്രാഫ്. ഏകദേശം ഞാൻ ഈ വരച്ചിരിക്കുന്ന റെഡ് ലൈനാണ് ഗ്രാഫായിട്ട് വരുന്നത്. ഈ റെഡ് ഗ്രാഫിനും എക്സ് ആക്സിസിനും ഇടയിലുള്ള ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. വി ഫൈൻഡ് ദ ഏരിയ ബിറ്റ്വീൻ ദിസ് റെഡ് ഗ്രാഫ് ആൻഡ് എക്സ് ആക്സിസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ വൈറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് ആരായിരുന്നു? വൈറ്റ് എന്ന് പറയുന്നത് കോസ് എക്സും ബ്ലൂ ഗ്രാഫ് എന്ന് പറയുന്നത് സൈൻ എക്സ് അല്ലേ? അപ്പോ -π മുതൽ -3π/4 വരെ ഈ ബ്ലൂ ഗ്രാഫാണ് വരുന്നത്, സൈൻ എക്സ്. -π മുതൽ -3π/4 വരെ സൈൻ എക്സ് വരും. ഓക്കെ, പ്ലസ് -3π/4 മുതൽ ഫ്രം -3π/4 ടു π/4, ഫ്രം -3π/4 ടു π/4 ഗ്രാഫ് വരുന്നത് വൈറ്റ് ഗ്രാഫാണ്. അതേതാണ്? -3π/4 ടു π/4 വരെ ഗ്രാഫ് വരുന്നത് കോസ് എക്സിന്റെ ഗ്രാഫാണ്. ഓക്കെ, ഞാനിപ്പോൾ എഴുതിയൊരു ചെറിയ കറക്ഷൻ ഉണ്ട്. പ്ലസ് π/4 മുതൽ π വരെ, ഫ്രം π/4 ടു π ഗ്രാഫ് വരുന്നത് വീണ്ടും സൈൻ എക്സിന്റെ ഗ്രാഫാണ്. നിങ്ങൾക്ക് പറയാമോ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള കറക്ഷൻ എന്താണെന്നുള്ളത്? നിങ്ങൾ NCERT പഠിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെയൊരു ഗ്രാഫ്, ദിസ് ഈസ് എക്സ് ആക്സിസ്. ഏരിയ ബിലോ ദി എക്സ് ആക്സിസ് ഇസ് നെഗറ്റീവ് ആൻഡ് ഏരിയ എബവ് ദി എക്സ് ആക്സിസ് ഇസ് പോസിറ്റീവ്. അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന്, -π മുതൽ -3π/4 വരെയുള്ള പോർഷൻ ബിലോ ദി എക്സ് ആക്സിസ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മോഡുലസ് എടുക്കണം. ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം ബിലോ ദി എക്സ് ആക്സിസ് വരുമ്പോൾ നമുക്ക് നെഗറ്റീവ് കിട്ടും. പക്ഷേ ഏരിയ നമുക്ക് പോസിറ്റീവായിട്ടേ പറയാൻ പറ്റുള്ളൂ. സോ ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം -2 ആണ് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ -1/2 ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് എടുക്കുക. അടുത്ത ഇഷ്യൂ എന്താണ്? -3π/4 മുതൽ +π/4 വരെ സം പോർഷൻസ് ആർ
above x-axis, some portions below the x-axis. See, minus pi by 2 മുതൽ pi by 4, minus pi by 2 to pi by 4 above x-axis, minus 3 pi by 4 to minus pi by 2 below the x-axis. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ചേഞ്ച് വരുത്തുകയാണ്. ഇതിനെ മൈനസ് 3 pi by 4 to minus pi by 2 മോഡുലസ് കൊടുക്കും. See, minus 3 pi by 4 to minus pi by 2 below x-axis plus pi by 2 to where pi by 4. It is positive cos x dx. This simplify, you get the answer. Say sin x integral is minus cos x from minus pi to minus 3 pi by 4, take its modulus, plus cos x integral is sin x from minus 3 pi by 4 to minus pi by 2, take its modulus, plus cos x integral is sin x pi by 2 to pi by 4, plus integral of sin x is minus cos x pi by 4 to pi. Okay. Pi by 4 to pi. ഫിഗറിൽ ഇഷ്യൂയൊന്നുമില്ലല്ലോ. പൈ ബൈ 4 ടു പൈ ബൈ 4 മുതൽ പൈ വരെ ആ പോർഷനാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. സി, മൈനസ് ഔട്ട്സൈഡ് എടുക്കുന്നു. കോസ് ഓഫ് മൈനസ് 3 പൈ ബൈ 4 ഈസ് കോസ് 3 പൈ ബൈ 4. കോസ് 3 പൈ ബൈ 4 ഈസ് കോസ് പൈ മൈനസ് പൈ ബൈ 4. That is minus cos pi by 4. So answer is minus 1 by root 2. Minus. Substitute lower limit. Cos of minus pi is cos pi. Cos pi is minus 1. Take its modulus. Plus. Here. Sin x. Sin minus pi by 2 is minus sin pi by 2, which is minus 1, minus sin minus 3 pi by 4 is minus sin 3 pi by 4. So it is plus sin 3 pi by 4 is sin pi minus pi by 4, which is 1 by root 2. Take its modulus, plus upper limit. Sin pi by 4 is 1 by root 2 minus sin pi by 2 is 1. Minus is taken common. Cos pi is minus 1 minus cos pi by 4 is 1 by root 2. Okay. See, this become 1 minus minus into minus plus 1 minus root 2. മൈനസ് ഔട്ട് സൈഡ് ഉണ്ട്, പക്ഷെ മോഡുലസ് എടുക്കുമ്പോൾ ഇതിൻ്റെ ആൻസർ പോസിറ്റീവ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇറ്റ് ബിക്കം 1 മൈനസ് 1 ബൈ റൂട്ട് 2. ഓക്കെ, മോഡുലസ് ക്വാണ്ടിറ്റി ആണ്. 1 മൈനസ് 1 ബൈ റൂട്ട് 2 ഈസ് പോസിറ്റീവ്. ഇത് ശരിക്കും മൈനസ് ഔട്ട് സൈഡ് വന്നു കഴിയും, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. അപ്പോൾ 1 ബൈ റൂട്ട് 2 മൈനസ് 1 എന്നൊക്കെ വരും. ബട്ട് അല്ലേ, ഈ മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 1 ബൈ റൂട്ട് 2 മൈനസ് 1 എന്ന് വരും. ബട്ട് മോഡുലസ് ആണ്, പോസിറ്റീവ് വാല്യൂ എടുക്കാൻ പറ്റുള്ളൂ. പ്ലസ് ദിസ് ബിക്കം മൈനസ് 1 പ്ലസ് 1 ബൈ റൂട്ട് 2. 1 ബൈ റൂട്ട് 2 മൈനസ് 1 എന്നാണ് വരുന്നത്. അത് നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അതിൻ്റെ മൈനസ് ഓഫ് എന്ന് എടുക്കും നമ്മൾ അല്ലേ. മോഡ് എക്സ് ഈക്വൽ ടു യു റൈറ്റ് ഐദർ മൈനസ് എക്സ് ഓർ പ്ലസ് എക്സ്. ഇഫ് എക്സ് ഈസ് നെഗറ്റീവ്, you write minus x. This quantity is negative, you write minus of this quantity, that is 1 minus 1 by root 2 plus
plus this become pi by 4 to pi by 4 to sorry pi by 2 to pi by 4. ഇവിടെ ചെറിയ കറക്ഷൻ വന്നില്ലേ. minus 3 pi by 4 to minus pi by 2 minus pi by 2 to pi by 4 ആണ് കേട്ടോ. ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു, സോറി, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ ഈ ക്വാണ്ടിറ്റി +1 വരും, അതല്ലെങ്കിൽ -(-1) വരും. ഇതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പറഞ്ഞത് മനസ്സിലായല്ലേ? -3 pi by 4 മുതൽ -pi by 2 മുതൽ കേട്ടോ, -pi by pi മുതൽ -3 pi by 4 വരെ, -3 pi by 4 മുതൽ -pi by 2 വരെ, then -pi by 2 to pi by 4 ആയിരുന്നു. ഞാൻ അവിടെ മൈനസ് കൊടുക്കാൻ വിട്ടുപോയി. This become 1 plus 1 by √2. ഈ മൈനസ് അകത്തേക്ക് കൊടുത്താൽ 1 plus 1 by √2. Then 1 plus 1 plus 1 plus 1 is 4. √2, √2, √2, √2 cancel. So answer become 4. Option D is correct. Option D is correct. Okay. Clear? ഈ പോർഷൻ്റെ ആണ് കേട്ടോ ഏരിയ കണ്ടുപിടിച്ചത്. We find the area of this region. This. ഇവിടെ ഒരു കുറച്ച് പോർഷനോടെ വരും, ഇത് ഇവിടെ വരെ വരും. ബിറ്റ്വീൻ എക്സ് ആക്സിസ് ആണ് ഇത്രയും പോർഷൻ്റെ ഏരിയ ആണ് കണ്ടുപിടിച്ചത്. ഏരിയ ബിറ്റ്വീൻ ദിസ് റെഡ് കർവ് ആൻഡ് എക്സ് ആക്സിസ്. റെഡ് കർവ് ആൻഡ് എക്സ് ആക്സിസ് ഇത് കണ്ടോ, റെഡ് കർവ് എക്സ് ആക്സിസ്, റെഡ് കർവ് എക്സ് ആക്സിസ്, റെഡ് കർവ് എക്സ് ആക്സിസ്. ഇവിടെ വരുമ്പോൾ ഇത് മാറാനുള്ള കാരണം ഫംഗ്ഷൻ മാറി, അല്ലെങ്കിൽ ഈ പോർഷനോടെ നമുക്ക് എടുക്കാമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് 2023 കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏരിയ ഓഫ് ദ റീജിയൻ ഗിവൺ ബൈ xy less than or equal to 8, 1 less than or equal to y less than or equal to x². നോക്കൂ, നിങ്ങൾക്ക് ഇവിടെ വരുന്ന ഇക്വേഷൻ 1 is xy less than or equal to 8. ഇതൊരു റെക്ടാങ്കുലർ ഹൈപ്പർബോളയുടെ ഇക്വേഷനാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതായത് ഇപ്പോൾ xy ഈക്വൽ ടു 1, ഇപ്പോൾ y ഈസ് ഈക്വൽ ടു 1/x എന്നൊക്കെ കണ്ടിട്ടില്ലേ, റെക്ടാങ്കുലർ ഹൈപ്പർബോള പോലെ. ഇതും അങ്ങനെ തന്നെ 1 പ്ലേസിൽ 8 വന്നേക്കണമെന്നുള്ളൂ. മറ്റതൊന്ന് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, y ലെസ് ദാൻ ഓർ ഈക്വൽ ടു x². ഇങ്ങനെ 3 ഗ്രാഫുകളാണ് വരുന്നത്. എന്നിട്ട് അതിൻ്റെ കോമൺ റീജിയൻ നമുക്ക് കണ്ടുപിടിക്കും. നോക്കാം, ഇത് y ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈനാണ്. ഇത് പരാബോളയാണ്, x² ഈക്വൽ ടു y എന്ന് പറയുന്ന പരാബോള. ഇത് xy ഈസ് ഈക്വൽ ടു 8 എന്ന് പറയുന്ന റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഫിഗർ ഒന്ന് നോക്കാം നമുക്ക്. ആദ്യം നമുക്ക് ആ റെക്ടാങ്കുലർ ഹൈപ്പർബോള ഒന്ന് വരയ്ക്കാം. നിങ്ങൾ ഇതിൻ്റെ ഗ്രാഫ് ഓർക്കുന്നില്ല, റെക്ടാങ്കുലർ ഹൈപ്പർബോള അത് എങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് y ഗ്രേറ്റർ ദാൻ 1 ആണ്, പോസിറ്റീവ് റീജിയൻ മാത്രം മതി. അതുകൊണ്ടാട്ടോ ഈ ക്വാഡ്രന്റിൽ ഞാൻ വരയ്ക്കാത്തത്. ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫ്. ദെൻ ഈ ലൈൻ്റെ പേരാണ് y is equal to 1. y is equal to 1. അപ്പോൾ ഇത് രണ്ടോടെ മീറ്റ് ചെയ്ത ഈ പോയിന്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് പറയാലോ. ഈ ക്വാണ്ടിറ്റി 1 ആണ്, y ആക്സിസ് 1 ആണ്. ഇതിൻ്റെ പേര് xy is equal to 8 എന്നാണ്. ഓക്കെ, അപ്പോൾ xy is equal to 8 വേണം ഇവിടെ എഴുതാം. ഇതിൻ്റെ പേര് x into y is equal to 8 എന്നാണ്. yക്ക് 1 എന്ന് കൊടുത്താൽ, ഈ പോയിന്റ് yക്ക് 1 എന്ന് കൊടുത്താൽ x എത്ര കിട്ടി? x become 8. അപ്പോൾ ഈ പോയിന്റ് 8, 1. ഓക്കെ,
ഓരോ കർവ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് അപ്പോൾ തന്നെ എഴുതി പോയിക്കോളൂ. അടുത്തത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ ഈക്വൽ ടു y എന്ന് പറയുന്നത് പരാബോള ഈ ഷേപ്പിൽ വരും. എക്സ് സ്ക്വയർ ഈക്വൽ ടു y. എക്സ് സ്ക്വയർ ഈക്വൽ ടു y എന്ന് പറയുന്ന പരാബോള ദിസ് ബിക്കം എക്സ് സ്ക്വയർ ഈക്വൽ ടു y. ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്തേക്കാം. ഈ പോയിന്റ് എക്സ് സ്ക്വയർ ഈക്വൽ ടു y. അതുപോലെ തന്നെ ഈ പോയിന്റ് നോക്കൂ, ഇത് y ഈക്വൽ ടു 1 അല്ലേ? y ഈക്വൽ ടു 1 എന്നുള്ളത് ഇവിടെ കൊടുത്തേ. അപ്പോൾ എക്സിന് എന്ത് കിട്ടും? 1 കിട്ടും. ഈ പോയിന്റ് 1,1 1,1. ഇനി ഇത് രണ്ടോടെ സിംപ്ലിഫൈ ചെയ്യുക. എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈയും എക്സ് വൈ ഇസ് ഈക്വൽ ടു 8. ഓക്കെ, വൈയുടെ പ്ലേസിൽ എക്സ് സ്ക്വയർ കൊടുത്താൽ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഈക്വൽ ടു 8 എന്ന് കിട്ടും. വി ഗെറ്റ് എക്സ് ക്യൂബ് ഈക്വൽ ടു 8. സോ എക്സ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ഈ പോയിന്റ് എക്സ് കോർഡിനേറ്റ് 2 ആണ്. എക്സ് കോർഡിനേറ്റ് 2 ആണ്. y കോർഡിനേറ്റ് എക്സിന് ഇവിടെ 2 കൊടുത്തേ, y കോർഡിനേറ്റ് 4 വരും അല്ലേ? എക്സിന് 2 കൊടുത്താൽ y കോർഡിനേറ്റ് 4 വരും. അപ്പോൾ നമുക്ക് ആ മീറ്റ് ചെയ്യുന്ന പോയിന്റുകളൊക്കെ കിട്ടി. ഇനി ഏത് ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്? ഏകദേശം ഒരു ക്ലോസ്ഡ് റീജിയൻ വരുന്ന എവിടെയാണ്? നമുക്കെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. നോക്കൂ, y ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇത് ഈക്വൽ ടു 1 അല്ലേ? ഇതിൻ്റെ അപ്പർ പോർഷനിലേക്കാണ് പോകേണ്ടത്. ഓക്കെ അല്ലേ? അപ്പർ പോർഷൻ. ഇത് എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ ആണ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ. അപ്പം ഇതിന് ഇൻസൈഡ് ഒരു പോയിന്റ് എടുത്ത് ഈ പോയിന്റ് എടുത്താൽ 0, 4 0, 4 എക്സ് 0 എക്സ് 0 വൈ 4 ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യൂ. എക്സിന് 0 വൈക്ക് 4 കൊടുത്തു. 4 ഈസ് ലെസ് ദാൻ 0. ഇറ്റ് ഈസ് നോട്ട് ട്രൂ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്സൈഡ് പോർഷൻ വരും. ഇൻസൈഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഇതിൻ്റെ ഔട്ട്സൈഡ് പോർഷൻ വരും. അല്ലെങ്കിൽ ഇത് ഇവിടെ ഒരു പോയിന്റ് എടുത്തോ, 2, 0 എക്സിന് 2 വൈക്ക് 0 കൊടുത്ത് ശരിയാവുന്നുണ്ട്. ഇനി ഇതെടുത്തു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. അപ്പോൾ ഇതിൻ്റെ താഴേക്കുള്ള പോർഷനും വരും. ഓക്കെ, ഇതിൻ്റെ ഇവിടെ ഒരു പോയിന്റ് എടുത്തോളൂ. നിങ്ങൾ വേണമെങ്കിൽ 8, 8 ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യില്ല. താഴെ ഒരു പോയിന്റ് എടുത്തോ, 0, 0 സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ശരിക്കും ഈ ഒരു റീജിയൻ ആണ് വരുന്നത്. ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു റീജിയൻ ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. ദിസ് റീജിയൻ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഇൻ്റഗ്രേഷൻ നടത്താം? ഇൻ ടേംസ് ഓഫ് എക്സ് വേണോ, ഇൻ ടേംസ് ഓഫ് വൈ വേണോ, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ആദ്യം വൈ വെച്ചിട്ടൊന്ന് പറയാം. ഇൻ ടേംസ് ഓഫ് വൈ ഞാനൊന്ന് ഇൻ്റഗ്രേഷൻ നടത്താൻ പോവാണ്. ഏരിയ സീക്വൽ ടു, നോക്കിക്കോളൂ, ഇൻ ടേംസ് ഓഫ് വൈ. അപ്പോൾ ഈ ഷെയ്ഡഡ് പോർഷനിൽ വൈയുടെ ലോവർ ലിമിറ്റ് എന്താണ്? വാട്ട് ഇസ് ദ ലോവർ ലിമിറ്റ് ഓഫ് വൈ? ദിസ് ഈസ് ദ ഷെയ്ഡഡ് പോർഷൻ. ലോവർ ലിമിറ്റ് ഓഫ് വൈ ഈസ് 1, അപ്പർ ലിമിറ്റ് ഓഫ് വൈ ഈസ് 4. ഓക്കെ, ഷെയ്ഡഡ് പോർഷനിലാട്ടോ പറഞ്ഞത്. ഷെയ്ഡഡ് പോർഷനിൽ എക്സ് വെച്ചാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലോവർ ലിമിറ്റ് 1, അപ്പർ ലിമിറ്റ് 8. ഏത് വെച്ച് വേണമെങ്കിൽ ചെയ്യും. ഞാനിപ്പോൾ ഇൻ ടേംസ് ഓഫ് വൈ ചെയ്യുന്നു, അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ലോവർ ലിമിറ്റ് 1, അപ്പർ ലിമിറ്റ് 4. ഇൻ ടേംസ് ഓഫ് വൈ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡി വൈ എന്ന് എഴുതുവാണ്. ഓക്കെ, ഡി വൈ. ഇനി വൈയുടെ ടേംസിലാണ് നിങ്ങൾ ഇൻ്റഗ്രേഷൻ നടത്തുന്നതെങ്കിൽ, ഇഫ് യു ഇൻ്റഗ്രേറ്റ് ഇൻ ടേംസ് ഓഫ് വൈ, വി ഗെറ്റ് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ്. ഒരു ക്ലോസ്ഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? ഇങ്ങനെ അപ്പർ ലോവർ മാത്രം പോരല്ലോ, ലെഫ്റ്റും റൈറ്റും വേണം അല്ലേ? അപ്പോൾ അപ്പർ ലോവർ കിട്ടും ഇൻ ടേംസ് ഓഫ് വൈ ആണെങ്കിൽ. എന്നിട്ട് റൈറ്റിൽ വരുന്ന കർവിൽ നിന്ന് ലെഫ്റ്റിൽ വരുന്ന കർവ് അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഫ്രം റൈറ്റ് കർവ്, ഷെയ്ഡഡ് പോർഷനിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. ഈ റൈറ്റിലെ എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക. റൈറ്റ് എക്സ്, അതിൽ നിന്ന് ലെഫ്റ്റ് എക്സ് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, റൈറ്റിൽ വരുന്ന എക്സിൽ നിന്ന് ലെഫ്റ്റിൽ വരുന്ന എക്സ് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഈക്വൽ ടു 1 to 4. ഇതാണ് റൈറ്റിൽ വരുന്ന കർവ്. അതിൻ്റെ എക്സ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 8/y മൈനസ്. ഇതാണ് ലെഫ്റ്റിൽ വരുന്ന കർവ്. അതിൻ്റെ എക്സ് കണ്ടുപിടിക്കണം. √y.
dy. ഓക്കെ, ഇൻ ടേംസ് ഓഫ് എക്സ് ആണ് നിങ്ങൾ ഇൻ്റഗ്രേഷൻ നടത്തണമെങ്കിൽ, ഇൻ ടേംസ് ഓഫ് എക്സ് ആണ് ഇൻ്റഗ്രേഷൻ നടത്തണമെങ്കിൽ ലെഫ്റ്റും റൈറ്റും ലിമിറ്റ് കിട്ടും. അപ്പോൾ അപ്പർ മൈനസ് ലോവർ ചെയ്യേണ്ടി വരും. അപ്പർ മൈനസ് ലോവർ. ഞാനിപ്പോൾ അപ്പം ഇത് ചെയ്തതിന് ശേഷം ഞാൻ പറയാം, നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം തന്നെ ഇൻ്റഗ്രൽ 8 log y 1/y ഇൻ്റഗ്രൽ log y raised to 1/2 y raised to 3/2 by 3/2 from 1 to 4 is equal to 8 into ഞാൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇവിടെ തന്നെ കൊടുക്കുകയാണ്. log 4 മൈനസ് log 1. ചില എല്ലാത്തിലും അപ്പർ ലിമിറ്റ് കൊടുത്തതിന് ശേഷം ലോവർ ലിമിറ്റ് കൊടുക്കുക, അങ്ങനെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. മൈനസ് 2/3 ഇൻറ്റു, ഇനി അപ്പർ ലോവർ ഇതിനകത്ത് കൊടുക്കുകയാണ്, 4 raised to 3/2 മൈനസ് 1 raised to 3/2. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ അതേ രീതി ചെയ്തോളൂ. ദിസ് become 8 log 4. log 1 become 0 minus 4 raised to 3/2. 4 raised to 3/2 is written as 4 raised to 1/2 the whole cube, which is not root 2, which is 2 cube, that is 8. 2/3 into 8 minus 1 raised to 3/2 is 1. So 8 log 4 minus 14/3. 8 minus 1 7, 7 into 2 14. Minus 14/3 ഉണ്ട്. 8 log 4 ഇല്ല. ആ ചെറിയൊരു കറക്ഷൻ നോക്കൂ, നമുക്ക് ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് log 2 സ്ക്വയർ എന്നിടുന്നു. ആ സ്ക്വയർ ഇപ്പുറം കൊണ്ടുവന്നാൽ 16 log 2 minus 14/3. We get option A. A is correct. Okay. സാവകാശം ഫിഗർ വരച്ചെടുക്കുക, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അതനുസരിച്ച് കണ്ടുപിടിക്കുക, ഷെയ്ഡ് ചെയ്യുക, ദെൻ ഏരിയയിലേക്ക് എത്തുക. ക്ലിയർ അല്ലേ? ഇനി ഇത് ഇൻ ടേംസ് ഓഫ് എക്സ് ചെയ്യണമെങ്കിലും ചെയ്യാം കേട്ടോ. ജസ്റ്റ് വേണമെങ്കിൽ ഞാനൊന്ന് പറയാം. ഇൻ ടേംസ് ഓഫ് എക്സ് വേണമെങ്കിലും ഇത് ചെയ്യാം. ഇൻ ടേംസ് ഓഫ് എക്സ് ആണ് നിങ്ങൾ ഇൻ്റഗ്രേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എക്സിൻ്റെ ലോവർ ലിമിറ്റ് 1 ടു അപ്പർ ലിമിറ്റ് 8 ഇതുണ്ടോ എക്സിൻ്റെ അപ്പർ. പക്ഷെ അവിടെ ഒരു ഇഷ്യൂ നിങ്ങൾ നേരിടും. എന്താണെന്നറിയോ? ഇഷ്യൂ നേരിടുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. 2 ഇഷ്യൂസ് ആണുള്ളത്. ഒന്ന്, നമുക്ക് 1 മുതൽ 8 വരെ എടുക്കുമ്പോൾ ലെഫ്റ്റും റൈറ്റും ഒക്കെയാണ്. ഞാൻ പറഞ്ഞു ലെഫ്റ്റും റൈറ്റും ഒക്കെയാണ്. അപ്പോൾ അപ്പറും ലോവറും എടുക്കണം. ലോവർ കുഴപ്പമില്ല, ഒരൊറ്റ ഇക്വേഷനാണ്. പക്ഷെ അപ്പർ പ്രശ്നമാണ്. അപ്പർ രണ്ടും 2 ഇക്വേഷനാണ്. അപ്പോൾ അതുകൊണ്ട് 1 to 8 എഴുതാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ 1 to 2 എഴുതുന്നു. 1 to 2 എഴുതുന്നു. ഈ ഇക്വേഷനിൽ y എത്രയാണെന്ന് കാണുന്നു. ഇതിൻ്റെ y x² പ്ലസ് 2 മുതൽ 8 വരെ ചെയ്യുന്നു. അപ്പോൾ ഈ കർവാണ് വരുന്നത്. ഇതിൻ്റെ y എത്രയാണെന്ന് കാണും, 8/x. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് പോർഷൻ്റെ ഏരിയ കിട്ടി ഫ്രം എക്സ് ആക്സിസ്. അതായത് ഈ പോർഷൻ്റെ ഏരിയ കൂടെ നിങ്ങൾക്ക് കയറി വന്നു. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എന്ത് സബ്ട്രാക്ട് ചെയ്യണം? മൈനസ്. ഇതൊരു റെക്റ്റാങ്കിളാണ്, ഇതങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി കേട്ടോ, ഒരു പ്രശ്നമില്ല. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത്ത് ഇത് 8, ഇത് 1, സോ ലെങ്ത്ത് 7 ഇൻറ്റു ഹൈറ്റ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അത് ചെയ്താലും മതി, കുഴപ്പമില്ല. ആൻസറിലേക്ക് എത്താൻ പറ്റും. ഏത് വിധത്തിൽ വേണമെങ്കിലും ചെയ്യാം. ഇതാകുമ്പോൾ ഇൻ്റഗ്രേഷൻ കുറച്ചുകൂടെ ഒരു ഈ റൂട്ടൊന്നും വരുന്നില്ല, റേസ് ടു 3/2 ഒന്നും വരുന്നില്ല. ചിലർക്ക് ഇതായിരിക്കും എളുപ്പം. അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്തു. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് 2022 ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ഏതൊക്കെ 23 ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y is equal to mod x² - 1.
mod x square minus 1. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. ആൻഡ് y is equal to 1. നോക്കൂ, ആദ്യം y is equal to x square minus 1ൻ്റെ ഗ്രാഫ് നോക്കാം. പരാബോള yക്ക് 0 കൊടുക്കുമ്പോൾ x square equal to 1, we get x equal to plus or minus 1. x equal to plus or minus 1. ഏകദേശം ഇതേ രീതിയിലിരിക്കുന്ന ഒരു പരാബോളയായിരിക്കും. ദിസ് പോയിന്റ് ബിക്കം -1, ദിസ് പോയിന്റ് ബിക്കം 1. എക്സിന് -1ഉം 1ഉം കൊടുക്കുമ്പോൾ 0 കിട്ടും. ഈ ഷേപ്പിൽ വരുന്ന ഒരു പരാബോളയായിരിക്കും. y is equal to mod x square minus 1. This is the graph of y equal to x square minus 1. നോക്കൂ, നമുക്കിതിൻ്റെ മോഡുലസ് ആവശ്യം. മോഡുലസ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മോഡുലസ് ചോദിച്ചാൽ ഈ പോർഷനില്ലേ, ഇതങ്ങ് കട്ട് ചെയ്യണം. കാരണം മോഡ് ഓഫ് x square minus 1 ആൻസർ ഈസ് ഓൾവേസ് പോസിറ്റീവ്. ബിലോ ദി എക്സ് ആക്സിസ് കട്ട് ചെയ്തിട്ട് ഇത് നേരെ മുകളിലേക്ക് വയ്ക്കും. അത്രയും ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഗ്രാഫ് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. -1, 1. ഇങ്ങനെ വന്ന ഗ്രാഫ് വന്നിട്ട് ഓക്കെ. ഇനി ഈ പോയിന്റ് ഏതാണെന്നറിയോ? അത് പറയാം. നോക്കൂ, ഇവിടെ എക്സിന് 0 കൊടുത്താൽ വൈക്ക് എന്ത് കിട്ടും? ഈ ഗ്രാഫിൽ പുട്ട് എക്സ് ഈക്വൽ ടു 0, വൈ ഈസ് ഈക്വൽ ടു 0 മൈനസ്. അപ്പോൾ ഈ പോയിന്റ് ശരിക്കും വരുന്നത് 0, -1 എന്നാണ്. ഇത് നേരെ തിരിഞ്ഞു മുകളിലേക്ക് പോകും. അല്ലെങ്കിൽ എക്സിന് 0 കൊടുക്കുന്നു, കാരണം ഇത് വൈ ആക്സിസ് അല്ലേ. വൈ ആക്സിസിൽ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 0, 1. ഓക്കെ, ഇതാണ് y is equal to mod x square minus 1ൻ്റെ ഗ്രാഫ്. ആൻഡ് y equal to 1. y equal to 1 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സ്ട്രൈറ്റ് ലൈൻ. y is equal to 1. y is equal to 1 എന്ന് പറയുന്ന സ്ട്രൈറ്റ് ലൈൻ. അപ്പോൾ നോക്കൂ, y is equal to mod x square minus 1നും y equal to 1നും ഇടയിൽ ഏരിയ. അപ്പോൾ നമുക്ക് ഏരിയ കിട്ടിക്കഴിഞ്ഞു. ദിസ് ആൻഡ് ദിസ്. ഓക്കെ, ഈ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി ഇൻ ടേംസ് ഓഫ് എക്സ് ആണോ ഇൻ ടേംസ് ഓഫ് വൈ ആണോ, നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണോ. ഇത് -1, ഇത് 1, ഇത് 1, ഇത് y ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇൻ ടേംസ് ഓഫ് എക്സ് വേണമെങ്കിൽ എക്സ് ചെയ്യാം, ഇൻ ടേംസ് ഓഫ് വൈ ആണെങ്കിൽ വൈ ചെയ്യാം. പിന്നെ ഇതിനൊരു ബെനിഫിറ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും സിമ്മട്രിക്കാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പോർഷൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 2 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റൈറ്റ് സൈഡിൻ്റെ ഏരിയ കാണാം. ഇൻ ടേംസ് ഓഫ് എക്സ് ചെയ്യണമെങ്കിൽ എക്സ് ചെയ്യാം, ഇൻ ടേംസ് ഓഫ് വൈ ചെയ്യണമെങ്കിൽ വൈ ചെയ്യാം. നമ്മളിപ്പോൾ ഇൻ ടേംസ് ഓഫ് എക്സ് ചെയ്യാന്നിരിക്കട്ടെ. രണ്ടിലെ ലിമിറ്റ് ശരിയാണ്. എക്സ് ആണെങ്കിലും 0 to 1 ആണ്, വൈ ആണെങ്കിലും അതെ 0 to 1 തന്നെയാണ് ലിമിറ്റ്. നോക്കൂ, ഇൻ ടേംസ് ഓഫ് എക്സ് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. എക്സ് 0 മുതൽ 1 വരെ, 0 മുതൽ 1 വരെ. അപ്പോൾ നോക്കൂ, 0-ൽ തുടങ്ങി 1-ൽ അവസാനിച്ചു. അപ്പർ ഏതാണ്? അപ്പർ എന്ന് പറയുന്നത് ഈ ലൈനാണ്. ലെഫ്റ്റിൽ 0, റൈറ്റിൽ 1. അപ്പർ ഈ ലൈനാണ്. അതിനകത്ത് നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. അതിലും ബെറ്റർ
വൈ വെച്ചിട്ടാണ് അല്ലേ? വൈ വെച്ചിട്ടാണെങ്കിൽ റൈറ്റിൽ ഇത് എഴുതാം, ലെഫ്റ്റിൽ ഇത് എഴുതാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഇൻറ്റു 0 to 1 ഇൻ ടേംസ് ഓഫ് വൈ നമുക്ക് ഇൻ്റഗ്രേഷൻ നടത്താം. ഏതായാലും കുഴപ്പമില്ല, വൈ ആയാലും കുഴപ്പമില്ല, എക്സ് ആയാലും പ്രശ്നമില്ല. ഇൻ ടൈംസ് ഓഫ് ഫൈ ആണെങ്കിൽ 0 മുതൽ 1 വരെ ചെയ്യുന്നു, അത് വൈയുടെ കോർഡിനേറ്റ്, ദിസ് മൈനസ് ദിസ്. ഇൻ ടൈംസ് ഓഫ് എക്സ് ആണെങ്കിൽ 0 to 1 ചെയ്യുമ്പോൾ 0 മുതൽ 1 വരെ. ഇവിടെ ഒരു വേറൊരു ഇഷ്യൂ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അപ്പർ ലിമിറ്റ് 1 എഴുതി കഴിഞ്ഞാൽ ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഒന്ന് കാണണം. ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്, ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കിട്ടി. അതെങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ ഇക്വേഷൻ രണ്ട് രീതിയിലാണ് വരുന്നത്. സി y ഈസ് ഈക്വൽ ടു മോഡ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്നതിനെ മോഡുലസ് മാറ്റി കഴിയുമ്പോൾ രണ്ട് വിധത്തിൽ എഴുതാം. വൺ ഈസ് പോസിറ്റീവ് എക്സ് സ്ക്വയർ മൈനസ് 1. അതെപ്പോഴാണ്? എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരുമ്പോൾ. നെഗറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ദാറ്റ് ഈസ് 1 മൈനസ് എക്സ് സ്ക്വയർ വെൻ എക്സ് സ്ക്വയർ ലെസ് ദാൻ 1 വരും. അപ്പോൾ ഇത് കണ്ടോ, ഇത് 1നേക്കാൾ ഗ്രേറ്റർ വരുന്ന പോർഷനാണ്. അപ്പോൾ ഗ്രേറ്റർ വരുന്ന പോർഷൻ ആകുമ്പോൾ ഈ കർവിൻ്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 1 എന്നാണ്. എക്സ് സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 1 ആണ്. അപ്പോൾ y ഈക്വൽ ടു 1 കൊടുത്താൽ എക്സ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു y എന്നാണ്. ഈക്വൽ ടു 1 എന്ന് കൊടുത്താൽ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 വരും. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 വരും. എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 കിട്ടും. ഈ പോയിന്റ് റൂട്ട് 2 ആണ്. ഇതാണ് കേട്ടോ മൈനസ് റൂട്ട് 2 വരുന്നത് എക്സിൻ്റെ. അപ്പോൾ ഈ പോയിന്റ് റൂട്ട് 2. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 0 മുതൽ 1 വരെ ഇൻ്റഗ്രേഷൻ നടത്തുന്നു. തീരുമാനിച്ചില്ലേ? 0 മുതൽ 1 വരെ. 1 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും. 0 മുതൽ 1 വരെ. അപ്പർ ലൈൻ എന്ന് പറയുന്നത് 1 ആണ്. നോക്കൂ, ഇൻ ടേംസ് ഓഫ് എക്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻ ടേംസ് ഓഫ് എക്സ് ആണ്. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. ഈ പോർഷൻ ഇതിൻ്റെ മുകളിൽ വരുന്നത് ഇതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ ഒരു സ്ക്വയർ ഒക്കെ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. സ്ക്വയർ റെക്റ്റാങ്കിൾ എടുത്തിട്ട് ചെയ്യണമെന്നൊന്നും കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതിൻ്റെ 1 ആണ് വരുന്നത്. മൈനസ് ദിസ് പോർഷൻ. ഇത് ശരിക്കും ഏരിയ 1 കിട്ടും. ഓക്കെ, മൈനസ് ഇത് ചെയ്യണം. ഈ പോർഷൻ വേണ്ട. അപ്പോൾ മൈനസ് ദിസ്. മൈനസ് എന്ത് വരും? ഞാൻ പറഞ്ഞു, ഇഫ് കർവിന് രണ്ട് ഇക്വേഷൻ ഉണ്ട്. വൺ ഈസ് എക്സ് സ്ക്വയർ മൈനസ് 1, ദിസ് ഈസ് 1 മൈനസ് എക്സ് സ്ക്വയർ. ബിലോ 1 വരുമ്പോൾ ഇത് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ദിസ് ബിക്കം 1 മൈനസ് എക്സ് സ്ക്വയർ. സോ മൈനസ് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ dx പ്ലസ് 1 മുതൽ റൂട്ട് 2 വരെ, ഫ്രം 1 ടു റൂട്ട് 2. അപ്പർ കർവ് എന്ന് പറയുന്നത് ഈ ലൈനാണ്. y ഈക്വൽ ടു 1 മൈനസ് എല്ലാത്തിൻ്റെയും y അല്ലേ കണ്ടുപിടിക്കണ്ടേ. ഇതിൻ്റെ y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 dx. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യാം. 1 ക്യാൻസലായി പോയി. മൈനസ് എക്സ് സ്ക്വയർ വരും. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ x³/3 വരും. ഫ്രം 0 to 1 പ്ലസ് ഇത് മൈനസ് അകത്തേക്ക് ചെല്ലുമ്പോൾ 2 മൈനസ് എക്സ് സ്ക്വയർ വരും. ഇൻ്റഗ്രേഷൻ ഞാൻ ഒന്നിച്ച് എഴുതുവാണ്. 2x മൈനസ് x³/3 ഫ്രം 1 to റൂട്ട് 2. ഓക്കെ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1 മൈനസ് x³. ദെൻ അപ്പർ ലിമിറ്റ് 1/3 മൈനസ് ലോവർ ലിമിറ്റ് 0 പ്ലസ് 2 റൂട്ട് 2 മൈനസ് റൂട്ട് 2 ക്യൂബ് ദാറ്റ് ഈസ് 2 റൂട്ട് 2/3 മൈനസ് ലോവർ ലിമിറ്റ് 2 മൈനസ് 1/3. കറക്ഷനില്ലല്ലോ എങ്ങും. ദെൻ 1/3 മൈനസ് 1/3 പ്ലസ് 2 റൂട്ട് 2 മൈനസ് 2 റൂട്ട് 2/3 മൈനസ് 6 മൈനസ് 1 5/3. ഓക്കെ,
ഫൈനൽ ആൻസർ 2/3 4/3 എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനുണ്ട്. തെറ്റൊന്നുമില്ലല്ലോ. 2√2 ദേ ഇവിടെ തെറ്റ് എനിക്ക് 2√2 ആണ്. എവിടെയെങ്കിലും ഇങ്ങനെ ചെറിയ ഇഷ്യൂ വന്നാൽ മതി, മൊത്തം പ്രശ്നമാവുക. ഇവിടെ √2 ആണ്, ഡിനോമിനേറ്ററിലാണ് 3. 1/3 മൈനസ് 5/3 ദാറ്റ് ഈസ് മൈനസ് 4/3. 2√2 മൈനസ് 2√2/3 മൈനസ് 1/3 മൈനസ് 5/3 മൈനസ് 4/3. 3 LCM ആയിട്ട് എടുക്കാം. അപ്പോൾ ഡിവൈഡഡ് ബൈ 3, 6√2 മൈനസ് 2√2 മൈനസ് 4. 6 minus 2√2 which is 4√2 minus 4/3. 4/3 is taken common. √2 minus 1 inside the bracket. 4/3 into √2 minus 1. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ബോക്സ്. സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. ഓക്കെ അല്ലേ? തെറ്റാ, ഞാൻ ചെയ്തേക്കേണ്ട തെറ്റാ. ഓപ്ഷൻ ബി ഞാൻ മാർക്ക് ചെയ്താൽ എന്താ 4 മാർക്കും പോയി ഒരു -1 കിട്ടും. എന്താ തെറ്റെന്ന് പറയാമോ? ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു നമ്മൾ ഈ പോർഷൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നുള്ളൂ, അതേപോലെ തന്നെ ഒരു പോർഷൻ ഇപ്പറേ ഉണ്ടെന്ന്. പിന്നെ അത് ഓർത്തില്ല, വിട്ടു. കാര്യമായിട്ട് ഫിഗറൊക്കെ വരച്ച് ഷെയ്ഡ് ചെയ്ത് കഷ്ടപ്പെട്ട് ഇൻ്റഗ്രേഷൻ നടത്തി ആൻസർ കണ്ടുപിടിച്ചു. ആ *2ൻ്റെ കാര്യം മറന്നുപോയി. ഒരു *2 ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ഫൈനൽ *2 വരും. അപ്പോൾ 8/3 ഇൻറ്റു √2 മൈനസ് 1 വരും. അപ്പോൾ ഓപ്ഷൻ ബോക്സ് മാറ്റിയിട്ട് ഡി ആക്കി, ഡോഗ്. ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് ഫേസ് ചെയ്യും. ക്ലിയർ അല്ലേ? ദിസ് കർവ് ഓൾസോ ദിസ് കർവ്, രണ്ട് കർവ് നമ്മൾ കൺസിഡർ ചെയ്യും. സിമെട്രിക്കൽ ആയതുകൊണ്ടാണ് ഇത് മാത്രം എടുത്തത്. ഇനി വേറൊരു സിമ്പിളസ്റ്റ് ടെക്നിക്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഏരിയ 1 വരുള്ളൂ. അങ്ങനെ ചെയ്യണേ ചെയ്യാട്ടോ. ഇതൊരു സ്ക്വയറാ, 1 ലെങ്ത് ഇൻറ്റു ബ്രെഡ് പ്ലസ് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇത് √2 മൈനസ് 1 ആണ്. എന്ത് ലെങ്ത്? √2 മൈനസ് 1 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് √2 ആണ്. അല്ല, ഹൈറ്റ് നമ്മൾ കണ്ടില്ല അല്ലേ? ആ ഹൈറ്റ് 1 ആണ്, ഇൻറ്റു 1. അപ്പോൾ ഇത് ശരിക്കും √2 കിട്ടും, ഈ ടോട്ടൽ ഏരിയ. അല്ലെങ്കിൽ ഇത് എൻ്റയർ ഏരിയ ഒന്നിച്ച് കണ്ടാലും മതി, എന്നാലും പ്രശ്നമില്ല. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യണമെന്നൊന്നുമില്ല. ഈ കംപ്ലീറ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത് √2, ഹൈറ്റ് 1, അപ്പോൾ √2 കിട്ടും. അതിനകത്ത് നിന്ന് ഈ പോർഷനും സബ്ട്രാക്ട് ചെയ്താൽ മതി. അവിടെ ഇൻ്റഗ്രേഷൻ നടത്തേണ്ട വരും. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത് √2, ഹൈറ്റ് 1, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ദാറ്റ് ഈസ് √2. അതിനുശേഷം ഈ പോർഷൻ ഇത് രണ്ടും അതിനകത്ത് സബ്ട്രാക്ട് ചെയ്യണം, അവിടെ ഇൻ്റഗ്രേഷൻ നടത്തും. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് രണ്ട് കർവിൻ്റെ രണ്ട് ഇക്വേഷനാണ് എഴുതുന്നത്. അത് ക്ലിയർ അല്ലേ? അതായത് ഇത് എവിടെ എഴുതിയിരിക്കുന്ന ഈ കാര്യം, y = mod x എന്നുള്ളതിനെ -x എന്ന് എഴുതും, x <0, x <0. അതേ കൺസെപ്റ്റ് തന്നെ മോഡ് x² - 1 എന്നുള്ളതിനെ -(x²- 1), അതായത് 1 - x². when this become <0, അത് x² <1 വരുന്നു. പോസിറ്റീവ് ദാറ്റ് ഈസ് x² - 1 when x² - 1 0. അപ്പോൾ >1 വരുമ്പോഴും <1 വരുമ്പോഴും ഇവിടെ എടുത്തിരിക്കുന്ന രണ്ട് ഫംഗ്ഷൻ ഡിഫറെൻ്റാണ്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുണ്ടോ, ഇത് 1 - x², ഇത് x² - 1. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് 2023 ക്വസ്റ്റ്യൻ ആണ്. കുറേ ഇക്വേഷൻസ് വരുന്നുണ്ട്, ഞാനത് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. സി, ഒന്ന് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ. രണ്ട് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 മൈനസ് എക്സ് സ്ക്വയർ. മൂന്ന് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. ഈ 3 ഗ്രാഫ് വരയ്ക്കണം. ഈ 3 ഗ്രാഫ് വരച്ചിട്ട് ഒരു കോമൺ പോർഷനിലേക്ക് നിങ്ങൾ എത്തണം. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് വളരെ എളുപ്പമാണ്. y is equal to 7, സ്ട്രെയിറ്റ് ലൈൻ. പിന്നെ ഇത് രണ്ടും പരാബോളയാണ്, വലിയ പ്രശ്നമുള്ളതൊന്നുമല്ല. നമുക്ക് ആദ്യം ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. ഞാൻ ആദ്യം റഫായിട്ടൊരു ഗ്രാഫ് കാണിച്ചു തരാം. നോക്കൂ, ഇത് എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ, പ്രശ്നമില്ല. ഇത് ശരിക്കും y is equal to മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 8. പരാബോളയാണ്. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് നെഗറ്റീവ് ആണ്, സോ ഡൗൺവാർഡ് പരാബോള വരും. എക്സിന് 0 കൊടുക്കുമ്പോൾ ആൻസർ കിട്ടുന്നത് 8 ആണ്. അപ്പോൾ ഇനി വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ സീക്കൽ ടു 8 കിട്ടും. എക്സ് സീക്കൽ ടു പ്ലസ് ഓർ മൈനസ് 2 റൂട്ട് 2. ഇവിടെ ഞാൻ മൈനസ് 2 റൂട്ട് 2ഉം ഇവിടെ പ്ലസ് 2 റൂട്ട് 2 എടുത്താൽ ഇവിടെ 8 എടുത്താൽ ഇതിങ്ങനെ കൊടുക്കും, പരാബോള വരും. പിന്നെ ഇത് y ഈക്വൽ ടു 7 സ്ട്രൈറ്റ് ലൈൻ. ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റോടെ ഒന്ന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് അതിനകത്ത് വരുന്ന റീജിയൻ ആണ് കാണേണ്ടത്. അതാണ് ഏകദേശം ഒരു ഷേപ്പ്. ഓക്കെ, ക്ലിയർ ആയിട്ടൊന്ന് ഫിഗർ നമുക്കൊന്ന് വരയ്ക്കാം. നോക്കൂ, പരാബോള, അടുത്ത പരാബോള, y ഈക്വൽ ടു 7. ഓക്കെ, ഇത് y ഈസ് ഈക്വൽ ടു 8 മൈനസ് എക്സ് സ്ക്വയർ. ഈ പോയിന്റ് 8, ഇത് 7. ഓക്കെ, ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റോടെ ഒന്ന് കണ്ടേക്കാം നമുക്ക്. അത് എങ്ങനെയാണ് വരുന്നത്? ഇത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഈ പോയിന്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സോൾവിങ് ദീസ് ടു സോൾവ് ചെയ്ത് നോക്കിയേ. y ഈക്വൽ ടു എക്സ് സ്ക്വയർ കൂടെ കൊടുക്കൂ. അപ്പോൾ എക്സ് സ്ക്വയർ is equal to 8 മൈനസ് എക്സ് സ്ക്വയർ. 2x സ്ക്വയർ is equal to 4. സോറി, നോട്ട് 4. 2x സ്ക്വയർ is equal to 8. x സ്ക്വയർ is equal to 4. x is equal to പ്ലസ് ഓർ മൈനസ് 2. x ആട്ടോ കിട്ടിയത്. x ആണ് 2, അല്ലെങ്കിൽ x ആണ് മൈനസ് 2 കിട്ടിയത്. എക്സിന് 2 കൊടുത്താൽ yക്ക് 4 കിട്ടും. ഇത് 4 ആണ്. അപ്പോൾ ഇവിടെ ഒരു ഇത് വരുന്നത് 4 വരും. ഓക്കെ, ഇത് 0. ഇനി ഞാൻ ഏരിയ ഒന്ന് നോക്കാം. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ഇൻസൈഡ് പോർഷൻ വരും, ഇൻസൈഡ് ദിസ് കർവ് അല്ലേ. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ. കാരണം ഇതിൻ്റെ ഇൻസൈഡ് വരുന്ന ഒരു പോയിന്റ് എടുത്താൽ 0, 4 സാറ്റിസ്ഫൈ ചെയ്യും. എക്സിന് 0 കൊടുത്തു, വൈക്ക് 4 കൊടുത്തു, സാറ്റിസ്ഫൈ ചെയ്യും. ഇനി അപ്പോൾ ഇതിൻ്റെ ഇൻസൈഡ് വരും, ഈ പരാബോളയുടെ ഇൻസൈഡ് വരും. സംശയമുള്ളൊരു പോയിന്റ് എടുത്തോ 0, 0. എക്സിന് 0, വൈക്ക് 0 സാറ്റിസ്ഫൈ ചെയ്യും. ഈ ലൈൻ്റെ താഴേക്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുന്ന കോമൺ റീജിയൻ എവിടെ വരും? കോമൺ റീജിയൻ പറ. ദിസ് ഈസ് ദ കോമൺ റീജിയൻ. ശരിയല്ലേ? ഓക്കെ, പരാബോളയുടെ ഇൻസൈഡ് വരുന്നു, ലൈൻ്റെ താഴെ വരുന്നു. ദിസ് ഈസ് ദ കോമൺ റീജിയൻ. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഞാൻ ഇതും ഇൻ ടേംസ് ഓഫ് y ഇൻ്റഗ്രേഷൻ നടത്താൻ ഡിസൈഡ് ചെയ്തു. അപ്പോൾ ശരിക്കും ഇൻ്റഗ്രേഷൻ നടത്തേണ്ടത് ഇൻ ടേംസ് ഓഫ് y ആട്ടോ.
ഞാൻ വൈയുടെ വാല്യൂസ് നോക്കുമ്പോൾ 0 മുതൽ 8 വരെ പോകണ്ട, 0 മുതൽ 7 വരെ പോയാൽ മതി. ഇവിടം വരെയല്ലേ ഷെയ്ഡഡ് പോർഷൻ ഉള്ളൂ. 0 to 7 വരെ പോയാൽ മതി. അത് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ വേറൊരു ഇഷ്യൂ ഞാൻ നേരിടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ 0 to 7 എടുക്കുമ്പോൾ ലോവർ 0 അപ്പർ 7, പിന്നെ സിമ്മട്രിക്കൽ ആയതുകൊണ്ട് നമുക്ക് ഒരു കാര്യം തീരുമാനിച്ചു, റൈറ്റ് കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 2 ചെയ്താൽ മതി, അതും ഓക്കെ. ഇത് കണ്ടുപിടിച്ചു, ഇൻറ്റു 2 ചെയ്താൽ മതി, അതും ഓക്കെ. 2ൻ്റെ കാര്യം മറക്കരുത് കേട്ടോ. അതിനുമായിട്ട് ബന്ധപ്പെട്ടില്ല, ഇഷ്യൂള്ള ആൻസർ ഇല്ല. 24 കൊടുത്തിട്ടുണ്ട്, 12 ഉണ്ടായിരുന്നു ചിലപ്പോൾ പ്രശ്നമാവും. 20 കൊടുത്തിട്ടുണ്ട്, 10 ഉണ്ടായിരുന്ന ഇഷ്യൂ ആവും, അത് പ്രശ്നമില്ല. എന്തായാലും ഇതിൻ്റെ ഒന്നിൻ്റെ ഹാഫ് അവിടെ ഇല്ല. അപ്പോൾ 2 ഇല്ലാതെ വന്നാലും നമ്മളൊന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, അടുത്ത പോയിന്റ്. അപ്പോൾ ലോവർ 0 അപ്പർ 7 തീരുമാനിച്ചു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ഷെയ്ഡഡ് പോർഷനിൽ റൈറ്റ് മൈനസ് ലെഫ്റ്റ്, റൈറ്റ് മൈനസ് ലെഫ്റ്റ്. ഇവിടെ അത് പ്രശ്നമില്ല, കാരണം ലെഫ്റ്റിൽ വൈ ആക്സിസ് ആണ് നിൽക്കണേ. അപ്പോൾ റൈറ്റ് എടുത്താൽ മതി. ലെഫ്റ്റിൽ വേറെ കർവ് കയറി വരുന്നില്ല, വൈ ആക്സിസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ഈ വൈ ആക്സിസ് മുതൽ കർവ് വരെയുള്ള ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നോക്കൂ, ഇൻ ടേംസ് ഓഫ് വൈ ഞാൻ ഇൻ്റഗ്രേഷൻ നടത്തുവാണ്. ഡി വൈ, വേരിയബിൾ ഈസ് വൈ. ദേ വൈ ആക്സിസ് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ പോവുക. എന്താ പ്രശ്നം, 0 മുതൽ 7 വരെ ഏത് ഇക്വേഷൻ എഴുതും? ദിസ് ഓർ ദിസ്. ഈ 4ൽ വെച്ച് 2 ഇക്വേഷനായിട്ട് തിരിയുക, 2 ഫിഗർ കയറി വരുന്നുണ്ട്. 0 മുതൽ 4 വരെ ഈ ഫിഗർ ആയിരുന്നുവെങ്കിൽ 4 to 7 ഈ ഫിഗറാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 0 to 7 എന്നുള്ള പരിപാടി അങ്ങ് വേണ്ടെന്ന് വെച്ചു. എന്നിട്ടോ 0 to 4 എഴുതുക. 0 to 4 എഴുതുമ്പോൾ ഈ കർവ് എടുക്കുക, 0 മുതൽ 4 വരെ ഈ കർവ്. ഈ കർവിൻ്റെ ഇൻ ടേംസ് ഓഫ് ഡി വൈ അല്ലേ ഉദ്ദേശിക്കുന്നത്, ഇൻ ടേംസ് ഓഫ് വൈ അല്ലേ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കണം. ഈ കർവിൻ്റെ എക്സ് എന്താണ്, √y പ്ലസ് 4 to 7, 4 to 7 ഈ കർവ്, ദിസ് കർവിൻ്റെ എക്സ് കണ്ടുപിടിക്കണം. നോക്കൂ, ഇതിൻ്റെ എക്സ് x² is equal to 8 minus y. X is equal to √8 minus y. √8 minus y dy into 2. ഇൻ്റഗ്രേഷൻ ഒന്നും പ്രശ്നമില്ല, ഞാൻ വാല്യൂ കൊടുക്കുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി കറക്റ്റായിട്ട്. y raised to 3/2 by 3/2 0 to 4 plus 8 minus y raised to 3/2 by 3/2. എൻ്റെ മൈനസോടെ വേണം, മൈനസ് എന്താണ്, 8 മൈനസ് വൈ, വൈയുടെ കോഎഫിഷ്യൻ്റ് മൈനസ്, ഇവിടെ ഇട്ടാലും മതി. മൈനസ് limit from where to where, 4 to 7, 4 into 2 ഉണ്ട്, 2/3 ഔട്ട്സൈഡ് എടുത്തു, അപ്പോൾ 4/3 കിട്ടും, 4/3 കിട്ടും. y raised to 3/2 0 to 4 minus 8 minus y raised to 3/2 4 to 7 is equal to 4/3 into upper limit 4 കൊടുത്താൽ 4 raised to 3/2 നമ്മൾ നേരത്തെ ചെയ്തതാണ്, 2 raised to 3 വരും, which become 8 minus lower limit 0 minus 7 കൊടുത്താൽ 8 minus 7 1, 1 raised to 3/2 is 1 minus 4 കൊടുത്താൽ 8 minus 4 4, 4 raised to 3/2, that become 8. Okay, which is equal to 4/3 into 8 minus
-7. Okay, -7. 1 - 8 -7, which is equal to 4/3 into 15, which is equal to 4 into 5. Answer is 20. Option B. Answer is 20. Clear അല്ലേ? ഇത് സ്പ്ലിറ്റ് ചെയ്യാനുള്ള റീസൺ മനസ്സിലായോ? ഞാൻ 0 to 7 എന്നുള്ള ലിമിറ്റ് മാറ്റിയിട്ട് 0 to 4 then 4 to 7 എടുക്കാൻ കാരണം 0 to 7 എടുത്താൽ റൈറ്റിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് കർവ് 4ൽ വെച്ചിട്ട്. 0 to 4 ഒരു കർവ്, 4 to 7 അനദർ കർവ്. റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട്, രണ്ട് കർവായിട്ട് മാറുന്നത് കൊണ്ട് 0 to 4ൽ ഒരു കർവ് കൊടുത്തു, then 4 to 7 അനദർ കർവ്. ഓക്കെ, ഇൻ ടൈംസ് ഓഫ് എക്സ് ചെയ്താലോ എളുപ്പമായിരിക്കുമോ? എക്സ് ചെയ്താൽ ഇത് 2 അല്ലേ, 0 മുതൽ 2 വരെ എടുക്കും. അല്ല, ഈ പോയിന്റ് എടുക്കണം. അപ്പോൾ 0 മുതൽ ഈ പോയിന്റ് y = 7 എന്നുള്ളത് ഈ കർവിൽ കൊടുത്താൽ 1 കിട്ടും അല്ലേ. അപ്പോൾ 0 മുതൽ 1 വരെ ഈ കർവ് എഴുതുക. എക്സ് വേണേൽ ചെയ്യാട്ടോ. 0 മുതൽ 1 വരെ, അപ്പോൾ ഈ കർവ് എഴുതുക, ഈ ലൈൻ എഴുതുക. 1 മുതൽ 2 വരെ ഈ കർവ് എഴുതുക. -0 മുതൽ 2 വരെ ഈ കർവ് എഴുതുക. അങ്ങനെ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതും 2022 തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ചുകൂടെ ഈസിയാണ്, കാരണം ഒരെണ്ണം പരാബോള വരുന്നുള്ളൂ, മറ്റതൊരു ലൈനാണ് വരുന്നത്. നോക്കാം, നോക്കൂ. y ≥ x², ഇതാണ് ഒന്ന്. അടുത്തത് y ≤ മിനിമം ഓഫ്, മാക്സിമം അല്ല മിനിമം. ഏതൊക്കെയാണ്? x+2, 4 - 3x. ഇതിൻ്റെ മിനിമം എടുക്കും. ഓക്കെ, നമുക്ക് ആദ്യം ആ ലൈൻ ഒന്ന് വരയ്ക്കാം. പരാബോളയും ലൈനുമായിട്ട് കൂടുതൽ സാധ്യത. നോക്കൂ, ആദ്യം ഈ ലൈൻ, രണ്ട് ലൈനാണ് ഉള്ളത്. ഒന്ന് y = x+2, അടുത്തത് y = 4 - 3x. ഒന്ന് ഇങ്ങനെയും പോകും, ഒന്ന് ഇങ്ങനെയും പോകും, കാരണം ഒന്നിൻ്റെ സ്ലോപ്പ് നെഗറ്റീവ്, അടുത്ത ലൈൻ്റെ പോസിറ്റീവ്. Put x = 0, we get y = 2. Another, y = 0, x = -2. അപ്പോൾ ഒരു ലൈൻ ഇങ്ങനെ പോകും. നെക്സ്റ്റ്, x = 0, y = 4. y = 4. y = 0, x = 4/3. 4/3. ഓക്കെ, ഈ ലൈൻ, ഈ ലൈൻ. ഓക്കെ, ഇതിന്റെ മിനിമം ഏതാന്ന് വെച്ചാൽ അതാ എടുക്കേണ്ടത്. ദെൻ പിന്നെ പരാബോള. ഏതാണ് പരാബോള? x² = y. x² = സി. അപ്പോൾ ഈ ലൈനിന്റെ മിനിമം ഏതാണോ ആ പോർഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ലൈനിന്റെ മിനിമം എന്ന് പറഞ്ഞാൽ ഇത് വരും. അപ്പോൾ ഈ രണ്ട് ലൈനോടെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ ഇതാണ് മിനിമം വരുന്നത്. അല്ലേ, ഇവിടം മുതൽ ഇവിടം വരെ ഇതാണ് മിനിമം. y > x², ഇതിന്റെ ഇൻസൈഡ് ദി പരാബോള. പോർഷൻ കുഴപ്പമില്ലല്ലോ പറഞ്ഞത്, ക്ലിയർ അല്ലേ? ഇതും
ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ഓഫ് ദ റീജിയൻ. തെറ്റിയിട്ടില്ലല്ലോ? ഇല്ല. അപ്പോൾ ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഒന്ന് കണ്ടുപിടിച്ചേക്കാം നമുക്ക്. മീറ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ടോടെ സോൾവ് ചെയ്യുക. രണ്ട് ലൈൻ x+2 = 4 - 3x, 4x = 2, x = 1/2, x 1/2, x-ന് 1/2 കൊടുത്താൽ y 3/2. അതൊരു പോയിന്റ്. ഇനി ഈ ലൈനും പരാബോളയും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഒന്ന് കണ്ടേക്കാം. ഈ ലൈൻ ഇതേതാ ലൈൻ? ഇത് y = 4 - 3x ആണ്. 4 - 3x പരാബോളയും കൂടെ ഒന്ന് സോൾവ് ചെയ്യാം. 4 - 3x = x², x² + 3x - 4 = 0, x + 4 × x - 1 = 0. അപ്പോൾ ഈ പോയിന്റ് x = 1. x-ന് 1 കൊടുത്താൽ y-ക്കും 1. ഈ പോയിന്റോടെ ഒന്ന് കണ്ടേക്കാം. ഇത് y = x+2. അതും പരാബോളയെ സോൾവ് ചെയ്യുക. അപ്പോൾ x² = x+2, x² - x - 2 = 0, x - 2 × x + 1 = 0. അപ്പോൾ x നെഗറ്റീവ് വരണം. അപ്പോൾ ഈ പോയിന്റ് -1. x-ന് -1 കൊടുത്താൽ y-ക്ക് 1. അത് ഓക്കെ. ഓക്കെ. ഇനി ആ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഞാൻ എക്സ് വെച്ചിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എക്സ് വെച്ചോ വൈ വെച്ചോ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഞാൻ ഇൻ ടേംസ് ഓഫ് എക്സിന് വേണ്ടി ഒരു ശ്രമം നടത്തുവാണ്. നോക്കിക്കോളൂ. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഇവിടെ -1-ൽ തുടങ്ങി 1-ൽ അവസാനിക്കണം. ഓക്കെ അല്ലേ? അതെ. അപ്പോൾ ഇത് ഇവിടെയും കൂടെ വേണം. ഇവിടെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാട്ടോ ഇത് 1/2. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഐഡിയ ഇതാണ്. ഇൻ ടേംസ് ഓഫ് എക്സ് ആട്ടോ ഇൻ്റഗ്രേഷൻ നടത്തുന്നത്. -1 മുതൽ 1/2 വരെ, -1 മുതൽ 1/2 വരെ അപ്പർ എന്ന് പറയുന്നത് ഈ ലൈനാണ്. ദാറ്റ് ഈസ് x+2 dx പ്ലസ് 1/2 to 1 അപ്പർ എന്ന് പറയുന്നത് ഈ ലൈനാണ് 4 - 3x. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രം എക്സ് ആക്സിസ് കംപ്ലീറ്റ് ഏരിയ കിട്ടി. അതിനകത്തുനിന്ന് ഈ പോർഷനും സബ്ട്രാക്ട് ചെയ്ത് കളയും. ഷെയ്ഡഡ് അല്ലാത്തതാണ്. അതിന് നമുക്ക് ഒരൊറ്റ കർവാണുള്ളൂ. ആ ഗ്രീൻ കർവ് മാത്രമേ ഉള്ളൂ. സോ -1 to 1 x² dx. ഇത്രയാണ് ഇപ്പോൾ എഴുതിയതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നമുക്കതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഓപ്ഷൻ വരുന്നില്ല എങ്കിൽ എവിടെയെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. x²/2 + 2x -1 to 1/2 4x - 3x²/2 1/2 to 1 -x³/3 -1 to 1. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/4 2 വരുമ്പോൾ 1/8 വരും, പ്ലസ് 1 വരും, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/2 -2 വരും അല്ലേ? 1/2 - 2 വരും, പ്ലസ് ഇവിടെ 4 - 3/2 വരും. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 4 - 3/2 വരും, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/2 കൊടുക്കുമ്പോൾ 2 വരും, മൈനസ് ഇവിടെ 1/2 കൊടുക്കുമ്പോൾ 1/4/2 1/8 വരും, മൈനസ് ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/3 വരും, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -1/3. Then simplify it. 9/8
മൈനസ് 1 മൈനസ് 4 മൈനസ് 3 വരും, പ്ലസ് 3/2 പ്ലസ് 8 മൈനസ് 3 ദാറ്റ് ഈസ് 8 മൈനസ് 3 5/2 മൈനസ് 16 മൈനസ് 3 13/8 മൈനസ് 2/3 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2/3. ഓക്കെ, 9/8 and minus 13/8 is minus 4/8 plus 3/2 plus 5/2 8/2 minus 2/3 is equal to, this become minus 1/2 plus 2, not 2 plus 4, 8/2 4 minus 2/3. 6 is taken as LCM. രണ്ട് ഓപ്ഷനിൽ 6 ഉണ്ട്. Then minus 3 plus 24 minus 4. ഓക്കെ, കംപ്ലീറ്റ് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കേട്ടോ, മൈനസ് 3 വരും, 24 വരും, മൈനസ് 4 വരും. 24 minus 7 is 17/6. So option B is correct. Answer 2022 ക്വസ്റ്റ്യൻ ആണ്. ഐഡിയ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയേ. ഫിഗർ വരച്ചു, ഷെയ്ഡ് ചെയ്തു, മിനിമം, അതായത് ആദ്യം 2 ലൈൻ വരച്ചു, ആ ലൈൻ്റെ മിനിമം എടുത്തു. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഇത്രയും പോർഷനിലെടുത്താൽ ഇതിങ്ങനെ മുകളിലേക്ക് പോകും, താഴെ വരുന്ന ലൈൻ അങ്ങോട്ട് പോകുമ്പോൾ 1/2 കഴിഞ്ഞിട്ട് ബിലോ പോർഷൻ ലോവർ ലൈനിൽ ഏതെടുത്തു ആ ലൈൻ എടുത്തു. ദെൻ പരാബോള എഴുതി, കോമൺ റീജിയൻ ഷെയ്ഡ് ചെയ്തു. ഇൻ ടൈംസ് ഓഫ് എക്സ് ആണ് ചെയ്തത്, വൈയെ കുറിച്ച് ഞാൻ ശ്രമിച്ചില്ല. കുറിച്ച് നോക്കണേ നോക്കാമെന്ന് മാത്രം. നമുക്ക് ആൻസർ കിട്ടി. അങ്ങനെ എല്ലാം അങ്ങനെ പല മെത്തേഡ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും എത്താൻ പറ്റില്ല. എല്ലാ ക്വസ്റ്റ്യനും കുറേ സമയം എടുക്കുന്നുണ്ട്. ഇത് 2022 ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓഡ് നാച്ചുറൽ നമ്പർ എയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സച്ച് ദാറ്റ് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ, ഇപ്പോൾ ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. y equal to 1 to 3, y equal to 1 to 3, x equal to 0 and x equal to y raised to a dy is 364/3 അല്ലേ. y raised to a ഗ്രാഫ് ഉണ്ട്, y raised to a, y equal to 1, y equal to 3. ഈ പോർഷൻ്റെ ഏരിയ കാണണം. എക്സ് ഈക്വൽ ടു 0 എന്നൊരു പോയിന്റ് തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, എന്താണ്, വൈ ആക്സിസ് ആണ്. അതാണ് എക്സ് ഈക്വൽ ടു 0, ദിസ് ഈസ് വൈ ആക്സിസ്. ഓക്കെ, ഫിഗറിൻ്റെ ആവശ്യമൊന്നുമില്ല. വൈ ഈക്വൽ ടു എ അല്ല, വൈ ഈക്വൽ ടു, ഇക്വേഷൻ മാറിപ്പോയി, എക്സ് ഈക്വൽ ടു വൈ റൈസ് ടു എ. y raised to a integral y raised to a plus 1 by a plus 1 1 to 3 3 raised to a plus 1 minus 1 raised to a plus 1 by a plus 1 is equal to 3 raised to a plus 1 1 raised to any number is 1 by a plus 1 is equal to 364/3. 364/3. നമ്മളൊരു കമ്പാരിസൺ ഇവിടെ നിന്ന് നടത്തിയാൽ നമുക്ക് പറയാൻ പറ്റുക a is equal to 2 എടുക്കാം.
ഈസിക്കൽ ടു കൊടുത്ത് എന്തായാലും അപ്പർ ന്യൂമറേറ്റർ കിട്ടില്ല. മാത്രമല്ല എ ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. 3 കൊടുത്തിട്ട് കാര്യമില്ല. 3 കൊടുത്താലും ന്യൂമറേറ്റർ നോക്കുക കേട്ടോ. 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ 3⁵5 വരും. 3യുടെ പവർ ഒന്ന് നോക്കിയേക്കാം നമുക്ക്. 3യുടെ പവർ 3, 9, 27, 81. അതിൻ്റെ നിയറസ്റ്റ് പവർ ഇൻറ്റു 3 ചെയ്യുമ്പോൾ 243, ഇൻറ്റു 3 ചെയ്യുമ്പോൾ 729 അല്ലേ? 729. അപ്പോൾ ഇത് എത്ര വന്നു? 3⁻1, 2, 3, 4, 5, 6, 729. 1 ഇവിടെ -1 ഉണ്ട് കേട്ടോ. സോറി, 1 നമ്പർ ഈസ് 1. ല്ലോ. അപ്പോൾ ദേ ഇതിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം നമുക്ക്. 729. അപ്പോൾ A⁻6. അപ്പോൾ എക്ക് നമുക്ക് 5 കൊടുക്കാം. എക്ക് 5 കൊടുത്തു കഴിഞ്ഞാൽ ഓപ്ഷനിലുണ്ട്. എക്ക് 5 കൊടുത്തു കഴിഞ്ഞാൽ 3⁻6 - 1 / 5 + 1. 3⁻6 is what? 729. 729 - 1, 728. 728 by 6. Divide by 2. Divide by 2. 728. 728. Divide by 2 ചെയ്തേ 364 അല്ലേ? 40 അല്ല 350 78 40 by 3. So this answer correct. B is equal to. Option B, A is equal to 5. അതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഫിഗർ ഇല്ലേലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏരിയ ഓഫ് ദ റീജിയൻ, ഇതും 22ലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏരിയ ഓഫ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ പരാബോളാസ്. 2 പരാബോള തന്നിട്ടുണ്ട്. y is equal to y² = 2x - 1. Another is y² = 4x - 3. 2 പരാബോളയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. y² = എന്നുള്ള ഫോമിലാണ്. അപ്പോൾ y² ഈ ഫോമിൽ വരും. പിന്നെ അടുത്ത പ്രശ്നം, ഈ 2 പരാബോളയും ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നില്ല. അതായത് വെർട്ടെക്സ് അറ്റ് ഒറിജിൻ അല്ല. 0, 0 cannot be satisfies this and these 2 parabolas. ഓക്കെ, ഫിഗർ നോക്കാം. ഫസ്റ്റ് പരാബോള എക്സിന് 1/2 കൊടുക്കുമ്പോൾ 0 കിട്ടും. അപ്പോൾ 1/2. 1/2 0 വെർട്ടെക്സ്. നെക്സ്റ്റ് പരാബോള എക്സിന് 3/4 കൊടുക്കുമ്പോൾ 0 കിട്ടും അല്ലേ? 4 കട്ട് ചെയ്ത് പോയി 3 - 3/4. രണ്ടിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. കാരണം എക്സിന്റെ കോഎഫിഷ്യന്റ് പോസിറ്റീവാണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് നെഗറ്റീവ് ആയിരുന്നു, നേരെ തിരിഞ്ഞു വന്നേ. y² = -4x. ഓപ്പൺ ടു ലെഫ്റ്റ് സൈഡ്. ഹിയർ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഈസ് പോസിറ്റീവ്. സോ റൈറ്റിലേക്ക് ഓപ്പൺ ആയിട്ടിരിക്കും. രീതിയിലിരിക്കും. ഓക്കെ, ഈ പരാബോള ഇത് y² = 2x - 1. ഈ പരാബോള y² = 4x - 3. ഓക്കെ, ഇത് കുറച്ചുകൂടെ
ഇങ്ങനെ വൈഡ് ആയിട്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഇതിനേക്കാൾ ഗ്രേറ്ററാണ്. ഇപ്പോൾ ലാറ്റസ് റെക്റ്റത്തിൻ്റെ ഇതാണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലാറ്റസ് റെക്റ്റം ഗ്രേറ്റർ ആവും തോറും അത് കുറച്ചുകൂടെ വിടുന്ന് വരും, ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ലാറ്റസ് റെക്റ്റം ലെങ്ത് കൂടുതലാണ്, അതുകൊണ്ടാണ് ഇത് കുറച്ച് ഓപ്പൺ ആവുകയും ഇത് കുറച്ചുകൂടെ ക്ലോസ്ഡ് ആവുകയും ചെയ്തത്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് കാണണം. ഏരിയ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ പരാബോളാസ്. ഏരിയ ഏത് പോർഷനാണെന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ആ രണ്ട് ഫിഗറും മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് ഇൻ ടേംസ് ഓഫ് എക്സോ വൈയോ എങ്ങനെ വേണമെങ്കിൽ ഇൻ്റഗ്രേഷൻ നടത്താം. ആ രണ്ട് ഫിഗറും രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് കിട്ടും. ലെഫ്റ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. 4x - 3 is equal to 2x - 1. 2x is equal to 2, x is equal to 1. അപ്പം മീറ്റ് ചെയ്യുന്ന എക്സ് കോർഡിനേറ്റ് 1 ആണ്. എക്സ് 1 ആണ് രണ്ടിൻ്റെ. എക്സിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്താൽ y എന്ത് കിട്ടും? വൈയും 1 കിട്ടും. അപ്പം ഇത് +1ഉം ഇത് -1ഉം ആയിരിക്കും. കാരണം y² = 1 എന്ന് കിട്ടും. y = +or-. ഇൻ ടേംസ് ഓഫ് y ആണ് നിങ്ങൾ ഇൻ്റഗ്രേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് -1, ഇത് 1, ഇത് 0. 0 to 1 ചെയ്തിട്ട് 2 ചെയ്താലും മതി, സിമെട്രിക്കലാണ്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് y ആണ് ഞാനിപ്പോൾ ഇൻ്റഗ്രേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 0 to 1 എന്ന് തീരുമാനിച്ചു. ഇൻറ്റു 2 ഡിസൈഡ് ചെയ്തു. 0 to 1. ലോവർ ഓക്കെ, അപ്പർ ഓക്കെ. റൈറ്റിൽ വരുന്ന കർവ് ഏതാണോ അതിൻ്റെ എക്സ് കണ്ടുപിടിക്കണം. ദിസ് കർവ്, ഇറ്റ്സ് എക്സ് ഈസ് y² + 3/4 മൈനസ് ഷെയ്ഡഡ് പോർഷനിൽ റൈറ്റിൽ വരുന്ന കർവ് മൈനസ് ലെഫ്റ്റിൽ വരുന്ന കർവ്. ഇറ്റ്സ് എക്സ് y² + 1/2 dy 2 ഇൻറ്റു ഇൻ്റഗ്രേഷൻ നടത്തും. വേണമെങ്കിൽ ഒന്ന് സോൾവ് ചെയ്തിട്ട് ഇൻ്റഗ്രേഷൻ നടത്തിയാലോ നമുക്ക്. 0 to 4 LCM ആയിട്ട് എടുത്താൽ y² + 3 - 2y² - 2. 4 LCM ആയിട്ട് എടുത്താൽ 2 വരും. dy ജസ്റ്റ് LCM കണ്ടതാട്ടോ, നിങ്ങളുടേതായ രീതി ചെയ്തോളൂ. LCM 1/2 ഇൻറ്റു 4 ഔട്ട്സൈഡ് വന്നു. ഇൻ്റഗ്രൽ 0 to 1 y² - 2y² - y² +1 dy half into -y². Its integral is -y³/3 plus y 0 to 1. Integral of -y² is -y³/3 plus y 0 to 1. Okay. Is equal to half into upper limit -1/3 plus 1 minus lower limit half into -1 plus 3/2, not 2, 3. Half into 2/3. Cancel 2, 2. Answer become 1/3. Answer become 1/3. Option A is correct. Okay, clear. ഓപ്ഷൻ എ ഇസ് കറക്റ്റ്. ഫിഗർ വരച്ചു, രണ്ടും പരാബോളയാണ്. ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിച്ചു, കോമൺ റീജിയൻ കണ്ടു. ദെൻ ഇൻ ടേംസ് ഓഫ് y ഇൻ്റഗ്രേഷൻ നടത്തി. ഇൻ ടേംസ് ഓഫ് എക്സ് നടത്തണമെങ്കിൽ നടത്താം. അപ്പോൾ 1/2 to 3/4 അപ്പർ കർവ്
എക്സ് നടത്തുമ്പോൾ പിന്നെ റൂട്ട് ഓഫ് വൈ കണ്ടുപിടിക്കണം. റൂട്ട് ഓഫ് എന്നൊക്കെ എഴുതേണ്ട വരും. അതിലും കുറച്ചുകൂടെ എളുപ്പവും ആൻസർ പെട്ടെന്ന് നമുക്ക് കിട്ടിയതും ഈ മെത്തേഡ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതും രണ്ട് പരാബോള തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനും വൺ ഈസ് വൈ സ്ക്വയർ ഈക്വൽ ടു 8x. അത് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. അടുത്തത് വൈ സ്ക്വയർ ഈക്വൽ ടു ഒരു മൈനസ് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. -16 ഇൻറ്റു എക്സ് മൈനസ് 3. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ x-3ക്ക് പകരം ക്യാപിറ്റൽ എക്സ് എന്ന് കൊടുത്താൽ നമ്മൾ നോർമലി പഠിച്ചിരിക്കുന്ന ഒരു പരാബോളയായല്ലോ. വൈ സ്ക്വയർ ഈക്വൽ ടു -16 ഇൻറ്റു ക്യാപിറ്റൽ എക്സ്. നമ്മുടെ ഒറിജിൻ ഷിഫ്റ്റിങ്ങിൻ്റെ കൺസെപ്റ്റ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് പരാബോളയുടെ ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടും. ഇത് വൈ സ്ക്വയർ ഈക്വൽ ടു 8x. നമുക്ക് ആദ്യം ഫിഗർ വരച്ചേക്കാം. Draw the figure. Y square equal to 8x. അത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണ്. നമ്മൾ സാധാരണ കാണുന്ന പരാബോളാണ്. Y square equal to 8x. അടുത്തത് y square equal to -16 ഇൻറ്റു എക്സ് പ്ലസ് 3. ഇതിൻ്റെ വെർട്ടെക്സ് 0 0 അല്ല, പകരം 3 0 ആണ്. എക്സിന് 3 കൊടുക്കുമ്പോഴാണ് വൈക്ക് 0 കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലെങ്ത് ഓഫ് ലാക്ടസ് റെക്ടം കുറച്ചുകൂടെ ഓപ്പൺ ആട്ടോ. ഇവിടെ 3 കൊടുത്താൽ ഇത് 3 0, ഇത് 0 0, ഇത് വൈ സ്ക്വയർ ഈക്വൽ ടു 8x, ഇത് വൈ സ്ക്വയർ ഈക്വൽ ടു -16 ഇൻറ്റു എക്സ് മൈനസ് 3. ഫിഗർ വളരെ ക്ലിയർ ആണ്. ഏരിയ കണ്ടുപിടിക്കണം. രണ്ടൊന്ന് സോൾവ് ചെയ്തേക്കാം. മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്കൊന്ന് കണ്ടേക്കാം. രണ്ട് ഇക്വേഷനോടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 16x അല്ലേ, പ്ലസ് 16x പ്ലസ് 52 അല്ല സോറി 48 ഈക്വൽ ടു 0 അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് 16x പ്ലസ് 48 ഈക്വൽ ടു 0. സിംപ്ലിഫൈ ചെയ്താൽ 48 16 12 4 എക്സ് പ്ലസ് 12 ഇൻറ്റു എക്സ് പ്ലസ് 4 ഈക്വൽ ടു 0. ഇക്വേഷൻ തെറ്റിയോ? വൈ സ്ക്വയർ 8x, ഇവിടെ ഒരു 8x ഉണ്ടല്ലോ അല്ലേ. 8x ശരിയാണ്. (8x equal to -16x plus 48). അപ്പോൾ 24x equal to 48, x is equal to 2. അപ്പോൾ ഇവിടെ വരുന്ന എക്സ് കോർഡിനേറ്റ് 2 ആണ്. എക്സിന് 2 എന്ന് കൊടുത്താൽ y 4 കിട്ടും. ഇവിടെ എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ y -4 കിട്ടും. ഓക്കെ, നമുക്കത് തീർച്ചയായിട്ടും വൈയുടെ ടൈമിൽ ഇൻ്റഗ്രേഷൻ നടത്താം. അതല്ലേ എളുപ്പം. അതെ, നോക്കൂ,
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതാണെങ്കിൽ -4 0 4. അപ്പോൾ നമുക്ക് 0 to 4 സി ഇൻ ടൈംസ് ഓഫ് y ആണ് ഇൻ്റഗ്രേഷൻ നടത്തുന്നത്. 0 to 4 ഇൻറ്റു 2 ചെയ്തേക്കാം, കാരണം താഴെയുള്ള പോർഷൻ കൂടെ ഉള്ളതുകൊണ്ട്. 0 to 4 ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ റൈറ്റ് കർവിൻ്റെ എക്സ് വേണം. എക്സ് എന്ത് കിട്ടും? എക്സ് റൈറ്റ് കർവിൻ്റെ എക്സ്. ഇതല്ലേ റൈറ്റ് കർവ്. y² / 16 = 3 - x. So x is equal to 3 - y² / 16 minus this. It's x, y² / 8. y² / 8 dy is equal to 2 into 0 to 4 3 minus y² / 16 plus y² / 8 dy. 16 LCM ആയിട്ട് എടുത്താൽ 2y² plus y² എന്ന് കിട്ടും. That is 3y². 2 into 0 to 4 3 minus 3y² / 16 dy. 3 കോമൺ ആയിട്ട് എടുത്തു, 16 LCM കണ്ടു. അപ്പോൾ 2 into 3 / 16 integral 0 to 4 16 minus y² dy. ശരിയാണോ? 16 LCM ആയിട്ട് എടുത്തു. dy. എക്സ് കണ്ടുപിടിച്ചതിൽ എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ? x is equal to y² / 8. ഇതിനകത്ത് y² / 16 x is equal to പ്രശ്നമില്ലാന്ന് തോന്നണു. നമുക്ക് ലാസ്റ്റ് ആൻസറിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കാം. 3/8 216 കട്ടായിപ്പോയി. 16y minus y³ / 3 from 0 to 4 അല്ലേ, is equal to 3/8 4 16 into 4 that is 64 minus y³ that is 64/3. Again 64 is taken common. 3/8 into 64 into not 16 64 into 1 minus 1/3 which is equal to 3 into 8. These two are cancelled. 8 and 16. 3 minus 1 2/3. 3 cancelled. Answer is 16. Option ഉണ്ട്. പിന്നെ മിസ്റ്റേക്ക് വന്നിട്ടില്ല. മജോറിറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻ ടേംസ് ഓഫ് y ആണ് കേട്ടോ ചെയ്തത്. അത് കൂടുതൽ ഈസി ആയിട്ട് തോന്നി. നിങ്ങൾ NCERT-ൽ അത്ര പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല ഇൻ ടേംസ് ഓഫ് y. എങ്കിലും കുഴപ്പമില്ലല്ലോ അല്ലേ? So answer becomes 16. Option C. 2022 ജൂണിൽ ചോദിച്ചതാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞില്ലേ പരാബോളയുമായി കണക്ട് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Area of the region outside this and this. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ. This become an ellipse അല്ലേ? അതൊരു എലിപ്സ് ആണ്.
This become an ellipse. Y-axis as major axis. Minus 3, 3, 2, minus 2. This becomes an ellipse. This is a straight line. Mod x by 2 plus mod y by 3 equal to 1. This is 4 straight line. One x by 2 plus y by 3 equal to 1. X by 2 minus y by 3 equal to 1. You plus or minus into cheytha. അപ്പോൾ x by 2 plus y by 3 എന്ന് പറയുന്ന ഈ സ്ട്രൈറ്റ് ലൈൻ വരും. ഇത് ഇങ്ങനെ വരും. അടുത്ത സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെ വരും. ഓക്കെ, ഇതായിരിക്കും ആ സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ. This is an intercept form with x-intercept 2, y-intercept 3, 2, 3. This is also x-intercept 2, y-intercept minus 3. അതുപോലെ തന്നെ അടുത്തത് x നെഗറ്റീവ് എടുക്കും. മൈനസ് എക്സ് പ്ലസ് വൈ ബൈ മൈനസ് എക്സ് ബൈ 2 പ്ലസ് വൈ ബൈ 3 മൈനസ് എക്സ് ബൈ 2 മൈനസ് വൈ ബൈ 3. ഈ പോർഷൻ്റെ ഏരിയ ആണ് വേണ്ടത്. എന്ത് ചെയ്താൽ മതി? ഏരിയ ഓഫ് ആൻ എലിപ്സ് നിങ്ങൾക്കറിയാം. ഏരിയ ഓഫ് ആൻ എലിപ്സ് എന്താണ്? ഏരിയ ഓഫ് ആൻ എലിപ്സ്, ഏരിയ ഓഫ് ആൻ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഈ എലിപ്സിൻ്റെ ഏരിയ ഈക്വൽ ടു പൈ എ ബി. ഏരിയ ഓഫ് ആൻ എലിപ്സ് ഇസ് പൈ എ ബി, ഏരിയ ഓഫ് കംപ്ലീറ്റ് എലിപ്സ്. നമുക്ക് ഇതിന്റെ 1/4 പോർഷൻ മാത്രം ഒന്ന് എടുക്കാം. ദിസ് ബിക്കം 2, ദിസ് ബിക്കം 3. ഓക്കെ, സോ 5 into 3 into 2 into 1/4. അപ്പോൾ എൻ്റയർ എലിപ്സിന്റെ 1/4 പോർഷൻ ഒരു ക്വാഡ്രന്റ് മാത്രം എടുത്തു. ഫസ്റ്റ് ക്വാഡ്രന്റ് മൈനസ് ഈ ട്രയാങ്കിൾ എനിക്ക് വേണ്ടല്ലോ, സബ്ട്രാക്ട് ചെയ്താൽ പോരെ. half into base 2 height, 2 cancelled. So this cancelled. 3/2 pi minus 3. ഓപ്ഷൻ അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. ഇൻറ്റു 4 ചെയ്യണ്ടേ? ഞാനിപ്പോൾ ഒരു ക്വാഡ്രന്റിന്റെ കാര്യം മാത്രമല്ലേ പറഞ്ഞോളൂ. അപ്പോൾ എന്ത് കിട്ടും പറഞ്ഞോളൂ. 3 വേണമെങ്കിൽ കോമൺ ആയിട്ട് എടുക്കാം. 3 ഔട്ട് സൈഡ് എടുത്തു. 4 ബ്രാക്കറ്റിന് ഇൻസൈഡ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 എടുക്കാൻ വേണമെങ്കിൽ 2 എടുക്കാം. ബാക്കി ഒരു 2 ബ്രാക്കറ്റിന് ഇൻസൈഡ് മൾട്ടിപ്ലൈ ചെയ്താൽ പൈ മൈനസ് 2 വരും. 6 into pi minus 2. ഓപ്ഷൻ എ ഇസ് കറക്റ്റ്. 6 into pi minus 2. Option A is correct. Okay, clear? 6 into pi minus 2. Option A. Integration ഇല്ലാതെ തന്നെ നമുക്ക് ഉറപ്പിട്ട്. Next question. Again 2020. See, area of the region bounded by one is y less than or equal to x square plus 1. Another is 0 less than or equal to y less than or equal to x plus 1. നമുക്ക് ഫിഗറിലേക്ക് പോകാം. y equal to x square plus 1. y equal to x square ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം passes through 0, 0, 0, 0 as the vertex. ഇത് x square plus 1 ആണ്. എക്സിന് 0 എടുക്കുമ്പോൾ വൈക്ക് 1 ആണ് കിട്ടുന്നത്. അതെ ഇവിടെ
y equal to x square plus 1. This point become 0, 1. Next, y less than or equal to x plus 1. ഇത് y equal to x plus 1 എന്ന് പറഞ്ഞൊരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് എടുക്കാം. എക്സിന് 0 കൊടുത്താൽ വൈക്ക് 1 കിട്ടും, വൈക്ക് 0 കൊടുത്താൽ എക്സിന് -1 കിട്ടും. അപ്പോൾ ആ രീതിയിൽ പോകുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ. y equal to x plus 1. അപ്പോൾ ഇത് മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന പോയിന്റ് ഏതാണെന്ന് വെച്ചാൽ എക്സിന് 1 കൊടുത്താൽ y equal to x plus 1 x square plus 1 ഇതൊന്ന് സോൾവ് ചെയ്താൽ x square is equal to x plus 1 x square minus x minus 1 is equal to 0. പ്രശ്നമുള്ള ഇക്വേഷനൊക്കെയാണല്ലോ വരുന്നത്. ഫ്രം 1/2 to 2 ആണ് വരുന്നത് അല്ലേ. നോക്കാം എന്തായാലും എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac 1 മൈനസ് 4ac ബൈ 2. ഇപ്പം ഈ പോയിന്റ് വരുന്നത് എന്തായാലും √5 1 മൈനസ് √5 നെഗറ്റീവായി പോവും. അപ്പോൾ 1 പ്ലസ് √5 ഇത് 1 പ്ലസ് √5 ബൈ 2 എക്സ് കോർഡിനേറ്റ് 1 plus √5. √5 is 2.3. 1 plus 2.3, 3.3 by 2 is 1 point something. അടുത്ത ലൈൻ y x equal to 2 കൂടെ ഉണ്ട്. x equal to 2 എന്ന് പറയുന്ന ഒരു ലൈൻ ഇവിടെ ഉണ്ട്. സി x equal to half to x equal to 2 അല്ലേ. x equal to half to x equal to 2. പരാബോള ഏകദേശം ഇങ്ങനെ പോകുന്നു, ലൈനും പോകുന്നു. ഇനി ഇവിടെ തന്നിരിക്കുന്ന കേട്ടോ ഫ്രം എക്സ് ഈക്വൽ ടു ഹാഫ് മുതൽ എക്സ് ഈക്വൽ ടു 2 വരെ. ഏത് പോർഷനാണ് ഇൻ്റഗ്രേഷൻ നടത്തേണ്ടത്? y is equal to x plus 1. ഇവിടെ ചെറിയൊരു പ്രശ്നം വന്നല്ലോ. y is equal to x square അല്ലല്ലോ അല്ലേ. ആ പോയിന്റ് എടുത്ത് ചെറിയ കറക്ഷൻ വന്നു അല്ലേ. ഇത് ഇക്വേഷനിൽ ചെറിയ പ്രശ്നം വന്നു. ഇതുണ്ടോ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1, എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0,1. ഒരു പോയിന്റ് ഇതാണ്, ഈ പോയിന്റ് 1 ആട്ടോ. ദിസ് പോയിന്റ് ബിക്കം 1. അപ്പോൾ നിങ്ങൾക്ക് എക്സിന് കിട്ടുന്നത് എക്സ് ഈക്വൽ ടു 1/2 വരുന്നുണ്ട്, പിന്നെ എക്സ് ഈക്വൽ ടു 1 വരുന്നുണ്ട്, എക്സ് ഈക്വൽ ടു 2 വരുന്നുണ്ട്. ഇനി അടുത്ത കാര്യം y ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. y ആയിരിക്കണം ലെസ്. അപ്പോൾ ഈ പരാബോളയുടെ ഇൻസൈഡ് വരും ഔട്ട്സൈഡ് വരും. ഔട്ട്സൈഡ് ആയിരിക്കില്ലേ, കാരണം ഇൻസൈഡ് എന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്തൊരു പോയിന്റ് എടുത്താൽ 0,2 ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യില്ല, അല്ലെങ്കിൽ 0,4 ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ ഈ പരാബോളയുടെ ഔട്ട്സൈഡ് പോർഷൻ. പിന്നെ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഈ സ്ട്രൈറ്റ് ലൈനിന്റെ ബിലോ പോർഷൻ വരണം, അതോ അപ്പർ പോർഷൻ? സ്ട്രൈറ്റ് ലൈനിന്റെ ഏത് പോർഷൻ വരും നോക്കിയേ. ബിലോ എടുത്തു കഴിഞ്ഞാൽ 0,0 എടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. എക്സിന് 0, വൈക്ക് 0 എടുത്താൽ ലെസ് ദാൻ 1 ആണ്. ഈ സ്ട്രൈറ്റ് ലൈനിന്റെ ബിലോ പോർഷൻ വരും. പിന്നെ 1/2നും 2നും ഇടയ്ക്ക്. അപ്പൊ ശരിക്കും വരുന്ന റീജിയൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇതായിരിക്കും. കറക്റ്റ് അല്ലേ? 1/2 മുതൽ 2 വരെ
ബിലോ ദ പരാബോള. പരാബോളയുടെ ഇൻസൈഡ് വരും ഔട്ട്സൈഡ് വരും. ഇൻസൈഡ് ഒരു അല്ലെ ഔട്ട്സൈഡ് ഒരു പോയിന്റ് എടുത്തു 0 0 0 0 ഔട്ട്സൈഡ് ആണ് ബിലോ. എക്സിന് 0 വൈക്ക് 0 എടുത്തു. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരും. ശരിയാണ്. ലൈൻ ബിക്കം y ഈക്വൽ ടു x+1. 0 എടുത്തു 1 എടുത്തു. ശരിയാണ്. അതിൻ്റെ താഴേക്ക് വരും. ഈ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇത് ഇൻ ടേംസ് ഓഫ് എക്സ് വെച്ച് തന്നെ ചെയ്യാം അല്ലേ. ഇൻ ടേംസ് ഓഫ് എക്സ് ഈസി ക്വസ്റ്റ്യൻ. ഇൻ ടേംസ് ഓഫ് എക്സ്. അപ്പൊ എക്സിന്റെ കോർഡിനേറ്റ് നോക്കൂ. 1/2 മുതൽ 2 വരെ എടുക്കാൻ പറ്റില്ല. 1/2 മുതൽ 2 വരെ എടുത്താൽ അപ്പർ കർവിൽ പ്രശ്നം വരും. ഇപ്പൊ 1/2 ടു 1 എടുക്കുന്നു. 1/2 മുതൽ 1 വരെ എടുക്കുമ്പോൾ ഇങ്ങനെ വന്ന് അപ്പർ കർവ് ഇതാ പരാബോളയാ. പരാബോളയുടെ y പറഞ്ഞോളൂ കേട്ടോ. x² + 1 dx പ്ലസ് 1 മുതൽ 2 വരെ എടുക്കുമ്പോൾ സ്ട്രേറ്റ് ലൈനാ. സ്ട്രേറ്റ് ലൈൻ്റെ y പറഞ്ഞോളൂ കേട്ടോ. x+1. 1 മുതൽ 2 വരെ x+1. ഇതൊക്കെ വേണമെങ്കിൽ ഇന്റഗ്രേഷൻ ഇല്ലാതെ ചെയ്യാട്ടോ. ഒരു ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചാലും മതി. ഓക്കെ, അങ്ങനെ ചെയ്യണേലും ചെയ്യാം. ഞാനിത് ചെയ്തിട്ട് വേണമെങ്കിൽ പറഞ്ഞു തരാം. x³ + x 1/2 to 1 x² + x 1 to 2. ഞാൻ ഈ പോർഷൻ്റെ ആണ് ട്രപ്പീസിയത്തിന്റെ ഏരിയ പോലെ പറയാമെന്ന് പറഞ്ഞത്. ഇത് 1/2 കൊടുത്തു കഴിഞ്ഞാൽ 1/8. സോ 1/24 പ്ലസ് നോ ആദ്യം വരേണ്ടത് 1 അല്ലേ. 1/3 + 1 മൈനസ് 1/24 + 1/2 പ്ലസ് 2 എടുത്താൽ 4/2 2 പ്ലസ് 2. ഇത് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. മൈനസ് 1/2 + 1. Okay, this become 4/3 minus 24 is taken as LCM. 13/24. Am I correct? 12 1 plus 4 minus 3/2 which is equal to 4/3 minus 3/2. 24 കോമൺ ആയിട്ട് അങ്ങ് എടുക്കാം. 24 കോമൺ ആയിട്ട് എടുക്കാം. 24 ഓപ്ഷനിൽ കിടപ്പുണ്ട്, നോക്കാം. അപ്പോൾ ഇവിടെ 8 വരും. 8 × 4 32 മൈനസ് 30. ഇവിടെ 24 × 4 24 × 4 എത്ര കിട്ടി? 24 × 4 96 ആണോ? 3/2 12 minus 36 is equal to 24 is taken as LCM. 32 minus 13 32 19 plus 96 minus 36 60 79/24. Option B is correct. 79/24. Option B is correct. Okay. 79/24. Option B is correct. ഞാൻ പറഞ്ഞത് ഈ ഒരു പോർഷന്റെ ഏരിയയുടെ കാര്യം കേട്ടോ. ഈ ഒരു പോർഷന്റെ ഏരിയ ഇത്ര. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ട്രപ്പീസിയം എടുക്കാം. ആ ഫിഗർ നോക്കൂ. ഇത് 1. ഇത് രണ്ട് പാരലൽ സൈഡ്സാണ്. ഈ പോയിന്റ് നോക്കുക. ഈ ലൈനകത്ത് എക്സിന് 1 കൊടുത്താൽ ഈ പോയിന്റ് എത്ര കിട്ടും? 1,
ലൈനകത്ത് എക്സിന് 1 കൊടുത്താൽ 2 വരും. അപ്പോൾ ഈ ഹൈറ്റ് 2 വരും. ഇനി എക്സിന് 2 കൊടുത്താൽ ഈ ലൈനിൽ എത്ര കിട്ടും? എക്സിന് 2 കൊടുത്താൽ 2 + 1 3 വരും. ഓക്കെ, ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു രണ്ട് പാരലൽ സൈഡ്സിൻ്റെ സമ്മ് 2 + 3. പാരലൽ സൈഡ്സിൻ്റെ ലെങ്ത്തിൻ്റെ സമ്മ് ഇൻറ്റു അത് തമ്മിലുള്ള ഡിഫറൻസ്. സോ 5/2 കിട്ടും. 5/2 കിട്ടും. ഇത് മാത്രം ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. ഇത് മാത്രം. ദിസ് 24 LCM ആയിട്ട് എടുത്താൽ 13 - 32 - 13 എത്രയായിരുന്നു? 619 + 5/2. 24 LCM ആയിട്ട് എടുത്താൽ 19 + 16. സെയിം ആൻസർ തന്നെ കിട്ടും. കുറച്ച് ഇൻ്റഗ്രേഷൻ എന്നൊക്കെ രക്ഷപ്പെടാം, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഈ നമ്മുടെ അപ്പർ ലിമിറ്റ് ഫ്രാക്ഷണൽ പവർ ഒക്കെ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ മിസ്റ്റേക്കുകൾ വരുന്നത്. ഓക്കെ, 15 മിനിറ്റോടെ ഉള്ളൂ. കുറച്ച് ദിവസം കൂടെ ചെയ്യണം, കുറച്ചുകൂടെ സ്പീഡാവുകയാണ്. അടുത്തത് ഏരിയ ഓഫ് ദ റീജിയൻ y = √x ആൻഡ് ദ ലൈൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ഈസ്. പെട്ടെന്ന് ചെയ്തേക്കാം. സി ദിസ് ഈസ് y = √x and the line 2y - x + 3 = 0. Put x = 0, y = -3/2. And put y = 0, x = 3. Draw this line. This become x, y 3. സോറി, അതല്ല 3 മാറിപ്പോയി. ദിസ് ബിക്കം 3. അത് രണ്ടുകൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ ഇത് y = √x. ദിസ് ബിക്കം 2y = x - 3. x - 3/2 = x - 3/2. സ്ക്വയറിങ് x × 4 വരും. 4x = x² - 6x + 9. x² - 10x + 9 = 0. x - 9 × x - 1 = 0. x = 1, 9. ദിസ് പോയിന്റ് ബിക്കം 9. മീറ്റ് ചെയ്യുന്ന എക്സ് കോർഡിനേറ്റ് ആട്ടോ പറഞ്ഞത്. ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദിസ് കർവ് എക്സ് ആക്സിസ് ലൈയിങ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഈ രണ്ട് കർവിനും എക്സ് ആക്സിസിനും ഇടയിലുള്ള ഏരിയ ലൈയിങ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. അതല്ലേ ക്വസ്റ്റ്യൻ? ദിസ് പോയിന്റ് ബിക്കം 0. എന്ത് ചെയ്യാം? ഇന്റഗ്രൽ 0 to 9. ഇന്റഗ്രൽ ഫ്രം 0 to 9. √x dx. 0 മുതൽ 9 വരെ √x. അതിനകത്തുനിന്ന് ഈ ട്രയാങ്കിൾ കുറച്ചാൽ പോരെ അല്ലേ? ട്രയാങ്കിളിന്റെ ഏരിയ പറഞ്ഞോ. എക്സിന് 9 കൊടുക്കൂ. എക്സിന് 9 കൊടുക്കുമ്പോൾ 3 കിട്ടും. അപ്പോൾ ട്രയാങ്കിൾ ദിസ് 3, ഈ ലെങ്ത് this is 9, this is 3, this is 6 അല്ലേ? 9 - 3 6 -½ into 6 into 3. ട്രയാങ്കിൾ ബേസ് ഇൻറ്റു ഹൈറ്റ്. x raised to 1/2, its integral is x raised to 3/2 by 3/2 from 0 to 9 minus 9. Upper limit 2/3 into 9 raised to 3/2. 9 raised to 1/2 is 3. 3 cube is 27 minus 9 is equal to. Cancel this. 2 into 9 minus 9. So 18 minus 9. Answer is 9. Option D. 18 minus 9. Answer is 9. It's a simple question.
2013 ക്വസ്റ്റ്യൻ, പഴയ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് പരിചയമുള്ള ക്വസ്റ്റ്യൻ ഒക്കെ. നെക്സ്റ്റ് 2005. The parabolas y square equal to 4x and x square equal to 4y. Y square is equal to 4x and x square is equal to 4y. See, y square equal to 4x and x square equal to 4y. Divide the square region bounded by the line x equal to 4 and y is equal to 4. This point is 4, 4. 4, 4. And the coordinate axis S1, S2, S3 respectively the areas of the parts numbered from top to bottom. S1, S2, S3. It's ratio. It's ratio. ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിക്കാം, അതല്ലെങ്കിൽ ഈ സ്ക്വയറിൻ്റെ ഏരിയ 16 വരും. 16 വരും. അതിൻ്റെ 1/3 പോർഷൻ ആയിരിക്കും ഇത്. ഇതും 1/3 പോർഷൻ ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും 2/3 ആവില്ലേ, പിന്നെ ഇത് 1/3 ആയിരിക്കും. അത് നിങ്ങൾക്ക് ഇപ്പോ ഇങ്ങനെ പോർഷൻ. ഇപ്പോൾ ഈ സ്ക്വയറിന്റെ ഏരിയ ഉണ്ടല്ലോ, ഈ സ്ക്വയറിന്റെ ഏരിയയിൽ 1/3 ആയിരിക്കും ഇവിടെ വരിക, 2/3 ആയിരിക്കും ഇവിടെ വരിക. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് 1/3, ഈ പരാബോള വയ്ക്കുമ്പോൾ ഇത് 1/3, ബാക്കി ഇത് 1/3 ടോട്ടൽ കിട്ടും. ശരിക്കും അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ 16 അല്ലേ, 1/3 × 16. ഇപ്പൊ S1 എന്ന് പറഞ്ഞാൽ 1/3 × 16, S2 എന്ന് പറഞ്ഞാലും 1/3 × 16, S3 എന്ന് പറഞ്ഞാലും 1/3 × 16. So S1 is to S2 is to S3 is 1 is to 1 is to 1. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ പോലെ തന്നെ ഇന്റഗ്രേഷൻ നടത്തി കണ്ടുപിടിക്കേണ്ട വരും. ഇന്റഗ്രേഷനെ കുറിച്ച് പറയണോ? ഇപ്പൊ S1 എന്ന് പറയുന്ന പോർഷൻ ഏരിയ എടുത്തു. S1 ഇതാണ് ആ കർവ്. ഇത് y സ്ക്വയർ is equal to 4x എന്ന് പറയുന്ന പരാബോള. ഇതല്ലേ ബൗണ്ടറി. ഇപ്പൊ 0 to 4 ഞാൻ ഇന്റഗ്രേഷൻ നടത്തുവാണ്. 0 to 4, 0 to 4, 0 മുതൽ 4 വരെ. ഓക്കെ, ഇൻ ടേംസ് ഓഫ് പൈ ആണ് 0 to 4. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് y സ്ക്വയർ ബൈ 4 കിട്ടും, dy 0 to 4. y ക്യൂബ് ബൈ 12, 0 to 4, which is equal to 4 cube, that is 64 by 12. 64 by 12. Divide by 4 ചെയ്താൽ, divide by 4 ചെയ്താൽ 16 by 3. S1 16 by 3. അതുപോലെ ഈ പോർഷൻ്റെ എല്ലാത്തിൻ്റെ ഏരിയ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഞാനത് കണ്ടുപിടിച്ച സമയം കളയുന്നില്ല. ഏരിയ 16 by 3. ഇത് ഈ ഷോർട്ട് കട്ട് ഒന്ന് ഓർത്ത് നന്നായിരിക്കും. This become 1/3, this become 2/3 or the entire portion. Next question. Area bounded by the curve y is equal to cos x, y is equal to sin x between the ordinate x equal to 0 and x equal to 3π/2. X equal to 0 and x equal to 3π/2. See, zero, π/2, pi, 3π/2. From -1, 1. First draw the graph of sin x. Sin π/2, 1. Sin 0, 0. Sin 3π/2, -1. Then draw the graph of cos x. Cos 0, 1. π/2. Pi is -1. 3π/2 is 0. This area bounded by these two curves, cos x, sin x and x equal to 0. X equal to 0 means y axis. So this area, sin x, cos x, y axis. This area between sin x and cos x. This area. From where to where? Up to 3π/2.
this area also, not this area. ആ പോർഷൻ വരില്ല. See, ഈ പോർഷൻ വരില്ല കേട്ടോ, കാരണം ഒരു ബൗണ്ടറി sin x, another boundary cos x, another boundary y axis, another boundary 3π/2, x equal to 0 and x equal to 3π/2. അതിനകത്ത് ഒരു ബൗണ്ടറി x ആക്സിസ് വരുന്ന ആ പോർഷൻ വരും. ഓക്കെ, see, this become π/4. This become pi plus π/4, 5π/4. So 0 to π/4. Upper curve, this is cos x. So cos x minus sin x dx plus π/4 to 5π/4. π/4 to 5π/4. π/4 to 5π/4. Upper curve is sin x minus cos x dx plus 5π/4 to integral 5π/4 to 3π/2. Upper curve is cos x minus sin x dx. Okay. See, നിങ്ങൾക്ക് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഈ രണ്ട് ഏരിയ സിമിലറാണ്, സിമെട്രിക്കലാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം, ഇത് ഇൻറ്റു 2 ചെയ്താലും മതി. 2 ഇൻറ്റു integral of cos sin x, integral of sin minus cos x from 0 to π/4 plus integral of sin x minus cos x, integral of cos x sin x from π/4 to 5π/4. Simplify this. Put x equal to π/4. Sin π/4 is 1/√2. Cos π/4 is 1/√2. 1/√2 plus 1/√2. 2/√2. 2/√2 is √2. ഞാൻ സ്റ്റെപ്പ് കംപ്ലീറ്റ് എഴുതുന്നില്ല, സമയം ഏകദേശം തീർന്നു, അതുകൊണ്ടാണ്. ലോവർ ലിമിറ്റ് sin 0 0, cos 0 1. Minus is taken common. Then it becomes cos x plus sin x. Put x equal to 5π/4. Cos 5π/4 on third quadrant, it becomes minus 1/√2 plus sin 5π/4 on third quadrant, minus 1/√2. Minus lower limit 1/√2 plus 1/√2. 2 into √2 minus 1 minus. This become minus 2/√2, it become minus √2 minus. This become 2/√2, it become √2. Minus is again taken common. √2 minus 1 plus 2√2 plus 2√2. 2√2 plus 2√2, it is 4√2 minus 2. 4√2 minus 2. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ എ 4√2 minus 2. ഓപ്ഷൻ എ യെസ്, 4√2 minus 2. ഈ 2 ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2√2 minus 2, 2√2, that is 4√2 minus 2. Okay. ഒരു ക്വസ്റ്റ്യനാണ്, ജസ്റ്റ് ഒന്ന് പറയാം, സമയം ഏകദേശം തീർന്നു. y equal to x plus 1 whole square and y is equal to x minus 1 whole square and the line y is equal to 1/4. Say y equal to x plus 1 whole square. It's a parabola with a vertex at minus 1 0 on this form.
This is also a parabola with a vertex 1, 0. This become 1, 0. This become 0, 1. Sorry, not 0, 1. Minus 1, 0. And the line y is equal to 1 by 4. Y is equal to 1 by 4. Area bounded by these portions. Area bounded by these portions. Either in terms of x or in terms of y. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. In terms of x ചെയ്യുവാണെങ്കിൽ you write from -1 to this point. What is this point? Put y equal to 1 by 4 on this curve. Y is equal to 1 by 4 on this curve. From here to here. Sorry, അവിടെ തൊട്ട് വേണ്ട. Not from -1. Meeting point കണ്ടുപിടിക്കുക. Put y is equal to 1 by 4 here and here. This intersecting point കണ്ടുപിടിക്കുക. From here to here, this becomes 0. Here to here, write this curve plus 0 to here, write this curve. I think it become -1 by 2 and +1 by 2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ -1 by 2 to 0. This become -1 by 2. This become 1 by 2. Symmetrical ആയിട്ട് വരും. -1 by 2 to 0. This become x plus 1 the whole square plus 0 to 1 by 2 x minus 1 the whole square dx. അപ്പോൾ ഈ പോർഷൻ്റെ ഏരിയ നിങ്ങൾക്ക് കിട്ടി, ഈ കംപ്ലീറ്റ് പോർഷൻ. ഫ്രം ദിസ് സബ്ട്രാക്ട് ദിസ് റെക്ടാങ്കിൾ. From this we subtract this rectangle, you get the area. Okay. സമയം ഏകദേശം തീർന്നു. ഞാനതുകൊണ്ട് തൽക്കാലം വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്ത സെഷൻ നിങ്ങൾക്ക് കെമിസ്ട്രി ഉണ്ടായിരിക്കും. നമുക്ക് നെക്സ്റ്റ് വീക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.
Hello children, let's start. Let's start the chemistry part of today's session. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്, ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററാണ്. കെമിക്കൽ ഇക്വിലിബ്രിയവും അയോണിക് ഇക്വിലിബ്രിയവും കൂടെ വലിയ ചാപ്റ്ററാണ്, എല്ലാവർക്കും അറിയാം അല്ലേ? അതിൽ നിന്നുള്ള വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം. First question. For the reaction given carbon solid plus carbon dioxide gas giving 2 carbon monoxide gas Kp തന്നിട്ടുണ്ട്. If at equilibrium partial pressure of carbon monoxide equal to 10 times carbon dioxide. ചോദ്യം ടോട്ടൽ പ്രഷർ ഓഫ് ദ ഗ്യാസസ് ആണ് ചോദ്യം. ടോട്ടൽ പ്രഷർ ഓഫ് ദ ഗ്യാസസ് ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. റൈറ്റ്, എങ്ങനെയാ ചെയ്യാം? Kp ഈക്വൽ ടു കാർബൺ സോളിഡ് ആണ് കേട്ടോ. സോ യു ക്യാൻ റൈറ്റ് പാർഷ്യൽ പ്രഷർ ഓഫ് CO സ്ക്വയർ ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് CO2 എന്ന് എഴുതാം. ശരിയല്ലേ? That is equal to 63. But partial pressure of CO is 10 times partial pressure of CO2. അപ്പോൾ 10 PCO2 whole square by PCO2 equal to 63 എന്ന് എഴുതി അല്ലേ? അപ്പോൾ എന്ത് കിട്ടി മക്കളെ? 100 PCO2 equal to 63 എന്ന് കിട്ടും അല്ലേ? ഒരു PCO2 ക്യാൻസലായി, 10 സ്ക്വയർ PCO2, കറക്റ്റ് അല്ലേ? Therefore PCO2 equal to 0.63 എന്ന് കിട്ടും. ശരിയല്ലടാ? ബൈ 100 ചെയ്താൽ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ PCO എന്തായിരിക്കും? അതിൻ്റെ 10 ടൈംസ് ആയിരിക്കും. അപ്പോൾ 6.3 എന്ന് കിട്ടും. ശരിയല്ലേ? കാരണം 10 ടൈംസ് അല്ലേ? PCO2 0.63 ആണെങ്കിൽ PCO എന്തായിരിക്കും? 10 ടൈംസ് ആയിരിക്കും. നമുക്ക് ചോദിച്ചിരിക്കുന്ന ടോട്ടൽ പ്രഷറാണ്. സോ P total will be this plus this. അപ്പോൾ 0.63 CO2വും 6.3 COയും എന്ത് വരും ഇവിടെ? 6.93 എന്ന് വരും അല്ലേ? 6.93 ഓപ്ഷൻ ബോക്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. അതിമനോഹരമായിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. യെസ്, ഗംഭീരമായിട്ടുള്ള ചോദ്യം. ക്ലിയർ അല്ലേ? റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Kp1 Kp2 are respectively equilibrium constant for. രണ്ട് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, Kp1 Kp2. അതിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എക്സ് ആൻഡ് എ, രണ്ടിൻ്റെയും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. So the total pressures at equilibrium in the reaction 1 and 2 are in the ratio. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് P1 by P2, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. രണ്ട് റിയാക്ഷൻ ഉണ്ട്. ഇറ്റ് ഈസ് എക്സ് ഗിവിങ് വൈ പ്ലസ് ഇസഡ്. ഒന്നാമത്തെ റിയാക്ഷൻ Kp1. അപ്പോൾ എന്ത് കിട്ടും നോക്കാം നമുക്ക്. 1 0 0 സ്റ്റാർട്ടിങ് വിത്ത് 1 മോൾ. ആൽഫ ഡിസോസിയേറ്റ് ചെയ്താൽ 1 മൈനസ് ആൽഫ ആൽഫ ആൽഫ. സോ എൻ ടോട്ടൽ വിൽ ബി 1 പ്ലസ് ആൽഫ എന്ന് കിട്ടും അല്ലേ? ആൻഡ് ദെർഫോർ Kp1 ഈക്വൽ ടു എന്താ മക്കളെ വരിക? Kp1 പാർഷ്യൽ പ്രഷർ ഓഫ് വൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഇസഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് എക്സ് അതല്ലേ? പാർഷ്യൽ പ്രഷർ എന്ന് വെച്ചാൽ മോൾ ഫ്രാക്ഷൻ. സോ മോൾ ഫ്രാക്ഷൻ ആൽഫ ബൈ 1 പ്ലസ് ആൽഫ, ആൽഫ ബൈ 1 പ്ലസ് ആൽഫ ഇൻറ്റു P1. അതേ തന്നെയല്ലേ ഇസഡിൻ്റെയും വരിക? ആൽഫ ബൈ 1 പ്ലസ് ആൽഫ ഇൻറ്റു P2, സോറി P1. രണ്ടും P1 അല്ലേ? P1 ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ വരിക? 1 മൈനസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒരു P1 ക്യാൻസലായി, 1 പ്ലസ് ആൽഫ ഒരെണ്ണം ക്യാൻസലായി. യു വിൽ ഗെറ്റ്
Kp1 equal to alpha square P1 by 1 minus alpha square എന്ന് കിട്ടും. ഈ റിലേഷൻ അറിയുന്ന കുട്ടികൾ അവിടുന്ന് തുടങ്ങിയാലും മതി. അപ്പോൾ അത് പഠിച്ചു വെച്ചിട്ടുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് പെട്ടെന്ന് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അതായത് കുറച്ച് ഭയങ്കര ഫാസ്റ്റ് അത് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് എ ഗിവിങ് 2b എന്നാണ്. അവിടെ ഇങ്ങനെ വരും, സ്റ്റാർട്ടിങ് വിത്ത് 1 mol 0 1 minus alpha 2 alpha and n total is again 1 plus alpha. Here Kp2 equal to pressure of B square by pressure of A എന്നല്ലേ വരിക. So that will be mole fraction of B 2 alpha by 1 plus alpha into P2 the whole square by 1 minus alpha by 1 plus alpha into P2 എന്ന് വരും. ഇവിടെയും ഒരു P2 ക്യാൻസൽ ആവും, ഒരു 1 പ്ലസ് ആൽഫ ക്യാൻസൽ ആവും, ഒരു P2 ക്യാൻസൽ ആവും. യു ഗെറ്റ് 2 ആൽഫ 4 ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ കിട്ടുന്നത് ആൽഫ സ്ക്വയർ P1 ബൈ 1 മൈനസ് ആൽഫ സ്ക്വയർ എന്നാണ്. ഇവിടെ കിട്ടുന്നത് P2 ഒരെണ്ണം ഞാൻ എഴുതാൻ വിട്ടുപോയി കേട്ടോ, 4 ആൽഫ സ്ക്വയർ P2 എന്ന് വരും. ഇനി റേഷ്യോ എടുത്താൽ മതി, കഴിഞ്ഞു. Kp1 by Kp2 equal to 9 equal to എന്താ വരിക, ആൽഫ സ്ക്വയർ P1 by 1 മൈനസ് ആൽഫ സ്ക്വയർ, താഴത്ത് 4 ആൽഫ സ്ക്വയർ P2 by 1 മൈനസ് ആൽഫ സ്ക്വയർ. എല്ലാം അങ്ങ് ക്യാൻസൽ ആവും. യു ഗെറ്റ് P1 by 4 P2 എന്ന് കിട്ടും. ഇതെല്ലാം ക്യാൻസലായി. P1 by 4 P2 എന്ന് കിട്ടും. Therefore P1 by P2 will be എത്രടാ, P1 by 4 അങ്ങോട്ട് പോകും, 36 എന്ന് കിട്ടും കേട്ടോ. 4 will go to that side. P1 by P2 36 എന്ന് കിട്ടും. ഓപ്ഷൻ C. Those who are familiar with the stoichiometry relation, Kp relation for the given stoichiometry, x giving y plus z and a giving 2b, can straight away take that formula and work out. അപ്പം തന്നെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, റൈറ്റ്, ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. For the equilibrium in a closed container, Kp found to be 16.42 times Kc. Kp found to be 16.42 times Kc. This is attained when the temperature is. ഏതാ റിലേഷൻ? Kp is equal to Kc RT power delta n. ശരിയല്ലേ മക്കളെ? റൈറ്റ്. ഡെൽറ്റ എൻ ഇതിനെന്താണ് വരിക? 2ഉം 1ഉം. അപ്പോൾ ഡെൽറ്റ എൻ 2 മൈനസ് 1 എന്ന് വരും. ആൻഡ് Kp is 16.42 times Kc. So 16.42 times Kc is equal to Kc RT എന്ന് വരും. Therefore 16.42 is equal to RT എന്ന് വരും. Therefore RT T is equal to 16.42 by R എന്ന് വരും. ആറിന് പല വാല്യൂസ് ആവാം. 2 കാലറി ആവാം, 8.314 ജൂൾസ് ആവാം, 0.0821 ലിറ്റർ ATM ആവാം. കുഴപ്പമില്ല, ചോയ്സ് ഉണ്ടല്ലോ. എന്തായാലും ഈ രണ്ടെണ്ണം ചോയ്സിൽ വരാൻ സാധ്യതയില്ല. ഇത് വരും കേട്ടോ. നോക്കടാ, 16.42 by 0.0821 എന്ന് പറഞ്ഞാൽ 16.42 by 8.21 ഇൻറ്റു 100 ആയില്ലേ മക്കളെ? 10⁻⁻2 മുകളിലേക്ക് പോകുമ്പോൾ ഇത് നോക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ 200 എന്ന് ലാൻഡ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട് കേട്ടോ. ഓപ്ഷൻ ബോക്സ്. യെസ്. അപ്പം അതിൽ ആറിൻ്റെ വാല്യൂ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ചോയ്സ് നോക്കിയാൽ ഒഴിവാകും, ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ്, an aqueous solution is 0.01 molar in ammonium sulfate and 0.02 molar in ammonium hydroxide. pH of this solution is
given pKa. കണ്ടാൽ തന്നെ അറിയാം ഇറ്റ്സ് എ സോൾട്ട് ആൻഡ് വീക്ക് ബേസ്. വീക്ക് ബേസും അതിൻ്റെ സോൾട്ടും ആണ് അല്ലേ. അപ്പോൾ ബേസിക് ബഫർ ആയിട്ട് വർക്ക് ചെയ്യും. സോ ദിസ് വർക്ക് ആസ് എ ബേസിക് ബഫർ. ദിസ് വർക്ക് ആസ് എ ബേസിക് ബഫർ. അപ്പോൾ ബേസിക് ബഫറിൻ്റെ ഫോർമുല ഉപയോഗിക്കൂ. POH ഈക്വൽ ടു PKB പ്ലസ് ലോഗ് സോൾട്ട് ബൈ ആസിഡ്. PKB തന്നിട്ടില്ല, PKa ആണ് തന്നിരിക്കുന്നത്. നോ പ്രോബ്ലം. സോ PKB വിൽ ബി 14 മൈനസ് PKa. അപ്പം എന്ത് വരും ഇവിടെ? 14 മൈനസ് 9.5 4.5 എന്ന് വരും. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട്. സോൾട്ട് എവിടെ? 0.01 മോളാർ അമോണിയം സൾഫേറ്റിൽ അമോണിയം വിൽ ബി 2 ടൈംസ്. അപ്പോൾ 0.02 എന്നെടുക്കണം കേട്ടോ. സോൾട്ട് സോൾട്ട് ബൈ ആസിഡ് അല്ലേ, സോൾട്ട് ബൈ ബേസ് ആണ്. ബേസ് എന്ത് വരും? ബേസും 0.02 ആണ്. 0.02 അമോണിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഇവിടെ ലോഗ് 1 എന്ന് വരും, അതങ്ങ് പോകും. സോ യു ഗെറ്റ് POH ഈക്വൽ ടു 4.5. Therefore pH is equal to 14 minus POH. That will be again 9.5. 14 minus 4.5. 9.5 will be the answer. Option box. Basic buffer on. It is a combination of ammonium salt and ammonium hydroxide. So it will act as the basic buffer. Formula Henderson equation. POH is equal to PKB plus log salt by base. സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. 0.01 ഇൻറ്റു 2 കേട്ടോ. അപ്പോൾ 0.02, മറ്റേത് 0.02, അപ്പോൾ ലോഗ് 1 എന്ന് വരും. ദാറ്റ്സ് ക്യാൻസൽഡ്. യു ഗെറ്റ് POH is equal to PKB. ദാറ്റ് ഈസ് PH is equal to PKa. ആ തന്ന വാല്യൂ തന്നെയാണ് ആൻസർ. PKa തന്നിട്ടില്ലേ, അത് തന്നെയാണ് ആൻസർ. സാമാന്യം ചിന്തിക്കുന്ന ഒരാൾ അവിടെ വെച്ച് ആൻസർ ചെയ്തങ്ങ് പോവും. അടുത്ത ചോദ്യം. Two solid compounds X and Y dissociated at a certain temperature as follows. X giving A gas. ഇത് രണ്ടും സോളിഡ് ആണ് കേട്ടോ. ഇത് രണ്ടും സോളിഡ് ആണ്. എക്സും വൈയും സോളിഡ് ആണ്. യു ഗെറ്റ് A gas 2B gas. KP1 തന്നിട്ടുണ്ട്. Y giving 2B gas. ഇത് രണ്ട് സെയിം ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതണേ, 2B ഇങ്ങനെ. രണ്ടും സെയിം കമ്പ, അപ്പോഴല്ലേ സൈമുൾട്ടേനിയസ് ഇക്വിലിബ്രിയ വരുള്ളൂ. സോ A പ്ലസ് 2B ഗ്യാസ് 2B പ്ലസ് C ഗ്യാസ് KP2 തന്നിട്ടുണ്ട്. P ടോട്ടൽ ആണ് ചോദ്യം. P ടോട്ടൽ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ വി നീഡ് ടു ഗെറ്റ് ദ ഇക്വിലിബ്രിയം പ്രഷർ PA പ്ലസ് PB പ്ലസ് PC. ഇതാണ് നമ്മുടെ എയിം. Now what is given? X solid gives A gas plus 2B gas. പിന്നെ Y solid gives C gas plus 2B gas. ഇപ്പോൾ രണ്ടിലും ഇയാൾ കോമൺ ഫാക്ടറാണ്. ആൻഡ് ദാറ്റ് വിൽ എക്സിസ്റ്റ് അണ്ടർ സൈമുൾട്ടേനിയസ് ഇക്വിലിബ്രിയ കേട്ടോ. പിന്നെ നോക്കിയ മക്കളെ, ഇത് ഡിസോസിയേറ്റ് ചെയ്യുന്നത് എക്സ് ആണെന്ന് വിചാരിക്കുക. യു വിൽ ഗെറ്റ് എക്സ് ഹിയർ ആൻഡ് 2x ഹിയർ. ഇത് ഡിസോസിയേറ്റ് ചെയ്യുന്നത് y ആണെന്ന് വിചാരിക്കുക. യു ഗെറ്റ് y ഹിയർ ആൻഡ് 2y ഹിയർ. ആൻഡ് യു നോ ദിസ് ഈസ് ദ 2x is the quantity of B from this, 2y is the quantity of B from this, and the total B quantity will be 2x plus 2y under both equilibria. So this will be the quantity of B in a simultaneous equilibria in the 2x plus 2y. അതെങ്ങനെയാ? 2x ഈ equilibrium, 2y ഈ equilibrium കേട്ടോ. So here KP1 equal to KP1 equal to pressure of A into pressure of B square. എന്ന് വെച്ചാൽ x into 2x plus 2y. 2x plus 2y the whole square. That is equal to 9 into 10 power minus 3.
while here Kp2 equal to Pc into Pb square. That will be y into 2x plus 2y the whole square equal to 4.5 into 10 power minus 3. Okay. അപ്പോൾ ഇത് റേഷ്യോ എടുത്താൽ എന്ത് കിട്ടും? ഇത് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് ക്യാൻസലായി ഇല്ലേ? സോ യു ഗെറ്റ് ഇത് ക്യാൻസലായി 2 എന്ന് കിട്ടും അല്ലേ? യു ഗെറ്റ് എക്സ് ബൈ വൈ ഈക്വൽ ടു 2 എന്ന് കിട്ടും, എക്സ് ഈക്വൽ ടു 2y എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ റിലേഷൻ യു ആർ ഗോയിങ് ടു ഗെറ്റ്. And now that relation can be applied in one of the formula. ഏത്? Kp1 is equal to 9 into 10 power minus 3 equal to x into 2x plus 2y the whole square. ആ എക്സിന്റെ സ്ഥാനത്ത് 2y കൊടുക്കാം. സോ യു വിൽ ഗെറ്റ് എക്സിന്റെ സ്ഥാനത്ത് 2y into 2 into x 2 into 2y 4y plus 2y the whole square. എന്ത് വരും? 9 into 10 power minus 3 equal to 4yയും 2yയും 6y സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 36y സ്ക്വയർ. സോ 2y into 36y സ്ക്വയർ എന്ന് വരുമ്പോൾ 72y raised to 3 എന്ന് വരും. Therefore y raised to 3 is equal to 9 by 72 into 10 power minus 3. 9 by 72 എന്ന് വെച്ചാൽ 1 by 8 ആണ്. So y will be cube root of this 1 by 8 into cube root 1 by 2 10 power minus 3 10 power minus 1. So you get 0.05. That is y contribution. y എന്ന് പറയുന്നത് 0.05 എന്ന് കിട്ടും. Therefore x will be 0.05 into 2 0.1, isn't it? Therefore x will be 0.05 into 2, that is 0.1. നമുക്ക് എന്താണോ കാണേണ്ടത്? നമുക്ക് കാണേണ്ടത് പി എ പ്ലസ് പി ബി പ്ലസ് പി സി ആണ്. പി എ എന്ന് വെച്ചാൽ എക്സ്, വി വാണ്ട് ടു ഗെറ്റ് എക്സ് പ്ലസ് പി ബി എന്ന് വെച്ചാൽ 2x പ്ലസ് 2y, പി ബി എന്ന് വെച്ചാൽ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, പി സി എന്ന് വെച്ചാൽ y കിട്ടോ. So what we need to get is x plus y plus 2 into x plus y എന്ന് പറയുമ്പോൾ 3 into x plus y. നമുക്ക് കാണേണ്ടത് 3 into x plus y ആണ്. x 0.1, y 0.05. Therefore x plus y will be 0.15. അതിൻ്റെ 3 times 3 into 0.15. That is 0.45 is the answer. A classic question of IIT standard. Option box. 0.45 is the answer. A classic question from the IIT standards. Yes. I think it is clear. Okay. I repeat, this is one equilibrium, this is another equilibrium. B exists under simultaneous equilibrium. By applying Kp1, Kp2, we get a relation x is to y equal to 2. That is x equal to 2y എന്ന് കിട്ടും. അതിനെ ഒരു ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ y കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ x കണ്ടുപിടിക്കുക. x കിട്ടിയ y ആയി, x പ്ലസ് y കണ്ടുപിടിക്കുക. ടോട്ടൽ പ്രഷർ ആണ് പറയേണ്ടത്. ടോട്ടൽ പ്രഷർ എന്ന് വെച്ചാൽ എക്സ് പി എ പ്ലസ് പി ബി പ്ലസ് പി സി. പി എ എന്ന് വെച്ചാൽ എക്സ്, പി സി എന്ന് വെച്ചാൽ വൈ, അപ്പോൾ എക്സ് പ്ലസ് വൈ. പി ബി എന്ന് വെച്ചാൽ 2 times x plus y. അപ്പോൾ ടോട്ടൽ 3 times x plus y ആണ് ഉത്തരം. x plus y 0.1 plus 0.05 0.15 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ 3 times അതായിരിക്കും ആൻസർ. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ്, pKa of lactic acid is 5. Then pH of 0.005 molar calcium lactate solution. അതാണ് ചോദ്യം. So it's a salt of weak acid and strong base. Lactic acid weak acid ആണ്,
കാൽസ്യം ലാക്ടേറ്റ് ഇതാണ് ലാക്ടിക് ആസിഡ് കിട്ടും. അപ്പൊ കാൽസ്യം ലാക്ടേറ്റ് എങ്ങനെ വരും? CH3 CHOH COO twice CA. ഇതാണ് കാൽസ്യം ലാക്ടേറ്റ്. ഇതിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 0.005 മോളാർ. ചോദ്യം അതിന്റെ pH ആണ്. സോ ദിസ് ഈസ് എ സോൾട്ട് സൊല്യൂഷൻ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. അതിന്റെ ഫോർമുല അറിയണം, pH കാണാനുള്ള ഫോർമുല അറിയണം. വാട്ട് ഇസ് ദ ഫോർമുല ഫോർ pH ഓഫ് വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ്? It will be 7 plus half into pKa plus log C. That is the formula. This is the formula for salt solution of weak acid and strong base. So it will be 7 plus half into pKa. എവിടെ pKa? എവിടെ കണ്ടല്ലോ? 5 pKa 5 plus log C concentration of lactate. It will be log 0.005 അല്ല 0.005 into 2 എടുക്കണം കേട്ടോ. നേരത്തെ അമോണിയം സൾഫേറ്റ് എടുത്തതുപോലെ. അപ്പൊ 0.01 10 power minus 1 log 10 power minus 1. അപ്പൊ എന്താ വരിക? 7 plus half 5 minus 2 കേട്ടോ. minus 2 ആണ്. So 5 minus 2 3 യുടെ half 1.5. So you get 8.5 എന്ന ആൻസർ കിട്ടും കേട്ടോ. 7 plus 1.5 8.5 എന്ന ആൻസർ കിട്ടും. നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് 10 power minus 1 ആണ്. സോ ദി ആൻസർ ഈസ് 85. ഫൈനൽ ആൻസർ ഈസ് 85 എന്ന് റിപ്പോർട്ട് ചെയ്യണം. 10 power minus 1 is the order to be reported. 8.5 becomes 85. Yes. Okay അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. The dissociation constant of acetic acid x into 10 power minus 5 when 25 ml 0.2 molar sodium acetate mixed with 25 ml 0.02 molar acetic acid solution, pH of the resultant solution is equal to 5. Value of it. So it forms a acidic buffer once again. It forms an acidic buffer. How acidic buffer? You have a combination of acetic acid. You have a combination of acetic acid and sodium acetate. So apply the Henderson equation. pH is equal to pKa plus log salt by acid. pKa കണ്ടില്ലേ? അല്ല, നമുക്ക് Ka ആണ് കാണേണ്ടത് കേട്ടോ. We want to find out Ka. അപ്പൊ ഇത് കിട്ടിയാലേ അത് കിട്ടുള്ളൂ. Ka ആണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. pH എവിടെ കണ്ടല്ലോ? 5. യെസ്. സോ ഇറ്റ് ഈസ് 5 ഈക്വൽ ടു pKa പ്ലസ് ലോഗ് സോൾട്ട് എവിടെ? സോൾട്ട് 0.2. ആസിഡ് എവിടെ? 0.02. അപ്പോ ലോഗ് 10 എന്ന് വരും. ഇത് ലോഗ് 10 എന്ന് വരും, 1 എന്ന് വരും. സോ യു ഗെറ്റ് pKa is equal to 5 minus 1 4 എന്ന് കിട്ടും. Therefore Ka is equal to 10 power minus 4. നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് 10 power minus 5 എന്നാണ് കിട്ടും. So the answer will be 10. 10 into 10 power minus 5 is 10 power minus 4. Answer will be 10. 10 എന്ന് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം. When the hydrogen ion concentration changes by a factor 1000, the value of pH changes by 3 unit. When the dilution changes by 10, pH changes by 1 unit. എന്താ പോലെ സംശയം? pH equal to 1, H plus concentration 10 power minus 1, pH equal to 2, H plus concentration 10 power minus 2. This is 10 times dilution. So when you dilute 10 times, pH will increase by 2 times.
ബട്ട് റിമെമ്പർ ആസിഡിന്റെ റേഞ്ച് 7 വരെ നിൽക്കും, 7ന്റെ താഴെ നിൽക്കണം. ബേസ് ആണെങ്കിൽ 7ന്റെ മുകളിൽ നിൽക്കണം. അത് ശ്രദ്ധിക്കണം കേട്ടോ. സംടൈംസ് ദേ മേ ട്രൈ ടു ക്രിയേറ്റ് എ ട്രാപ്പ്. അത് ശ്രദ്ധിക്കണം. Normally when the dilution is 10 times, pH will change by 1 unit. Dilution 1000 times, pH will change by 3 unit. Yes. But pH decreases by 3 unit. Concentration increases by 1000 times. Concentration 1000 times increase ചെയ്താൽ pH 3 യൂണിറ്റ് കുറയും നോർമലി. കേട്ടോ? യെസ്. അടുത്ത ചോദ്യം. A liter of buffer solution contain 0.1 mole each of ammonia and ammonium chloride. On addition of 0.02 mole HCl by dissolving gaseous HCl, pH of the solution found to be. So we have 0.1 mole ammonia and ammonium chloride. അതിലേക്ക് 0.02 mole HCl ആഡ് ചെയ്തു. എന്ത് സംഭവിക്കും? And some of the ammonia will be neutralized by HCl, giving ammonium chloride. So this is 0.1 and this is 0.02. So this is the limiting reactant completely consumed, and 0.02 mole HCl will neutralize 0.02 mole ammonia, and ammonia remaining at equilibrium 0.08. Out of 0.1, 0.02 will be neutralized by this. So 0.08 ammonia will remain, and 0.02 ammonium will be formed. 0.02 ammonium will be formed, and N total for ammonium, it will be 0.02 plus already 0.01 ഉണ്ടല്ലോ, ഒരു 0.1 ഓൾറെഡി ഉണ്ട്. ഇറ്റ് ഈസ് 0.1. എത്ര വരും ഇവിടെ? 0.12 എന്ന് വരും. 0.12 എന്ന് വരും. ഓൾറെഡി അമോണിയം 0.1 ഉണ്ട്. ഇപ്പോൾ 0.02 കൂടെ ഫോം ചെയ്തു. അപ്പോൾ അമോണിയം ക്വാണ്ടിറ്റി 0.1 പ്ലസ് 0.02 0.12 ആയിട്ട് മാറി. ആൻഡ് ദീസ് ടു കോമ്പിനേഷൻ വിൽ ആക്ട് ആസ് എ ബഫർ, ആൻഡ് നൗ ഇറ്റ് ഫോംസ് എ ബേസിക് ബഫർ. ഒരു ബേസിക് ബഫർ ആയിട്ട് വർക്ക് ചെയ്യും. സോ വാട്ട് ഇസ് ദ ഇക്വേഷൻ? POH is equal to PH plus POH is equal to PKB plus log salt by base. PKB ഉണ്ടോ? അവിടെ ഉണ്ട് കേട്ടോ, PKB ഉണ്ട്. സോ ഇറ്റ് ഈസ് 4.745 പ്ലസ് ലോഗ് സോൾട്ട് എത്രയാ? 0.12. 0.12 ബേസ് എത്രയാ? 0.08. ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ലോഗ് 12/8 എന്ന് വരും. 12/8 എന്ന് പറയുമ്പോൾ 3/2 അല്ലേ? ശരിയല്ലേ? 3/4 ആൻഡ് 3/2 എന്ന് വരും. 3 4s are 12, 4 2 3/2 എന്നല്ലേ? ശരിയല്ലേ? 6ഉം 4ഉം 3ഉം 2. സോ ഇറ്റ് ഈസ് ലോഗ് 3/2 എന്ന് വരും. ലോഗ് 3/2. ലോഗ് 3/2 will be log 3 minus log 2. It is log 3 minus log 2. Log 3 0.477 minus log 2 0.301. എന്താ വരിക? 6 7 1 0.176 എന്ന് കിട്ടും. That need to be added here. 176. 11 12 5 അല്ലേ? എത്ര വരാം? POH is equal to PKB plus log salt by base. ഇത് 0.176. 11 8 4 12 അല്ലെ? 4.921 എന്ന് POH ആണ് കേട്ടോ. നമുക്ക് കാണേണ്ടത് PH ആണ്. PH ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ PH will be
14 minus 4.921 എത്ര വരും? 9 ഏഴല്ലേ? ശരിയല്ലേ? 9.79 വരും കിട്ടും പി എച്ച്. 9.79 എന്ന് പി എച്ച് കിട്ടണം. 9.79 ഓ പോരാട്ടോ, നമുക്ക് ഇവിടെ 10⁻³ റിപ്പോർട്ട് ചെയ്യണം. 10⁻³ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആൻസർ 9079 എന്ന് വരും. ദിസ് ഈസ് ദ ഫൈനൽ ഫിഗർ ആൻസർ. 9079, that is the final figure answer. Let me repeat. Ammonia taken 0.1, ammonium taken 0.1, of which ammonia 0.02 will be neutralized by HCl, so remaining will be 0.08, and ammonium formed will be 0.02 plus 0.1 already available 0.12. It acts as a basic buffer. You find out POH, you find out pH. Answer report ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം 9.079 എന്ന് എഴുതിയാൽ പോരാ, അല്ലെങ്കിൽ 9.1 എന്ന് എഴുതിയാൽ പോരാ. പിന്നെ 10⁻³ അപ്പോൾ 9079 എന്ന് റിപ്പോർട്ട് ചെയ്യണം. 9079 എന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യണം. കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ്, pH of a solution obtained by mixing 50 ml 1 normal HCl, 30 ml 1 normal HCl. So ഇതും 1 normal ആണ്, ഇതും 1 normal ആണ്. So HCl is excess. So you can find out H plus concentration equal to N1V1 HCl minus N2V2 NaOH by V1 plus V2. That is 1 into 50. 50 minus 30 divided by 50 plus 30, 80. So 20/80, 1/4 എന്ന് വരും. So pH equal to negative logarithm of H plus concentration, negative log 1/4 എന്ന് വെച്ചാൽ log 4. Log 4 എന്ന് വെച്ചാൽ 2 log 2. That is 2 into 0.3, 0.6. 0.6 ഓപ്ഷൻ ബോക്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമല്ലേ. ആസിഡ് ആണ് എക്സസ്. അപ്പോൾ എക്സസ് ഏതാണ്? അതിൽ N1V1 മൈനസ് N2V2 ചെയ്യുക, കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക. ഇനി ആൽക്കലി ആണ് എക്സസ് എങ്കിലോ, ആൽക്കലി ആണ് എക്സസ് എങ്കിലോ വിൽ ബി ഫൈൻഡിങ് OH മൈനസ് ആൻഡ് POH then pH. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Next question. Hydrogen ion concentration in mole per liter in a solution pH 5.4. എളുപ്പമല്ലടാ. pH equal to 5.4. That is negative log H plus concentration is 5.4. So what is H plus concentration na ചോദ്യം. What is H plus concentration? H plus concentration will be anti-log of minus 5.4. ഇതിന്റെ ആന്റി ലോഗ് എടുക്കുക. എങ്ങനെ അതിന്റെ ആന്റി ലോഗ് എടുക്കുക? Almost all of you may be aware of taking anti-log or simply apply such a condition. ഇങ്ങനെ ഒന്ന് എഴുതി നോക്കിയാൽ മതി, എളുപ്പത്തിൽ പറയാം. -6 plus 0.6 minus 5.4 ഇങ്ങനെ എഴുതി നോക്കൂ. -6 plus 0.6. -6 plus 0.6 is minus 5.4. ഇത് വരുന്നത് ഏതിൻ്റെ ആയിരിക്കും? ഇതിൻ്റെ ലോഗാണ്. 10⁻⁻6ന്റെ ലോഗാണ് ഇത്. അപ്രോക്സിമേറ്റ്ലി 4ന്റെ ലോഗാണ് ഇത്. 4ന്റെ ലോഗാണ് ഇത്. സോ ദ വാല്യൂ വിൽ ബി 4 into 10⁻⁻6. This will be the answer. See, when you take the log of this -6 എന്ന് വരും. ഇതിന്റെ ലോഗ് എടുത്താൽ 4 ആണ് കേട്ടോ, ഏകദേശം 4 ആണ്.
അപ്പോൾ 0.6 എന്ന് വരും. -6 + 0.6 -5.4. ആൻറ്റി ലോഗ് കാണാൻ എളുപ്പമാണ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statements are correct എന്നാണ് ചോദ്യം കേട്ടോ. pH of 10⁻⁻8 molar HCl equal to 8. തെറ്റല്ലേ മക്കളെ? A typical wrong statement. Many times we have discussed in the classes. HCl ന്റെ pH ഒരിക്കലും 8 വരാൻ പാടില്ലല്ലോ. It is a too dilute solution. പക്ഷെ എത്ര ഡൈല്യൂട്ട് ചെയ്താലും HCl ന്റെ pH എത്രയേ വരാവുള്ളൂ? 7 താഴെ വരുള്ളൂ. സോ ദി ആൻസർ ഷുഡ് ബി 6.9 സംതിങ്. അങ്ങനെ വരാൻ പാടുള്ളൂ. 8 ഒരിക്കലും വരാൻ പാടില്ല. ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. കോൺജുഗേറ്റ് ബേസ് ഓഫ് H2, ഇവിടെ കോൺജുഗേറ്റ് ബേസ് എന്നാണ് കേട്ടോ. കോൺജുഗേറ്റ് ബേസ് ഓഫ് H2PO4 ഈസ് HPO4 2-. ദാറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. pH of 0.1 molar NaCl is half pKw. ശരിയല്ലേ? NaCl എന്ന് വെച്ചാൽ ന്യൂട്രൽ അല്ലേ? ന്യൂട്രൽ എന്ന് പറയുമ്പോൾ half pKw. അണ്ടർ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ഇറ്റ് ഈസ് half into 14, 7 എന്ന് വരും. at 25 degrees Celsius. At any temperature you can say half pKw. At 25 degrees Celsius you can say 7. Half of 14. അടുത്തത്, ionization of water increases with decrease in temperature. Increases with increase in temperature ആണ് കേട്ടോ. That's a wrong statement. Answer is B യും C യും. Answer is B യും C യും. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ്. For the reaction 2ClF3 giving Cl2 3F2, log K versus 1/T curve is obtained as given. Which of the following change will increase the concentration of Cl2 in an equilibrium mixture of Cl2, F2, ClF3? ഗ്രാഫ് തന്നിട്ടുണ്ട്. log K versus 1/T ഗ്രാഫ് തന്നിട്ടുണ്ട്. Hope you remember it is related to Van 't Hoff formula. Van 't Hoff equation, which is nothing but log K equal to minus delta H0 by RT plus delta S0 by R. So here we take this along the y-axis and 1/T along the x-axis. Therefore slope is equal to this. ഇതാണ് slope. Slope will be negative if the reaction is endothermic. Reaction endothermic ആണെങ്കിൽ slope നെഗറ്റീവ് ആയിരിക്കും. Reaction exothermic ആണെങ്കിൽ minus of minus, slope ഇങ്ങനെ ആയിരിക്കും. So slope will be like this if it is exothermic. Slope will be like this if it is endothermic. So the graph is telling us the nature of thermodynamic nature of the reaction. അതിവിടെ ആവശ്യമുണ്ടോ എന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഓപ്ഷൻ എ എന്താ നമുക്ക് കാണേണ്ടത്? Which of the following will increase the concentration of chlorine? So the reaction is 2ClF3 gas gives Cl2 gas plus 3F2 gas. Addition of inert gas at a constant volume. കോൺസ്റ്റന്റ് വോള്യൂമിൽ ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, നോ ഇഫക്റ്റ്. കോൺസ്റ്റന്റ് പ്രഷറിലാണെങ്കിൽ ഗ്രേറ്റർ നമ്പർ ഓഫ് മോൾസിന്റെ സൈഡിൽ വന്നേനെ, കൂടുതൽ ക്ലോറിൻ കിട്ടിയേനെ. കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ ഓക്കെയാണ്, കോൺസ്റ്റന്റ് വോള്യൂമിൽ നോ ഇഫക്റ്റ്. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം, ദാറ്റ്സ് ഗുഡ്. കാരണം എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. എൻഡോതെർമിക് റിയാക്ഷൻ വിൽ ബി ഫേവേർഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ പ്രോഡക്റ്റ് സൈഡിലേക്ക് വരും, അപ്പോൾ കൂടുതൽ ക്ലോറിൻ കിട്ടും. അത് ശരിയാണ്. അഡീഷൻ ഓഫ് കാറ്റലിസ്റ്റ് വിൽ നോട്ട് ഇംപ്രൂവ് ദ ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബോക്സ്. ലെറ്റ് us കൺഫേം ആൻസർ ഓപ്ഷൻ ബി കേട്ടോ. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ്. Select the correct statement at 25 degrees Celsius. The molar concentration of NaOH at which the aqueous solution will have 1/9th contribution towards OH minus from H2O is 1/3 into 10⁻⁻7.
molar concentration of NaOH at which aqueous solution will have 1/9th contribution towards OH minus from H2O. Normally, from H2O, OH minus concentration is 10 power minus 7 molar. അതിൻ്റെ 1/9th contribution വരണമെങ്കിൽ it should be 1/9 into 10 power minus 7. 1/9 into 10 power minus 7. It is not 1/3. That's a wrong statement. അത് തെറ്റാണ് കേട്ടോ. സോ NaOH ഏത് ക്വാണ്ടിറ്റി എടുക്കുമ്പോഴാണ് 1/9th കോൺട്രിബ്യൂഷൻ ഫ്രം വാട്ടർ വരിക എന്ന ചോദ്യം? 1/9th എടുക്കണം. ബിക്കോസ് ഫ്രം വാട്ടർ ഇറ്റ് ഈസ് 10 power minus 7. സോ ദി ആൻസർ ഷുഡ് ബി, the statement is correct when it is 1/9 times 10 power minus 7. കേട്ടോ. അടുത്തത്, the value of K equilibrium for the reaction between weak base pKb5 and HCl will be equal to 9. തെറ്റല്ലേ? For weak base Kw is equal to, K equilibrium is equal to Kw by Kb. Kw എത്രയാ? 10 power minus 14. Kb, pKb5. Kb is 10 power minus 5. അപ്പോൾ 10 power minus 9 അല്ലേ മക്കളെ വരിക? അപ്പോൾ ഇത് 9 അല്ല, 9 എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് കേട്ടോ. സോ ദാറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. അടുത്തത്, എയും ബിയും റോങ് ആയ സ്ഥിതിക്ക് ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. ആൻസർ ഷുഡ് ബി ഡെഫിനറ്റ്ലി സി. ആൻസർ സി വരണം. നമുക്ക് ചെക്ക് ചെയ്യാം. ആൻസർ സി വരണം ഉറപ്പായിട്ട്, വേറെ ഇല്ലല്ലോ. നമുക്ക് ചെക്ക് ചെയ്യാം. ഈക്വൽ വോള്യൂം ഓഫ് 10 power minus 6 molar Hg2 2+ and 10 power minus 9 molar I minus are mixed. Precipitation of Hg2I2 KSP given will occur. എഴുതി നോക്കടാ. Hg2I2 will give you Hg2 2++ 2I minus എന്ന് വരും. That is ionic product is equal to concentration of Hg2 2+ into concentration of I minus square എന്ന് വരണം. What is Hg2 2+ concentration? 10 power minus 6. അത് മിക്സ് ചെയ്യുന്നതിന് മുൻപാണ് കേട്ടോ. So it is 10 power minus 6 by 2 because we are mixing equal volume of solution 1, solution 2. അപ്പോൾ ഈക്വൽ വോള്യൂം രണ്ട് സൊല്യൂഷൻ മിക്സ് ചെയ്താൽ വോള്യൂം ഡബിൾ ആവും, കോൺസെൻട്രേഷൻ ഹാഫ് ആവും. അപ്പോൾ മിക്സ് ചെയ്യുന്നതിന് മുൻപാണ് ഈ ക്വാണ്ടിറ്റി, മിക്സ് ചെയ്തതിന് ശേഷം by 2 ആവും. അടുത്തത് 10 power minus 9 by 2 സ്ക്വയർ ചെയ്യണം കിട്ടും. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്താൽ എന്ത് വരും? 1/2 1/4 1/8 into 10 power minus 6ഉം മൈനസ് 18ഉം മൈനസ് 24 വരും. എങ്ങനെ നോക്കിയാലും ഇറ്റ്സ് മച്ച് ഗ്രേറ്റർ ദാൻ KSP. KSP 10 power minus 26 ആണ്. 2.5 10 power minus 26-നേക്കാളും വലുതാണ് ഇത്. സോ whenever IP greater than KSP, precipitation will occur. അപ്പോൾ അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം A തെറ്റാണ്, B തെറ്റാണ്, D all of the above ആണ്. ഉറപ്പായിട്ടും C ആയിരിക്കണമല്ലോ ഉത്തരം, അല്ലേ? യെസ്, ദാറ്റ് ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ്, what is the minimum mass of calcium carbonate below which it decomposes completely required to establish equilibrium in 6.5 liter container for the reaction? So the reaction is CaCO3 solid gives you CaO solid plus CO2 gas. ഇതാണ് Kc തന്നിട്ടുണ്ട് 0.05 മോൾ പെർ ലിറ്റർ. ഇവർക്ക് രണ്ടുപേർക്കും ഇക്വിലിബ്രിയത്തിൽ ഒരു പണിയില്ല, ഇയാൾ മാത്രമാണ് ഇക്വിലിബ്രിയത്തിൽ ഇൻവോൾവ്ഡ്, അല്ലേ? സോ Kc ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് CO2, that is equal to 0.05 മോൾ പെർ ലിറ്റർ. എന്ന് വെച്ചാൽ ഒരു ലിറ്ററിൽ ഇത്രയും മോളാണ്, അപ്പോ 6.5 ലിറ്ററിൽ എത്ര വരൂടാ?
6.5 ലിറ്ററിൽ എന്ത് വരും? 1 ലിറ്ററിൽ ഇത്രയാണ്. അപ്പോൾ 6.5 ലിറ്ററിൽ 6.5 ഇൻറ്റു 0.05 മോൾ. This is the number of moles of CO2. That means number of moles of CaCO3 will also be same. അല്ലേ? 6.5 ഇൻറ്റു 0.05 മോൾ. ഇതായിരിക്കും നമ്പർ ഓഫ് മോൾസ് ഓഫ് CaCO3. കാരണം ഇത് 1 മോൾ ആണെങ്കിൽ ഇത് 1 മോൾ കിട്ടും. അപ്പോൾ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാൻ 1 മോൾ കാൽസ്യം കാർബണേറ്റ് വേണം. സോ കാർബൺ ഡൈ ഓക്സൈഡ് ഇത്രയും മോൾസ് ആണെങ്കിൽ കാൽസ്യം കാർബണേറ്റ് അത്രയും മോൾസ് ആയിരിക്കും. നമ്മൾ ചോദിച്ചിരിക്കുന്നത് മോൾസ് അല്ല, മാസ് ആണ്. കിട്ടും, മാസ് ആണ്. സോ മാസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് 6.5 ഇൻറ്റു 0.05 ഇൻറ്റു മോളാർ മാസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് 100. അപ്പോൾ കഴിഞ്ഞു. 6.5 ഇൻറ്റു 5 6 30 5 25 32.5 കേട്ടോ. 32.5 കഴിഞ്ഞു. യെസ്. അപ്പോൾ നോക്കാം, 0.05 മോൾ 1 ലിറ്ററിൽ. അപ്പോൾ 6.5 ലിറ്ററിൽ 6.5 ഇൻറ്റു 0.05 മോൾ. That is the number of moles of carbon dioxide. To get 1 mole carbon dioxide, 1 mole calcium carbonate required. To get this much of carbon dioxide, that much of calcium carbonate is required. We want to get the mass into molar mass of calcium carbonate. Straight away we get the answer. അടുത്ത ചോദ്യം. There are 3 equations given. With K1, K2, K3, we want to know the relationship. K1, K2, K3 relationship ആണ് ചോദ്യം. By simple investigation, you can get answer is option D. By simple investigation, you can get answer is option D. Why? Because you please verify the 3 equation. You can easily understand equation 3 is equal to equation 1 by 2 plus equation 2. Equation 3 is equal to half of equation, equation 3 is equal to half of equation 1 plus equation 2. You take half of this equation. That means half of first equation. CO plus H2O gives CO2 plus H2. That is equation 1. Equation 2 CH4 plus H2O gives CO plus 3H2. That is equation 2. When you add this, you can see CO cancels and you get CH4, H2O, 2H2O giving CO2 plus 4H2. So third equation related to 1 and 2 as equation 1 by 2. When you take equation half, how is coming in equilibrium constant? K raised to half. See, this is K3, this is K1, this is K2. When you take an equation by 2, it is going K raised to half. So K3 is equal to, when you add 2 equation, it is multiplication. So K3 is equal to K1 raised to half into K2. That is available here. Characteristics of equilibrium constant. Third equation is equal to half of first equation plus second equation. When you add 2 equation, it is K1 into K2. When you take half, K raised to half. I think it is clear. Yes. അടുത്ത ചോദ്യം. Next. When 100 ml 0.1 molar NaCN solution titrated with 0.1 molar HCl solution,
The variation of pH of solution with the volume of HCl added. Variation of pH of solution with the volume of HCl added. So in y-axis, volume of HCl added. In x-axis, variation of pH. So in the vessel, you have NaCN. NaCN is a salt of weak acid and strong base. So the pH will be very large. So the pH of this will be very large. pH of this will be very large initially. A out. pH of this very large. This can be, this is out. So A and D out. pH can be very large. And now you are titrating by adding HCl. So what can happen is, it is not a graph like this. Titration graph is never like this. Titration graph is the pH comes on changing and then there is a decrease. This is showing the equivalence point. This is showing the equivalence point, and this is the reaction completed area, and excess of HCl when comes, the pH drops. Answer will be option C. Answer will be option C. Initially, pH of the solution is very high. So as the titration proceeds, like this. Okay. Suppose it is HCl taken in the vessel and you are adding volume of NaOH. It will be like this. HCl starts like this and it comes like this. I mean pH along the y-axis, volume of NaOH added. All of you know this. Yes, next question. Which of the following concentration of ammonium will be sufficient to prevent the precipitation of magnesium hydroxide from a solution which is 0.01 molar MgCl2 and 0.1 molar ammonia? Given KSP of magnesium hydroxide 2.5 into 10 power minus 11. And also Kb for ammonium hydroxide given. So what can be done? MgOH twice gives Mg2 plus plus 2OH minus. Therefore, KSP is equal to KSP 2.5 into 10 power minus 11. 2.5 into 10 power minus 11 is equal to Mg2 plus concentration. Mg2 plus concentration 10 power minus 2. 10 power minus 2 into OH minus concentration square. Up this 10 power minus 9. Therefore, OH minus concentration is equal to this in the root. So 25 into 10 power minus 10. This in the root. Okay, 2.5 into 10 power minus 9. I am writing 25 into 10 power minus 10. Up 5 into 10 power minus 5. That is OH minus concentration. Now this we can apply on Kb for ammonium hydroxide. Kb for ammonium hydroxide. Kb for ammonium hydroxide. It will be ammonium concentration into OH minus concentration by ammonia. That is Kb. This is given as 2 into 10 power minus 5. Asking what is the minimum concentration of ammonium. Idinte value aanu chodyam. So the answer, concentration of ammonium is equal to 2 into 10 power minus 5 into ammonia quantity. Ammonia quantity thannittundro 0.1. So it is 10 power minus 1 divided by OH minus concentration. Ivide kittiyille 5 into 10 power minus 5. Appo idange cancel ആയി. 2 by 5 എന്ന് വെച്ചാൽ 0.4 into 10 power minus 1. 0.4 into 10 power minus 1. എന്ന് വെച്ചാൽ 4 into 10 power minus 2. Option D is the correct answer. ഒരിക്കൽ കൂടെ പറയാം.
From this expression, we can find out OH minus concentration. As we know KSP and we know Mg2 plus concentration. അത് KB യിൽ അപ്ലൈ ചെയ്യുക, അമോണിയയുടെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക. എ ക്ലാസിക് JEE ക്വസ്റ്റ്യൻ കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ്, a 1 liter solution pH1 diluted up to 10 times. What volume of solution with pH2 to be added in diluted solution so that the final pH remain 2? 1 liter solution pH1 നെ 10 times dilute ചെയ്തു. അപ്പോൾ pH1 എന്തായി? pH1 എന്തായി? pH2 ആയി. pH1 pH2 ആയി. ഇനി ഇതിലേക്ക് pH2 വരുന്ന സൊല്യൂഷൻസ് ആഡ് ചെയ്യണം. ഇതിൽ ഏത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ pH2 ആയിട്ട് റിമെയിൻ ചെയ്യുന്നതാണ് ചോദ്യം. ഇതിലേക്ക് to this solution we are adding another solution with pH2. 1 liter, 10 liter, 100 liter, answer is all this. Answer is all this. We have a solution with the pH2. You are adding another solution with the pH2. You add any quantity, the pH of the solution remain 2. pH2 വരുന്ന സൊല്യൂഷനിലേക്ക് to a solution pH2, you are adding another solution pH2. Quantity doesn't matter. pH2 solution when mixed, pH remains same. So it can be 1 liter, it can be 5 liter, it can be 10 liter, it can be 100 liter, it can be 4 liter. pH2 solution when mixed, it will be same. Yes. അടുത്തത്, match the effect of addition of 0.1 molar KOH to 0.1 molar KOH to 0.1 molar 50 ml H3PO4. 0.1 molar 50 ml H3PO4. ഓ, അത് മാച്ച് ചെയ്യണം. So we take H3PO4 50 ml 0.1 molar 50 ml 0.1 molar 50 ml 0.1 molar 50 ml എന്ന് വെച്ചാൽ 5 millimole. ഇതിലേക്ക് we are adding 0.1 molar 75 ml KOH. That means we are adding KOH 0.1 molar 75 ml. That means 7.5 millimole. അത്രയും ആഡ് ചെയ്തു. So what can happen is KCl അല്ല KOH. They will undergo neutralization. And you will get KH2PO4. So this 5 millimole and 5 millimole will react. You will get 5 millimole of this and 2.5 millimole KOH will remain, and that can react further. So KOH again react 2.5 millimole and you will get K2HPO4. Now this completely react, this 2.5 react and 2.5 remain, and this formed will be 2.5 millimole. So 2.5 millimole of this and 2.5 millimole of this remaining will act as a buffer. Now you get a buffer KH2PO4 versus K2HPO4 will act as a buffer as it is available 2.5 millimole and 2.5 millimole. Here first ionization Ka1, here second ionization Ka2. So the equation will be
pH is equal to pKa2 plus log salt by acid. This is salt, this is acid. But anyway, that is equal quantity. So this will come 1 by 1, log 1. So you get pH is equal to pKa2. pH is equal to pKa2. That means 1 matches with the Q. 1 matches with the Q. So this is out, this is out. 1 matches with the Q. I repeat, 0.1 molar 50 ml S3PO4, that is 5 millimole, is neutralized by 0.1 molar 75 ml KOH, 7.5 millimole. So this is the limiting reactant. So entire 5 react and you get KH2PO4 5 millimole. And this 2.5 remaining. Now that remaining 2.5 KOH neutralizes KHPO4, KH2PO4. And this is completely consumed. Out of 5 millimole, 2.5 will react and you get 2.5 of this and 2.5 remaining. So this remains 2.5, this formed 2.5 will act as a buffer. And what will be the condition? pH is equal to pKa. How? pKa2. This is Ka1, this is Ka2. So this is acting as a buffer. So pH is equal to pKa2 plus log salt by acid. Salt etra, acid etra. Random equal quantity ആണ്. Log 1 by 1 എന്ന് വരും. So it is pH is equal to pKa2. First matches with the Q. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസ്. What is second case? 25 ml KOH. 25 ml KOH. Second case. So this reacting with the 0.1 molar 25 ml KOH. That means 2.5 millimole. That means 2.5 millimole. Now what you get is, here you have 5 millimole and this is 2.5 millimole. You will get KH2PO4 2.5 millimole. This is completely consumed. This 5 millimole, 2.5 millimole react to this side and 2.5 millimole will remain. Now you have another buffer. The buffer is H3PO4 versus KH2PO4 act as a buffer. This formed is 2.5. This available 5 reacted 2.5, reacted 2.5, remaining 2.5. Now you can have buffer. Again pH is equal to, this time it is pKa1 because this is first ionization. pKa1 plus log salt by acid. Salt and acid equal quantity. Again this will come 0, log 1, 0. So you get pH is equal to pKa1. ഏതാ രണ്ടാമത്തെ കേസ് കിട്ടോ. 2 will match with the P. 2 will match with the P. We get the answer. Option D. That's a classic JEE advanced question. We can check the other options also. Third one നോക്കടാ. We have excess of KOH. We have excess of KOH. അപ്പോൾ എന്താ സംഭവിക്കുക? We have excess of KOH. See what is going to happen there. See, this is 5 millimole and KOH is excess 150. So what will happen is the complete reaction take place. You will get K3PO4 formed. You will get K3PO4 formed. Complete reaction. Step 1, step 2, step 3. Complete reaction will take place. You will get K3PO4, which is a salt of strong base and weak acid. Salt of strong base and weak acid. Will go for the formula this one. pH is equal to 7 plus half pKa plus log C. This time it is Ka3 because we are moving to last step. So the formula will be this one. That means 3 with S. 3 with S. And last 4 are 10 ml KOH. 10 ml KOH. What will happen? 10 ml KOH. That is 0.1 molar KOH is 0.1 molar 100 ml. 10 അല്ല കേട്ടോ 100 ml ആണ്.
that means 10 millimole. This is 5 millimole, this is 10 millimole. So what will happen? You will get KH2PO4. That will be formed 5 millimole because this 5 is converted to this. And out of 10 millimole, 5 will be remaining. So that 5 millimole KOH will react again. 5 millimole KOH will react again. You get K2HPO4. K2HPO4. So there the reaction complete. 5 millimole H3PO4 react with 10 millimole KOH. You get 5 millimole of this. Now again 5 millimole KOH remaining. That again neutralizes the 5 millimole KH2PO4 to K2HPO4. And now the reaction is over. Now we are standing over here. Now we are standing over here. Right? Now what is the pH there? pH there will be average pKa plus pKa2, pKa2 plus pKa3 by 2, because this person can come to, this is average, this can come to K3PO4, this can go to this. So this is standing midway. So what is the pH? pH will be pKa2 plus pKa3 by 2, average of pKa2 and pKa3. What is the pH of this solution? Average of pKa2 and pKa3, it is standing in between. Appo adu 4 ന് 6 ന്ന് വരും കേട്ടോ, ഇത് വരും. That's a classic IT advanced question. Because each data is a numerical problem. Yes. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Next. Kp for the reaction. Kp for the reaction. ഇതാണ് reaction, very famous. N2O4 giving 2NO2. That is the equilibrium. Kp for the reaction given 640 mm. The percentage dissociation of N2O4 at equilibrium pressure of 650 mm is. See, for this reaction, all of us know Kp is equal to, few minutes back also we did. It is 4 alpha square P by 1 minus alpha square. Isn't it? A giving 2B type we did. 4 alpha square P by 1 minus alpha square, that is equal to 640. That is 4 alpha square P, yes, 160. 4 alpha square 160 by 1 minus alpha square is equal to 640. 4 with 160, 640 cancels. You get alpha square by 1 minus alpha square equal to 1. Right? That is alpha square is equal to 1 minus alpha square. 2 alpha square is equal to 1. Alpha square is equal to 1 by 2. That is 0.5. അപ്പോൾ ആൽഫ എന്ത് വരും? ആൽഫ എന്താ വരിക? 0.7 സംതിങ് അല്ലേ? 0.7 സംതിങ്. 7749. യെസ്, 0.7 സംതിങ് അല്ലേ? സോ ഇറ്റ് ഈസ് 70%. ഓപ്ഷൻ ഡി 70%. അതിമനോഹരമായ ചോദ്യങ്ങളാണ് കേട്ടോ. യെസ്. Yes. Another question. pH of resultant solution of 25 ml 0.1 molar HCl, 50 ml 0.02 molar nitric acid, 25 ml 0.1 molar NaOH is. M1V1 plus M2V2 minus M3V3. M3V3 divided by V1 plus V2 plus V3, that will give you the resultant H plus concentration. നോക്ക്, this is acid, this is acid, രണ്ടും കൂടെ ആഡ് ചെയ്യാം, ഇത് സബ്ട്രാക്ട് ചെയ്യാം. എന്താ പറയാ? M1 0.1 into 25 2.5 plus M2 0.02 into 50, that is 0.2 into 5 1 അല്ലേ?
1 plus, minus 50 ml 0.02, 0.02 50 0.2 into 5, correct അല്ലേ? ഇനി ഇവിടെ 25 ml 0.1, 2. It's 2.5, right? 2.5 divided by total volumetric 25, 50, 25, 100 ആയി അല്ലേ? 100 ആയി. So it is 1/100, 10 power minus 2. pH will be 2. pH is equal to 2. ഒന്നുമില്ല. രണ്ട് ആസിഡ് ഒരു ആൽക്കലി ന്യൂട്രലൈസ് ചെയ്യുന്നു, ഫൈനൽ pH കണ്ടുപിടിക്കും. യെസ്, ഇവിടെ M1V1 plus M2V2 minus M3V3 by total volume കിട്ടോ. അടുത്ത ചോദ്യം. യെസ്, in the presence of excess of anhydrous strontium chloride, amount of water taken up is governed by Kp is equal to 10 power 12 atm minus 4 for the following reaction at 293 Kelvin. ഇത് സോളിഡ് ആണ്, ഇത് ഗ്യാസ് ആണ്, ഇത് സോളിഡ് ആണ്. അതൊക്കെ ശ്രദ്ധിക്കണം. What is equilibrium vapor pressure in torr of water in a closed vessel that contain strontium 2H2O solid? അപ്പോൾ എന്താ ചെയ്യാം? Kp is equal to 1 by partial pressure H2O raised to 4. ഇത് സോളിഡ് ആണ്, ഇത് സോളിഡ് ആണ്. ഇയാളെ മാത്രം നോക്കിയാൽ മതി. And that is equal to 10 power 12. Therefore, partial pressure of H2O raised to 4. It will be 10 power minus 12. Partial pressure of H2O. എത്രടാ? 10 power minus 3 അല്ലേ? minus 3 atm കിട്ടോ. minus 3 atm ടോറിലേക്ക് മാറ്റണം. That is 10 power minus 3 into 760 torr. 760 torr. അപ്പൊ എന്തായി? 0.76 torr. That is the answer. 0.76 torr. Report your answer by multiplying with 100. So the answer is 76 കേട്ടോ. ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആൻസർ 76 എന്ന് വരും. ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻസ് ആണത്. ഗംഭീരം ചോദ്യങ്ങളാണ്. ഇത്തരം ചോദ്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ നല്ല തറവാക്കുക. യെസ്, അടുത്ത ചോദ്യം. Consider the reaction A to B at 100, A giving B at 100 Kelvin. At a time T, the temperature of the system was increased to 2000. The system was allowed to reach equilibrium. Throughout this experiment, partial pressure of A maintained at 1 bar. Given below is the plot of partial pressure of B with the time. Partial pressure of B ആണ് കേട്ടോ, with the time. What is the ratio of standard Gibbs energy of reaction at 1000 Kelvin to that 2000 Kelvin? ഇവിടെ 1000 ആണ് കേട്ടോ. 1000 Kelvin to 2000 Kelvin. എളുപ്പല്ലേ? ഡെൽറ്റ ജി നോട്ട് 1000 Kelvin divided by delta G naught 2000 Kelvin. That is what we need to find out. എഴുതൂ. minus 2.303 R T1 log K1 divided by minus 2.303 R T2 log K2. ഇതൊക്കെ അങ്ങ് ക്യാൻസൽ ആവും. ഇതൊക്കെ ക്യാൻസൽ ആവും. So it is T1 by T2 log K1 by K2. So it is 1000 2000 log K1 log K1. It is A giving B. B യുടെ ക്വാണ്ടിറ്റി 10. B യുടെ ക്വാണ്ടിറ്റി 10. A യുടെ ക്വാണ്ടിറ്റി യൂണിഫോംലി മെയിൻറ്റൈൻഡ് 1 bar. So K1 is equal to 10 by 1. That is 10. You see, B യുടെ ക്വാണ്ടിറ്റി 10. So it is log 10. ഇവിടെ B യുടെ ക്വാണ്ടിറ്റി 100 കേട്ടോ. B യുടെ ക്വാണ്ടിറ്റി 100. So that will be log സെക്കൻഡ് കേസിൽ, ഇവിടുത്തെ കേസിൽ B യുടെ ക്വാണ്ടിറ്റി 100. This is at 1000 Kelvin. This is at 2000 Kelvin. So it is 100. 10ഉം 100ഉം. A യുടെ ക്വാണ്ടിറ്റി 1. So it is 100 by 1. 100 by 1. 100.
So log 10 ഉം log 100 ഉം. Log 10 1 ആണ്, log 100 2 ആണ്. So it is 1 by 2, 1 by 2. Answer 1 by 4 കേട്ടോ. Answer 1 by 4. The ratio 1 is to 4. 1 is to 4 is the answer. Ratio between delta G naught 1000 ഉം 2000 ഉം 1 is to 4 എന്ന് കിട്ടും. യെസ്, ഒന്നുമില്ല. T1 T2 1000 ഉം 2000 1 by 2 ആയി. ഇവിടെ log 10 എന്ന് വരും. കാരണം എയുടെ പ്രഷർ കോൺസ്റ്റന്റ് മെയിൻറ്റെയിൻ അറ്റ് 1 bar. അപ്പൊ ബിയുടെ പ്രഷർ 10, അപ്പൊ log 10. ബിയുടെ പ്രഷർ 100, log 100. log 10 1, log 100 2. അപ്പൊ ഇവിടെ 1 by 2, ഇവിടെ 1 by 2, 1 by 4. 1 is to 4. അടുത്തത്. And that's the last question. For the reaction N2 plus 3H2 giving 2 ammonia, standard enthalpy change and standard entropy change at 298 Kelvin are. Standard enthalpy change തന്നിട്ടുണ്ട്, standard entropy change തന്നിട്ടുണ്ട്. We need to find the correct statement. Delta G minus 33 വരുമോ? Delta G equal to delta H minus T delta S. എത്രയാ? minus 92 minus temperature 298 into മറ്റേത് minus 198 into 10 power minus 3. കാരണം ഇത് കിലോ ജൂളാണ്, ഇത് ജൂളാണ്. അപ്പൊ എന്ത് വരും? -92. ഇവിടെ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. 298 ഞാൻ 300 എടുത്തു. 0.3 into 198 എന്ന് വെച്ചാൽ 200 എന്നെടുത്താൽ 200 into 0.3. സോ 60 എന്ന് വരും കേട്ടോ. 60 റേഞ്ച്. -92ഉം +60ഉം ആവറേജ് -30, -30 32 -30 കറക്റ്റ് ആണോ? -33 അത് കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് എ കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ബി, KC വാല്യൂ 0.098. KC വാല്യൂ 0.098. നമുക്ക് ആദ്യം KP കണ്ടുപിടിക്കാം. Delta G minus 33. You know the relationship. Delta G naught is equal to minus 2.303 RT log KP. So minus 33 is equal to minus 2.303, 8.314 10 power minus 3, 300, 298. I am taking 300 log KP. എന്ത് വരും? log KP is equal to മൈനസ് വേണ്ടല്ലോ, പോയി, മൈനസ് ക്യാൻസൽ ആയി. 33 by 2.303, 8.314. ഇത് ക്യാൻസൽ ആകുമ്പോൾ 0.3 എന്ന് വരും. 0.3. ഇത് 8×4 32. ഇതൊരു 2 ടൈംസ്. അപ്പോൾ 20/3 എന്ന് വെച്ചാൽ ഒരു 6 പ്ലസ് അല്ലേ? 6 സംതിങ്. കുറച്ച് കുറയുമായിരിക്കും അല്ലേ? 5 point something കിട്ടുമായിരിക്കും. 5 point something കിട്ടുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ KP വാല്യൂ കറക്റ്റ് ആവും. log KP ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഇതൊരു 4 ആണെങ്കിൽ 2 point something, അപ്പോൾ 20 above. ഇല്ല, ഒരു 6ന്റെ താഴെ വരുള്ളൂ. 5 point something അതേ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ KP എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? KP എടുത്താൽ 10⁵5 വരും. അപ്പുറത്ത് ഒരു ലോഗ് വാല്യൂ, 6ന്റെ ലോഗ് വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു 0.78 സംതിങ്. അപ്പോൾ 5.6ന്റെ ബിലോ ഒരു 5.7, 5 ആ റേഞ്ചിലായിരിക്കും കിട്ടും. ഇത് വർക്കൗട്ട് ചെയ്യുമ്പോഴേ 6ന്റെ തൊട്ട് താഴെ വരും. 6ന്റെ താഴെയായിട്ട് വരും. അപ്പോൾ ഒരു 5.7 ആ റേഞ്ചിൽ. അങ്ങനെയാണെങ്കിൽ 0.7 6 വരും, 5ന് 10⁵5 വരും. സോ ഇറ്റ് ഈസ് സംവാട്ട് 6 into
10⁵ എന്ന് വരും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ചെക്ക് ചെയ്യാം. എങ്ങനെ ചെക്ക് ചെയ്യാം? കെ പി ഇസ് ഈക്വൽ ടു കെ സി ആർ ടി പവർ ഡെൽറ്റ എൻ. ഡെൽറ്റ എൻ 2 മൈനസ് 4 -2 ആണ് കിട്ടും. സോ കെ പി ഇസ് ഈക്വൽ ടു കെ സി ആർ ടി പവർ -2. That is Kc is equal to Kp RT square. ശരിയല്ലേ? എന്ന് വെച്ചാൽ കെ പിയെക്കാട്ടിലും വലുതായിരിക്കും കെ സി, കെ പിയെക്കാട്ടിലും വലുതായിരിക്കും കെ സി. ഇവിടെ കെ സി തന്നിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പൊ അത് തെറ്റായിരിക്കും, നോക്കാനേ ഇല്ല, തെറ്റായിരിക്കും. പിന്നെ ലാസ്റ്റ് വൺ, ഓപ്റ്റിമം കണ്ടീഷൻ ഫോർ മാക്സിമം yield ഓഫ് അമോണിയ ഹൈ ടെമ്പറേച്ചർ. തെറ്റല്ലേ? അമോണിയ പ്രോസസ് ഈസ് എക്സോതെർമിക്. For exothermic reaction, maximum yield of product is at a low temperature. Temperature കുറയല്ലേ വേണ്ടത്. അപ്പൊ അത് തെറ്റാണ്. പ്രഷർ, ഹൈ പ്രഷർ, ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് തെറ്റാണ്, ഹൈ പ്രഷർ എന്ന് പറഞ്ഞത് ശരിയാണ്. കിട്ടും. അപ്പൊ ഓവറോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഏതൊക്കെയാ കറക്റ്റ്? എയും സിയും. കറക്റ്റ് ആൻസർ എയും സിയും കിട്ടും. റൈറ്റ്. ഇപ്പൊ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും തന്നിട്ടുണ്ട്. ഡെൽറ്റ ജി കണ്ടുപിടിക്കുക, അപ്പോൾ ഒരു ആൻസറായി. ഡെൽറ്റ ജി വെച്ച് കെ പി കണ്ടുപിടിക്കുക, അപ്പോൾ ഒരു ആൻസറായി. കെ പി വെച്ചിട്ട് കെ സി ട്രേസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് തെറ്റാണെന്ന്. അപ്പോൾ അതൊരു ആൻസറായി. പിന്നെ ലാസ്റ്റ് ലേ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിളിന്റെ സാധാരണ ആപ്ലിക്കേഷൻ. യെസ്, that was the last question. Right? Yes. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം വീണ്ടും കാണും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഒരുപക്ഷെ നമ്മുടെ എൻറ്റയർ സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററുകളിൽ ഒന്നാണ്. ആ ചാപ്റ്ററിൻ്റെ ഫോർമുലയും എല്ലാം എല്ലാവരും നന്നായിട്ടൊന്ന് നോക്കുക. പരമാവധി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. റൈറ്റ്? നല്ല ഗംഭീരമായിട്ട് പഠിക്കാം. നാളെ ഈസ്റ്റർ ആണ്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച പുതിയൊരു ചാപ്റ്ററുമായിട്ട് കാണാം. ടിൽ ദെൻ സൈനിങ് ഓഫ്. ബൈ. സീ യു.